അതായത് കുടുംബത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്ന കാര്യങ്ങളെ അതിനെക്കുറിച്ചുള്ള ഒരു പഠനം വളരെ അത്യാവശ്യമാണ്. ഒരു കാര്യം ഞാൻ പറയാം, ദൈവം ആദ്യം ഉണ്ടാക്കിയത് സഭയല്ല, ദൈവം ആദ്യം ഉണ്ടാക്കിയത് ഫാമിലിയാണ്, അല്ലേ? ദാറ്റ് വാസ് ദ ഫസ്റ്റ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ഗാഡ്. സോ നാച്ചുറലി സാത്താൻ ഏറ്റവും ദേഷ്യമുള്ളതും ഫാമിലിയോടാണ്. കാര്യം ദൈവം ആദ്യം ഉണ്ടാക്കിയത് ഫാമിലി ആയതുകൊണ്ട് സാത്താൻ ആദ്യം തകർക്കാൻ നോക്കുന്നതും ഫാമിലിയാണ്. അതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ദൈവം കുടുംബം പണിയുന്നു, സാത്താൻ അത് തകർക്കാൻ നോക്കുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദൈവിക കുടുംബങ്ങളുടെ ആ ദൈവ കേന്ദ്രീകൃതമായ ക്രൈസ്റ്റ് സെൻറ്റേർഡായിട്ടുള്ള ഫാമിലി ലൈഫ് അനിവാര്യമായതുകൊണ്ട് നമുക്ക് അതിനെക്കുറിച്ചുള്ള പഠനങ്ങൾ വളരെ അത്യാവശ്യമായിരിക്കുന്നത്. ഈ ഫാമിലി സെമിനാർ, ഞാൻ ഒത്തിരി സ്ഥലങ്ങളിൽ ഫാമിലി സെമിനാർസ് എടുത്തിട്ടുണ്ട്. എൻ്റെ വെബ്സൈറ്റിൽ അതിനെക്കുറിച്ചുള്ള നോട്ട്സൊക്കെ ഉണ്ട്. നോട്ട്സ് അല്ല, മെസ്സേജസ് ഉണ്ട്, ഇംഗ്ലീഷിലും മലയാളത്തിലുമുണ്ട്. അപ്പോൾ ഈ ഫാമിലി സെമിനാർ എടുക്കുമ്പം സാധാരണ ആളുകൾക്ക് ഫാമിലി സെമിനാർ പങ്കെടുക്കാൻ അത്രയും പണ്ടൊക്കെ ഇച്ചിരി പ്രശ്നമായിരുന്നു. എന്നു ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയുന്നത്, അത് ബ്രദറെ എൻ്റെ ഫാമിലി പ്രശ്നമൊന്നുമില്ല, പിന്നെ ഞാനെന്തിനാ സെമിനാറിന് വരുന്നത്? അപ്പോൾ ഈ അവരുടെ ചിന്ത ഈ സെമിനാർ ആർക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫാമിലി പ്രോബ്ലം ഉള്ളവർക്കാണ് ഈ സെമിനാർ എന്ന. എന്നാൽ പ്രിയമുള്ളവരെ, ഫാമിലി പ്രോബ്ലം ഉള്ളവർക്കല്ല ഈ സെമിനാർ. അവർക്കും കൊള്ളാം, പക്ഷേ പ്രോബ്ലം ഉണ്ടാകാതിരിക്കാനാണ് ഈ സെമിനാർ. നമ്മളൊക്കെ ഈ റോഡിൽ കൂടെ പോകുമ്പം വലിയ വളവൊക്കെ ഉണ്ടെങ്കിൽ അതിന് മുമ്പ് ഒരു സൈൻ ബോർഡ് കാണും, വളവ് ഉണ്ട്, സൂക്ഷിക്കുക. ഈ വളവ് കഴിഞ്ഞിട്ട് ഈ ബോർഡ് വെച്ചാൽ ഗുണം? വളവ് കഴിഞ്ഞിട്ട് ഈ സൈൻ ബോർഡ് വെച്ചിട്ട് വല്ല കാര്യമുണ്ടോ? അപകടം നടന്നു കഴിഞ്ഞിട്ട് പിന്നെ വല്ല കാര്യമുണ്ടോ? അതുപോലെ ഇത് ഒരു സൈൻ ബോർഡാണ്. ഇവിടെ പ്രോബ്ലം ഉള്ളവർക്കല്ല, പ്രോബ്ലം ഉള്ളവർക്ക് ചികിത്സയാണ് വേണ്ടത്. പക്ഷേ പ്രോബ്ലം ഉള്ളവർക്കല്ല, പിന്നെ ആർക്കാണ്? ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ സെമിനാർ പലപ്പോഴും നടത്തുന്നത് എന്നുള്ളത് നിങ്ങൾ മറക്കരുത്. പിന്നെ മറ്റൊരു കാര്യം, ഒരു പ്രോബ്ലം ഇല്ലെന്നൊക്കെ പറയുന്നതും അത്ര ശരിയൊന്നുമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എൻ്റെ ഒരു കൂട്ടുകാരൻ ഒരിക്കലും മോട്ടോർ ബൈക്കിൽ പോയി, ഇപ്പോഴൊന്നും അല്ല, ഒരു 30 വർഷം മുമ്പാണ്, 32 വർഷം മുമ്പാണ്. അവൻ നേരെ ഇടിച്ച് വീണ് മുഖം മുഴുവൻ പെയിൻറ്റ് പോയി, ചോര ഒലിച്ച്, ആരാണ്ട് ബൈക്ക് എടുത്തുകൊണ്ട് പോയി. ഇവനിങ്ങനെ നടന്ന് വീട്ടിലോട്ട് കയറിയപ്പം അമ്മ ഭയങ്കര കരച്ചിൽ. അവൻ അമ്മയോട് പറയാം, എന്താ തള്ളേ കരയുന്നത്? ഇത് കണ്ട എനിക്ക് കണ്ട് പ്രശ്നമുണ്ടെന്ന് തോന്നുമല്ലോ. എണീറ്റ് നിൽക്കാൻ പോലും വയ്യ, പക്ഷേ പ്രശ്നമുണ്ടെന്ന് സമ്മതിക്കാൻ അവൻ തയ്യാറല്ല. ഇതുപോലെ പലപ്പോഴും നമ്മുടെ കുടുംബജീവിതത്തിലും പ്രശ്നമുണ്ട് എന്ന് സമ്മതിക്കാൻ നമുക്ക് പ്രയാസമുണ്ടെങ്കിൽ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഇത് സമ്മതിക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഐ ഹാവ് എ പ്രോബ്ലം. ആ പ്രോബ്ലം ഉണ്ടെങ്കിൽ അതിന് നമുക്ക് പരിഹാരമുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങളെ മറച്ചു വെച്ചിട്ട് കാര്യമില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. പിന്നെ ഇന്ന് നമ്മൾ സങ്കീർത്തനം സാംസ് 127 വായിച്ചത് നിങ്ങൾ ഓർമ്മയുണ്ടല്ലോ. എന്താണ്? Unless the Lord builds the house, those who builds it in vain. യഹോവ വീട് പണിയുന്നില്ലെങ്കിൽ, വീട് എന്നുള്ളത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കെട്ടിടം എന്ന നിലയിലല്ല, ഭവനം എന്ന നിലയിലാണ്. യഹോവ ഭവനം പണിയുന്നില്ലെങ്കിൽ പണിയുന്നവർ വൃഥ അധ്വാനിക്കുന്നു. യഹോവ പട്ടണം കാക്കുന്നില്ലെങ്കിൽ കാവൽക്കാർ വൃഥ ജാഗരിക്കുന്നു. അപ്പോൾ യഹോവ ഭവനം പണിയുക. കെട്ടിടം പണിയാൻ ബ്രിക്സും സിമെൻറ്റും ഒക്കെ മതി. പക്ഷേ ഭവനം പണിയപ്പെടുന്നത് വ്യക്തികളെ വെച്ചാണ്. ഇറ്റ് ഈസ് ബിൽഡ് ഓഫ് പേഴ്സൺസ്. ഓക്കെ. ഇനി ഈ യഹോവ ഭവനം പണിയാതിരുന്നാൽ പണിയുന്നവർ വൃഥ അധ്വാനിക്കുന്നു. പക്ഷെ പണിതാൽ കുഴപ്പമില്ല എന്നല്ല അതിൻ്റെ അർത്ഥം. അതിൻ്റെ മറുവശം നമ്മൾ മനസ്സിലാക്കണമല്ലോ. നമ്മുടെ ഒരു വലിയൊരു പ്രോബ്ലം എന്നു ചോദിച്ചു കഴിഞ്ഞാൽ, എല്ലാം കുടുംബമെന്ന് പറഞ്ഞാലേ അങ്ങ് പ്രശ്നമാണെന്നാണ് നമ്മളെ ചിന്ത. അതുകൊണ്ട് ഇപ്പോൾ വന്ന് പിള്ളേർക്ക് കല്യാണം പോലും കഴിക്കണ്ട. ഞാൻ പറയുന്ന പ്രശ്നം നിങ്ങൾ മനസ്സിലാക്കണം, ഇല്ലേ? ഈയിടെ ഒരാൾ എന്നോട് പറഞ്ഞു, ഇപ്പോഴല്ല, കുറേ നാൾ മുമ്പ്, അമേരിക്കയിൽ ഇപ്പോൾ ഡിവോഴ്സ് വളരെ കുറവാണ്. അപ്പം ഞാൻ ചിന്തിച്ചു, അതെന്താണ് അമേരിക്കയിൽ ഇപ്പോൾ ഡിവോഴ്സ് കുറവ്? അതെ, കല്യാണം നടക്കുന്നില്ല, അതുകൊണ്ട് ഡിവോഴ്സ് കുറവാണ്. കല്യാണം നടന്നിട്ട് വേണ്ട ഡിവോഴ്സ് നടക്കാൻ. അപ്പോൾ കല്യാണം പോലും വേണ്ടാന്ന് ചിന്തിക്കുന്നതായ ആളുകൾ. അതിന് കാര്യമുണ്ട്. കേൾക്കുന്ന സ്റ്റോറീസ് മുഴുവൻ
കുടുംബത്തകർച്ചയുടെ സ്റ്റോറീസാണ്. എല്ലാം അങ്ങനെ ആയിരിക്കണമെന്നൊന്നും ഇല്ല. പിന്നെ ഈ സീരിയൽ എന്ന് പറഞ്ഞൊരു കുന്ത്രാണ്ടം ഉണ്ടായിരുന്നു. ഇപ്പോൾ എത്ര പേര് അതിൻ്റെ പുറകെ ഉണ്ടെന്ന് അറിയത്തില്ല. ഇപ്പം പിന്നെ മൊബൈൽ ഫോൺ വന്നതോടെ കുറച്ച് കുറവുണ്ടെന്ന് തോന്നുന്നു. ഈ സീരിയലിനകത്ത് ഏത് സീരിയലും നിങ്ങൾ കണ്ടു നോക്കിക്കോ. ഞാൻ ബേസിക്കലി ഒരു ജേർണലിസ്റ്റാണ്, അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. അതിനകത്ത് എല്ലായിടത്തും ഉള്ളത് എന്താണ്? കുടുംബത്തകർച്ച. അതുപോലെ പ്രശ്നം ഉണ്ടോ ഇല്ലയോ എന്നറിയത്തില്ല. അമേരിക്കയിൽ നിന്നൊരു പെങ്കൊച്ച് നാട്ടിൽ വന്ന് അമ്മച്ചി വല്യമ്മച്ചി സീരിയലിൻ്റെ ആശാട്ടിയാണ്. അപ്പോൾ ഈ കൊച്ചു മുന്നേ ഇരുന്ന് കണ്ടിട്ട് അവൾ പറഞ്ഞു, ഞാൻ ഇന്ത്യയിൽ നിന്ന് എന്താണെങ്കിലും കല്യാണം കഴിക്കത്തില്ലെന്ന്. സാധാരണ രീതിയിൽ അമേരിക്കയിൽ നിന്ന് കിട്ടുന്നൊരു കാര്യമാണ്. അവൾ ചോദിച്ചപ്പോഴത്തേക്ക് അവൾ പറഞ്ഞത്, ഞാൻ ഈ സീരിയലെല്ലാം കാണുന്നതല്ലേ, എല്ലാ ആണുങ്ങൾക്കും വേറെ ബന്ധമുണ്ട്. അപ്പോൾ സീരിയലിനകത്ത് എന്തുണ്ട്? എല്ലാ ആണുങ്ങൾക്കും വേറെ ബന്ധമുണ്ട്. പ്രിയമുള്ളവരെ, ദയവ് ചെയ്ത് നിങ്ങൾ ഈ സീരിയൽ കാഴ്ചയൊന്ന് നിർത്തണം, കാണുന്നവരുണ്ടെങ്കിൽ. ഇനി സീരിയൽ മാത്രമല്ല, ഈ മൊബൈൽ ഫോൺ അതിൻ്റെ അപ്പുറത്തെ കൊലയാളിയാണ്, ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ അതൊക്കെ ഞാൻ പറയാം, അതല്ലല്ലോ ഇപ്പോഴത്തെ നമ്മുടെ സബ്ജക്റ്റ്. പക്ഷേ ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ ഈ മൊബൈൽ ഫോൺ എന്ന് പറയുന്നത് നമുക്ക് വേണ്ടാന്ന് വെക്കാനും പറ്റിയല്ല, എന്നാൽ എങ്ങനെ ഉപയോഗിക്കണമെന്നുള്ളത് നമ്മൾ വളരെ കൃത്യതയോടുകൂടെ ആലോചിക്കണം. അത് എന്തിനു വേണ്ടിയാണ് എന്നുള്ളത് നമ്മളൊന്ന് നോക്കണം. പണ്ടൊക്കെ മൊബൈൽ ഫോൺ എന്ന് പറഞ്ഞാൽ വിളിക്കാൻ വേണ്ടി മാത്രമായിരുന്നു. കാര്യം അതേ ഉണ്ടായിരുന്നുള്ളല്ലോ, ഫങ്ഷൻ. പച്ചയും ചുവപ്പും മാത്രം ഉണ്ടായിരുന്ന സമയത്ത് ഈ വലിയ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു. മൊബൈൽ ഫോൺ വിളിക്കുമെന്നുള്ളതേ ഉള്ളൂ. പക്ഷേ ഇന്നിപ്പോൾ മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം പറഞ്ഞാൽ വിളിക്കാനും കൊള്ളാം എന്നേ പറയാൻ പറ്റുള്ളൂ. കാര്യം മൊബൈൽ ഫോൺ കൂടുതൽ ഉപയോഗിക്കുന്നത് വിളിക്കാനൊന്നുമല്ല, വേറെ പല പല കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. ഞാൻ സിംഗപ്പൂരിൽ ഇടയ്ക്ക് ട്രെയിനിൽ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യമുണ്ട്. കുറേ വല്യമ്മമാരുണ്ട് സിംഗപ്പൂരിൽ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുങ്ങൾക്കൊക്കെ എന്തോ നല്ല ആരോഗ്യത്തിന് ഇൻഷുറൻസൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കും, നല്ല കവറേജൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കും, ഒരുമാതിരി ആരോഗ്യമുണ്ട്. പക്ഷേ ഇതുങ്ങൾക്ക് മക്കളും ഇല്ല, ബന്ധങ്ങളും ഇല്ല, ഒന്നുമില്ല. ഒടുവിൽ എന്നാ ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, സിംഗപ്പൂരിൽ ഈ മെട്രോ ട്രെയിൻ എപ്പോഴും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. പഞ്ച് ചെയ്ത് കയറി കഴിഞ്ഞാൽ ഇറങ്ങുമ്പോഴേ അത്രേ കാശേ പോകത്തുള്ളൂ. ഇതുങ്ങൾ എന്നാ ചെയ്യുന്നതെന്ന് അറിയാമോ? പഞ്ച് ചെയ്ത് ഏതെങ്കിലും ഒരു സ്റ്റേഷനിൽ നിന്ന് കയറിയിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് അവരിത് തിരിച്ചു വന്നിട്ട് ഇത് തിരിച്ചു പോകുമ്പോൾ പിന്നെയും പോയി ഇതിനകത്തിരിക്കുക. വേറെ എന്തോ ചെയ്യാനാ? എന്നാൽ ഏതെങ്കിലും ഒരു മനുഷ്യനോടൊന്ന് മിണ്ടുമോ? അതുമില്ല. ഈ വല്യമ്മമാരെല്ലാം മൊബൈലെടുത്ത് ബബിൾസ് പൊട്ടിച്ചുകൊണ്ടിരിക്കുക. ഐ എം നോട്ട് ജോക്കിങ്. കാര്യം ഇന്ന് നമുക്ക് കമ്മ്യൂണിക്കേഷൻ ഇല്ലാതെ വന്നിരിക്കുകയാണ്. കമ്മ്യൂണിക്കേഷൻ. പി ജി വോളീസ്, ഞങ്ങളുടെ സുഹൃത്തുക്കൾ പി ജി വോളീസ് ഇന്നലെ എനിക്ക് പാസ്റ്റർ പി ജി വോളീസ് എനിക്ക് ഇന്നലെ അയച്ചു തന്ന ഒരു ചെറിയൊരു കാർട്ടൂൺ. 1999 ഒരു ചെറുക്കൻ പന്ത് കളിച്ച് തിരിച്ചു വന്നപ്പോഴത്തേക്ക് അമ്മ ഭയങ്കര ചൂട്, നേരം വെളുത്തപ്പോൾ ഇറങ്ങിയതാ കളിക്കാൻ, ഇതുവരെ വീട്ടിൽ കയറിയിട്ടില്ല, കർണാകത്ത്. അപ്പോൾ 2019 നേരെ തിരിച്ചാ, നേരം വെളുത്തപ്പോൾ അകത്ത് കയറിയിരുന്ന് കുത്താൻ തുടങ്ങിയതാ, ഇറങ്ങണ പുറത്ത്. കാര്യം ഇന്നിപ്പം പിള്ളേർ കളിക്കാനും കളിയുമില്ലല്ലോ, ഒന്നുമില്ല, ഇല്ലേ? യാതൊന്നുമില്ല. വല്ലാത്ത ഒരു സ്റ്റേജാണ് നമ്മൾ ഇരിക്കുന്ന. ഈ പിള്ളേർക്കെല്ലാം ഭയങ്കര അറിവാന്ന. ചിലപ്പോൾ ആളുകളൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഇപ്പോഴത്തെ പിള്ളേർക്കൊക്കെ എന്നാ ബുദ്ധിയാ. എനിക്കിന്ന് വരെ തോന്നിയിട്ടില്ലാത്തൊരു കാര്യമാണ് ഇപ്പോഴത്തെ പിള്ളേർക്ക് ബുദ്ധി കൂടുതലാണെന്ന്. ചുമ്മാതാ. ഇവന്മാർക്കൊന്നും, എൻ്റെ നോട്ടത്തിൽ ഇപ്പോഴത്തെ പിള്ളേർക്കൊന്നും ഈ പറയുന്ന ബുദ്ധിയൊന്നുമില്ല. നമ്മുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നവർക്കുണ്ടായിരുന്ന ബുദ്ധിയോ ഒന്നും ഇവന്മാർക്ക് ആർക്കും ഇല്ല. ഇവന്മാർക്ക് ഇൻഫർമേഷനുണ്ട്, നോളജില്ല. ഇൻഫർമേഷൻ വേറെ, നോളജ് വേറെ. ഇന്നാകെ ഉള്ളത് ഇൻഫർമേഷനാണ്, വേറെ എന്താ ഉള്ളത്? പിന്നെ ആ ഗൂഗിൾ വന്നതോടുകൂടെ അമ്മച്ചി പറഞ്ഞു കൊടുക്കുന്ന അനുസരിച്ച് ഇപ്പം ഒരു മനുഷ്യനും ഒന്നും അറിയത്തുമില്ല. ഞാൻ പറയാറുണ്ട്, എൻ്റെ ചെറിയ പ്രായത്തിലല്ല, വെൻ ഐ വാസ് എ യങ് മാൻ, എൻ്റെ പേഴ്സണൽ ലൈബ്രറിയിൽ ഒരു 1500 ബുക്കെങ്കിലും ഉണ്ടായിരുന്നു. എന്താ കാര്യമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്ന് ഗൂഗിളില്ലായിരുന്നില്ല, ഇത് വായിച്ചാലേ പറ്റുള്ളൂ. ഇന്നിപ്പം എന്തിനാ ഇത്രയും ഡിഫറൻ്റ് ആയിട്ടുള്ള പുസ്തകങ്ങളൊന്നും സൂക്ഷിക്കേണ്ട കാര്യമില്ല, എല്ലാം ഗൂഗിളാണ്, ഇല്ലേ? അപ്പോൾ ഇപ്പോഴത്തെ പിള്ളേർക്ക് ആകെപ്പാടെ ഗൂഗിളില്ലെങ്കിൽ ഒരു രക്ഷയില്ല. നമ്മളൊക്കെ പറയുമല്ലോ, നമ്മളെ എടുത്തിട്ടാൽ 4 കാലേ നിൽക്കുമെന്ന്. യുവന്മാർ 8 കാലേ പോലും നിൽക്കത്തില്ല. ഒരു പ്രായോഗിക പരിജ്ഞാനവുമില്ല. എന്നിട്ട് നമ്മൾ പറയും ഇപ്പോഴത്തെ പിള്ളേർക്ക് ഭയങ്കര ബുദ്ധിയാണെന്ന്. ബുദ്ധി എന്ന് പറഞ്ഞാൽ എന്താ? ബുദ്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഇൻഫർമേഷൻ തലയിൽ കയറ്റുന്നതല്ല ബുദ്ധി.
എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഭയങ്കര ഇപ്പോഴും പ്രയാസമുള്ളൊരു കാര്യമുണ്ട്. എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്ക് ഇച്ചിരി നീന്താനൊക്കെ അറിയാം, പക്ഷേ എനിക്ക് മരത്തെ കയറാൻ അറിയത്തില്ല. എനിക്കാണെങ്കിൽ എക്കണോമിക്സിലൊരു ഡിഗ്രി ഉണ്ട്, തിയോളജി ഡിഗ്രി ഉണ്ട്, ജേർണലിസത്തിൽ ഡിഗ്രി ഉണ്ട്. പക്ഷെ പട്ടി കടിക്കാൻ വന്ന ഈ ഡിഗ്രി കാണിക്കാൻ പറ്റുമോ? മരത്തെ കയറണ്ടേ? അതൊക്കെയാണ് നോളജ് എന്ന് പറയുന്നത്. അതൊക്കെയാണ് വാസ്തവത്തിൽ ബുദ്ധി എന്നൊക്കെ, അല്ലെങ്കിൽ ബുദ്ധി എന്നുള്ള, അതൊക്കെയാണ് പഠനമെന്ന് പറയുന്നത്. പ്രായോഗികമായ യാതൊരു പരിജ്ഞാനവും ഇല്ലാതെയാണ് ഈ കുഞ്ഞുങ്ങൾ വളരുന്നത്. ഓക്കെ, ഞാൻ ഇതിനെക്കുറിച്ച് പിള്ളേരെ കളിയാക്കി പറയുന്നൊന്നുമല്ല. നമ്മൾ തെറ്റിദ്ധരിക്കരുത്, ഇതാണ് നോളജ് എന്ന് തെറ്റിദ്ധരിക്കരുത്. ഇൻഫർമേഷനുണ്ട്, ദാറ്റ്സ് ഓൾ. പക്ഷേ അതിലൊക്കെ എത്രയോ വലുതാണ്. ഞാൻ പാരൻറ്റിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ പറയാം. നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ കുഞ്ഞുങ്ങൾ ഇന്ന് വാസ്തവം പറഞ്ഞു കഴിഞ്ഞാൽ തകർച്ചയിൽ നിന്ന് തകർച്ചയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ആകെപ്പാടെ ഉള്ളത് കുറച്ച് ഇൻഫർമേഷൻ, ദാറ്റ്സ് ഓൾ. ഓക്കെ, ഇനി ഈ ഫാമിലി ലൈഫിൻ്റെ കാര്യം പറയുമ്പോൾ ആദ്യം ഇച്ചിരി പറഞ്ഞിട്ട് ഞാൻ പിന്നീട് പാരൻറ്റിങ്ങിനെ കുറിച്ച് ഒരു സെഷൻ എടുക്കണം. എങ്ങനെയാണ് കുഞ്ഞുങ്ങളെ വളർത്തുന്നതെന്നുള്ളതിനെ കുറിച്ച് പറയണം. അതുകൊണ്ടാണ് പെട്ടെന്ന് ഞാൻ പറഞ്ഞു പോകുന്നത്. അങ്ങ് പേടിയാണ് നമുക്കൊക്കെ. കുടുംബം എന്ന് പറയുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ കുടുംബജീവൻ എന്ന് പറയുമ്പോഴത്തേക്ക് പേടിയാണ്. കാര്യം അങ്ങനെയാണ് നമ്മളെല്ലാം കേൾക്കുന്നത്. ഞാൻ പണ്ട് എൻ്റെ സാധാരണ പറയുന്നൊരു സ്റ്റോറിയാണ്. ഒരു അസിലം, ഈ ഭ്രാന്താലയം സന്ദർശിക്കാൻ ഒരു ഗവർണർ പോയി. അപ്പോൾ ഗവർണർ പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഡോക്ടർ കൊണ്ട് എല്ലാവരെയും പരിചയപ്പെടുത്തിയപ്പോൾ ആദ്യത്തെ നിലയിൽ പിള്ളേരൊക്കെ ചുമ്മാ, ഈ ഭ്രാന്തന്മാരൊക്കെ ഇങ്ങനെ ചുമ്മാ അതൊക്കെ ഇരിക്കുകയാണ്, കസേരയിലൊക്കെ ഇരുന്ന് മൗനികളായിട്ടൊക്കെ ഇരിക്കുകയാണ്. അപ്പോൾ ഒരുത്തൻ ആ കസേര ഇരുന്നുകൊണ്ട് ലുലു 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 എന്ന് പറഞ്ഞിങ്ങനെ പതിയെ കരയുന്നുണ്ട്. ലുലു മാർക്കറ്റിനെ കുറിച്ചല്ല, ലുലു. ഉടനെ ഈ ഗവർണർ ചോദിച്ചു, ഇവനെന്താ ഈ ലുലു ലുലു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അവൻ പറഞ്ഞു, ഗവർണർ ഒരു കാര്യം, ഈ താഴത്തെ നില, ഇവനെ എന്താ ഇങ്ങനെ അകത്തൊന്നും ഇടാതെ പുറത്ത് തന്നെ ഇട്ടിരിക്കുന്നത്? അവനെ പറഞ്ഞു, ഈ താഴത്തെ നിലയിലെ ആളുകൾക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. പിന്നെ ജീവിതത്തിലൊരു ചെറിയ ഷോക്കൊക്കെ ഉണ്ടാകുമ്പം അവർക്കൊരു മാനസിക ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അവർക്ക് വേണം വീട്ടിൽ പോകാൻ, ഞങ്ങൾ അവരെ ഒരു റെസ്ട്രിക്ഷനുമില്ല. പിന്നെ ചെറിയ രീതിയിലൊക്കെ നമ്മൾ കുറച്ച് ഒരു സൈക്കോളജിക്കൽ കൗൺസിലിംഗ് ഒക്കെ കൊടുക്കുന്നുള്ളതേ ഉള്ളൂ. വേറെ വലിയ പ്രശ്നമൊന്നുമില്ല. ഇവൻ്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവൻ ലുലു എന്ന് പറഞ്ഞൊരു പെൺകൊച്ചുമായിട്ട് കമ്പനിയായിരുന്നു. അവളെ കെട്ടാനായിട്ട് ഒത്തിരി ആഗ്രഹിച്ചു, പക്ഷേ അവളെ കെട്ടാൻ പറ്റിയില്ല. അതവനൊരു ഷോക്കായിപ്പോയി. അതുകൊണ്ട് അവനിവിടെ വന്ന് ഇച്ചിരി മാനസിക ബുദ്ധിമുട്ടുണ്ട്, ഞങ്ങൾ ഇവനെ ഒന്ന് ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രണ്ടാമത്തെ നിലയിൽ ആരെയും പുറത്തു വിടത്തൊന്നുമില്ല. പക്ഷേ അവിടെ ആളുകൾ അതിനകത്തൊക്കെ നടക്കുന്നൊക്കെ ഉണ്ട്. പക്ഷേ ഇവന്മാർ പുറത്തൊക്കെ വിട്ടാൽ ഓടിപ്പോവുകയൊക്കെ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ലോക്ക് ചെയ്തിരിക്കുകയാണ്. മൂന്നാമത്തെ നിലയിൽ അങ്ങനല്ല. മൂന്നാമത്തെ നിലയിൽ ലോക്ക് ചെയ്തിരിക്കുകയെന്ന് മാത്രമല്ല, ഇവന്മാർ ഭയങ്കര പ്രോബ്ലം ഉള്ളവരായതുകൊണ്ട് ഈ കസേര തന്നെ ഇവന്മാരെ കെട്ടിയിട്ടിരിക്കുക. അല്ലെങ്കിൽ ഇവന്മാർ കസേര എടുത്തെറിയും. അതുപോലെ പ്രശ്നമാണ്. അത് തന്നെയല്ല, ഈ തലയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഇട്ട് ഇടിച്ച് തലയൊക്കെ പൊട്ടിക്കും. അപ്പോൾ അതുകൊണ്ട് എല്ലായിടത്തും ഈ പാഡൊക്കെ വെച്ച് അങ്ങനെ അത്രയ്ക്കും ഭ്രാന്തന്മാരാണ്. അതിനകത്തൊടുത്ത തലയൊക്കെ ഇടിച്ചുള്ള ലുലു 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 എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര ബഹളം. അപ്പോൾ ഈ ഗവർണർ ചോദിച്ചു, ആ താഴെ കിടന്ന ചെറുക്കൻ ലുലു ലുലു എന്ന് പറയുന്ന കേട്ടു, നിങ്ങൾ പറഞ്ഞല്ലോ അവന് ലുലുവിനെ കെട്ടാൻ പറ്റിയില്ല, അതുകൊണ്ടുണ്ടായതാണ്. ഇവനെന്നാ പറ്റിയത്? ഇവനെന്നാ ഈ ലുലു ലുലു എന്ന് പറയുന്നത്? ഇവിടെ പറഞ്ഞു, ഇവനാ അവളെ കെട്ടിയത്. അപ്പൊ കെട്ടാത്തവൻ അത്രയും പ്രശ്നമേ ഉണ്ടായുള്ളൂ, കെട്ടിയവൻ ഈ അവസ്ഥയിലാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കഥകളൊക്കെ കേട്ട് കഴിയുമ്പോൾ നമ്മളും ചിന്തിക്കും, എന്തിനാ കെട്ടുന്നതെന്നങ്ങ് ചിന്തിച്ചു പോകും, ഇല്ലേ? ഈ ഇതുപോലെ ഒരു മനുഷ്യൻ ഇങ്ങനെ നടന്നു പോയ കൂട്ടത്തിൽ നടന്നു നോക്കുമ്പോൾ പെട്ടെന്ന് ഒരു ശബ്ദം കേട്ടു, സ്റ്റോപ്പ്. പെട്ടെന്ന് അങ്ങ് നിൽക്കുകയും ഒരു വലിയ കല്ല് ഉരുണ്ട് ഇവൻ്റെ മുന്നിൽ മോളിൽ നിന്ന് മലയിൽ നിന്ന് ഉരുണ്ട് വീണു. അപ്പോൾ ഇവൻ ആലോചിച്ച്, എൻ്റെ ദൈവമേ, ഈ ശബ്ദം കേട്ട് ഞാൻ നിന്നില്ലായിരുന്നെങ്കിൽ ഈ കല്ല് എൻ്റെ മണ്ടയ്ക്ക് വീണേനെ. ചേട്ടാ, ഇതാരാ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് മുന്നോട്ട് പോയ കൂട്ടത്തിൽ ഒരു ക്രോസ് റോഡ് വന്നപ്പോൾ പെട്ടെന്ന് പിന്നെ ഒരു ശബ്ദം കേട്ടു, സ്റ്റോപ്പ്. ഇവൻ നിൽക്കുകയും ബ്രേക്കില്ലാത്ത ഒരു വാൻ പെട്ടെന്ന് ക്രോസ് ചെയ്ത് പോയി. ഓ എൻ്റെ ദൈവമേ, എന്നെ ഈ ശബ്ദം നിയന്ത്രിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ ഈ വാനിൻ്റെ അടിയിൽ ആയിപ്പോയേനെ. അപ്പോൾ ഇവൻ ചോദിച്ചു, ഹു ആർ യു? നിങ്ങൾ ഈ ശബ്ദം ഉണ്ടാക്കുന്ന ആരാ നിങ്ങൾ? ഉടനെ ആ ശബ്ദം പിന്നെയും പറഞ്ഞു, ഞാൻ നിൻ്റെ ഗാർഡിയൻ ഏഞ്ചലാണ്. എന്നെ ദൈവം വിട്ടിരിക്കുക. അപകടമുണ്ടാകുന്നതിന് മുമ്പ് നിനക്ക് മുന്നറിയിപ്പ് നൽകാൻ എന്നെ ദൈവം നിൻ്റെ കൂടെ വിട്ടിരിക്കുകയാണ്. നിൻ്റെ ഗാർഡിയൻ ഏഞ്ചലാണ്. എനിക്കിതിനെ ഒന്ന് കാണാൻ പറ്റുമോ?
കാണാൻ പറ്റത്തില്ല, പക്ഷേ ചോദ്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. എനിക്കൊരു ചോദ്യമുണ്ട്. എന്താ ചോദ്യം? അപകടങ്ങൾ നടക്കുന്നതിന് മുന്നറിയിപ്പ് നൽകാനാണ് നിന്നെ ദൈവം വിട്ടതെങ്കിൽ എൻ്റെ വിവാഹത്തിൻ്റെ സമയത്ത് നീ എവിടെ ആയിരുന്നു? അപകടം നടക്കുന്നതിന് മുന്നറിയിപ്പ് തരണമെങ്കിൽ സ്റ്റോപ്പ് എന്ന് അന്നേരം ഒന്ന് പറയണമായിരുന്നല്ലോ. കാര്യം ഈ ദുരിതം മുഴുവൻ ഇതുകൊണ്ടല്ലേ. അപ്പോൾ ഇതൊരു അപകടമെന്ന നിലയിലാണ് പലപ്പോഴും കുടുംബജീവിതത്തെ ആളുകൾ കാണുന്നത്. പിന്നെ ചിലർ പറയും, എടാ ഇതൊക്കെ ഒരു വിധിയാണ് ഇല്ലേ. ഒരു ചൈനീസ് പ്രോവർബുണ്ട്. ആ പ്രോവർബ് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, രാവിലത്തെ ബെഡ് കോഫി ശരിയായാൽ അന്നത്തെ ജീവിതം ശരിയായി. ഒരു മഴ നന്നായാൽ ആ വർഷത്തെ കൃഷി നന്നായി. വന്നു കയറുന്ന പെണ്ണ് നന്നായാൽ ജീവിതം നന്നായി, ഇല്ലെങ്കിൽ എല്ലാം പോയി. അപ്പം അവർ പറയുന്നത് ഇതൊരു വിധിയാണ്, ഫെയ്റ്റ് എന്ന് പറയും. പക്ഷെ വേദപുസ്തകം ഇതൊരു വിധിയാണെന്നല്ല പഠിപ്പിക്കുന്നത്. എവിടുന്നെങ്കിലും തലേ വലിഞ്ഞ് കയറി വരുന്നതല്ല ഒരു പെണ്ണും, എവിടുന്നെങ്കിലും വന്നു കയറുന്നവനല്ല ഒരു ചെറുക്കനും. വിവാഹത്തിൻ്റെ ഒരു പ്രത്യേകത, ഇറ്റ് ഈസ് ഡിസൈൻഡ് ബൈ ഗാഡ് എന്നുള്ളതാണ്. ദൈവം വിഭാവന ചെയ്തതാണ് വിവാഹം. ദൈവത്തിൻ്റെ പ്ലാനാണ് വിവാഹം. അത് ദൈവം ഡിസൈൻ ചെയ്ത്. ഗാഡ് ഈസ് ദ ഫാമിലി മേക്കർ. ആ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകണം. ഗോഡ് ഈസ് ദ ഫാമിലി മേക്കർ. ആ ദൈവം ആ ഫാമിലി, ഇഫ് ഗാഡ് ഈസ് ദ ഫാമിലി മേക്കർ, ദെൻ സർട്ടൻലി ഇറ്റ് ഈസ് ഗ്യാരൻറ്റീഡ്. അതും നിങ്ങൾ മനസ്സിലാക്കണം. ഇപ്പം എൻ്റെ കയ്യിൽ ഒരു ടൈറ്റാൻ്റെ വാച്ച് കിടക്കുന്നു, അല്ലെങ്കിൽ ഒരു റാഡോയുടെ വാച്ച് കിടക്കുന്നു വയ്ക്കുക. അപ്പം ഞാൻ ഈ വാച്ച് വാങ്ങിച്ചു കഴിഞ്ഞാൽ അത്ര വലിയ വറി ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? എനിക്ക് അവിടെ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അവരത് റിപ്പയർ ചെയ്ത് തരും, അല്ലെങ്കിൽ അത് ദേ ആർ റെസ്പോൺസിബിൾ. എന്നാൽ നിങ്ങൾ വഴിയിൽ ചൈനക്കാരൻ്റെ ഒരു വാച്ച് വാങ്ങിച്ച് വീട്ടിൽ ചെല്ലുമ്പം അത് പോയിട്ട് തിരിച്ച് ചെല്ലുമ്പം ചൈനക്കാരനെയും കാണത്തില്ല, വാച്ചുകളെയും കാണത്തില്ല. അല്ലെങ്കിൽ അത് ഗ്യാരൻറ്റീഡ് അല്ല. അപ്പം വിവാഹം എന്ന് പറയുന്നത് ദൈവികമായ കാര്യമാണ്. അത് ദൈവത്തിൻ്റെ ഡിസൈനാണ്. ഗാഡ് ഈസ് ദ ഫാമിലി മേക്കർ. ഇഫ് ഗാഡ് ഈസ് ദ ഫാമിലി മേക്കർ, ഗാഡ് ഹാസ് എ റെസ്പോൺസിബിലിറ്റി. അപ്പോൾ അതുകൊണ്ട് വിവാഹം ദൈവികമാണ് എന്ന് തന്നെയല്ല, വിവാഹത്തിൽ എന്തെങ്കിലും പറ്റിയാലും, ഇപ്പം ഞാൻ സാധാരണ പറയാറുണ്ട്, ജീസസ് ഈസ് എ കാർപ്പൻ്റർ. നമുക്കെല്ലാവർക്കും അറിയാം. എന്താ? യേശു ഒരു തച്ചനാണ്, കാർപ്പൻ്ററാണ്. നമുക്കൊരു മേശ പണിയണമെങ്കിൽ നമ്മൾ തട്ടാൻ്റെ അടുത്തല്ല പോകുന്നത്, നമ്മൾ ആശാരിയുടെ അടുത്താണ് പോകുന്നത്. ആശാരി നമുക്കൊരു മേശ പണിത് തരുന്നു. അത് കൊണ്ടുവന്ന് നമ്മൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ പിടിച്ചപ്പം നമ്മളെ കുറ്റം കൊണ്ടായിക്കോട്ടെ ഇതങ്ങ് ഒടിഞ്ഞു. കാലൊടിഞ്ഞാൽ നമ്മൾ എന്തോ ചെയ്യും? തട്ടാൻ്റെ അടുത്ത് കൊണ്ടുപോകുമോ? ഇല്ല, നമ്മൾ ഇവിടെ തന്നെ കൊണ്ടുപോകും, ആശാരിയുടെ അടുത്ത് തന്നെ കൊണ്ടുപോകും. ഇതുപോലെ യേശു ആകുന്ന തച്ചനാണ് നമ്മളുടെ കുടുംബം പണിയുന്നതെങ്കിൽ അതിനെന്തെങ്കിലും പാളിച്ച ഉണ്ടെങ്കിലും നമുക്ക് എങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റും? യേശുവിൻ്റെ അടുത്ത് കൊണ്ടുപോകാൻ പറ്റും. ഞാനിവിടെ കുറേ ശാസ്ത്രീയമായ കാര്യങ്ങൾ മാത്രം പറഞ്ഞിട്ട് പോകാൻ ഉദ്ദേശിക്കുകയല്ല. എനിക്കറിയാം, പണ്ടത്തെ പോലല്ല. ഓരോ വർഷങ്ങൾ കഴിയും തോറും കുടുംബ പ്രശ്നങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. കുടുംബ പ്രശ്നങ്ങൾ അങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നതായ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്കൊരു ആശ്വാസം, അല്ലെങ്കിൽ നിങ്ങളോട് എനിക്ക് പറയാനുള്ള ആശ്വാസവചനം, നിങ്ങളുടെ പ്രതിസന്ധികളുമായിട്ട് യേശുവിൻ്റെ അടുത്ത് ചെല്ലാനാണ് പറയുന്നത്. അങ്ങനെ ചെയ്താൽ പ്രതിസന്ധി ഉണ്ടാകും, അങ്ങനെ ചെയ്താൽ ഇതുണ്ടാകും എന്നൊക്കെ പറഞ്ഞിരുന്നിട്ട് മാത്രം കാര്യമില്ലല്ലോ, ആണോ? നമുക്കൊരു പ്രതിസന്ധിയിൽ ഒരു പ്രകാശം, we need to see that our problems are solved. അതിനൊരു മാർഗമുണ്ട്. ഗോ ബാക്ക് ടു ദാറ്റ് കാർപ്പൻ്റർ ജീസസ്. യേശുവിൻ്റെ അടുത്തോട്ട് ചെല്ലുക. യേശു നിങ്ങളുടെ കാലൊടിഞ്ഞ മേശ ശരിയാക്കി തരുന്നത് പോലെ, ഒരു ആശാരി ശരിയാക്കി തരുന്നത് പോലെ നിങ്ങളുടെ ജീവിതത്തിൽ പ്രതിസന്ധി ഉണ്ടെങ്കിലും യേശുവിന് അത് നിർവഹിക്കാൻ കഴിയും. അത് പറയാനാണ് ഞാനിവിടെ വരുന്നത്. ഇന്നത്തെ ക്ലാസ്സിൻ്റെ ഉദ്ദേശം അതാണ്. ഏതെങ്കിലും തരത്തിൽ കുടുംബത്തിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ, കുടുംബ പ്രശ്നത്തിനെല്ലാം കൂടെ വെറുതെ വഴക്ക് പറഞ്ഞിട്ടൊക്കെ പോകും, നിൻ്റെ കുടുംബം നീ അങ്ങനെ പറ്റും, അത് മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. ഇഫ് സംതിങ് ഹാപ്പൻഡ്, അതാണ് യേശുവിൻ്റെ ഒരു പ്രത്യേകത. യേശുവിൻ്റെ പ്രത്യേകത എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പെർഫെക്റ്റ് ലിവിങ്ങിനെ കുറിച്ചുള്ള ഒരു ക്ലാസ് എടുക്കുക മാത്രമല്ല, ഏതെങ്കിലും കാരണവശാൽ അതിനൊരു പാളിച്ച പറ്റിയാൽ അതിനെ നന്നാക്കിയെടുക്കാനും കൂടെ യേശു തയ്യാറാണ്. അതാണ് ആദ്യം തന്നെ ഞാൻ പറയുന്ന ഒരു കാര്യമാണ്. സോ ഗോഡ് ഈസ് ദ ഫാമിലി മേക്കർ. ഞാനിത് പറയുമ്പോഴും
ചിലപ്പോൾ ആളുകൾ പറയാറുണ്ട്, ഇപ്പോൾ ഞാൻ പാരൻറ്റിങ്ങിനെ കുറിച്ച് ക്ലാസ് എടുക്കുമ്പോൾ ഇവിടെയും മറ്റ് പല രാജ്യങ്ങളിലും, അമേരിക്കയിലും യൂറോപ്പിലും ഒക്കെ ഞാൻ ഇതിനെക്കുറിച്ച്, ഓസ്ട്രേലിയയിലൊക്കെ ഞാൻ ഫാമിലിയെക്കുറിച്ച് ക്ലാസ് എടുത്തിട്ടുണ്ട്. എല്ലാ കോണ്ടിനെൻറ്റ്സിലും ഞാൻ ഫാമിലിയെക്കുറിച്ച് ക്ലാസ് എടുത്തിട്ടുണ്ട്. അപ്പോഴൊക്കെ ആളുകൾ പറയാറുള്ളൊരു കാര്യമുണ്ട്, പ്രത്യേകിച്ച് പാരൻറ്റിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ, എൻ്റെ പൊന്നു ബ്രദറെ, ഒരു 15 കൊല്ലം മുമ്പ് ഇത് വന്ന് പറഞ്ഞായിരുന്നെങ്കിൽ ഞങ്ങൾ രക്ഷപ്പെട്ടേനെ വന്നു. ചിലപ്പം 15 വർഷത്തിന് മുമ്പ് പറയാൻ പറ്റിയില്ല. നിങ്ങൾക്കൊരു മിനിഞ്ഞാന്ന് ഞാൻ കുടുംബത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, നമ്മുടെ ജീവിതത്തിൽ അത് പറ്റിയില്ലെങ്കിൽ, 15 കൊല്ലത്തിന് മുമ്പ് പറഞ്ഞാൽ ചിലപ്പോൾ നമുക്കിത് ഒന്നുകൂടെ ശരിയാക്കാൻ പറ്റിയില്ലെന്തോ ചെയ്യാനാ? പേടിക്കണ്ട. നിങ്ങൾക്ക് പറ്റാഞ്ഞതിനെ പണിതെടുക്കുവാൻ കഴിവുള്ളവനായി കർത്താവ് ഇന്നും ജീവിക്കുന്നുണ്ട്. അതുകൊണ്ട് നിരാശപ്പെട്ട ആരും ഇവിടുന്ന് മടങ്ങിപ്പോകരുത്. ഓ, എൻ്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയി എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോകരുത്. നിങ്ങളുടെ ജീവിതം എങ്ങനെ ആയിപ്പോയാലും ആ ജീവിതത്തെ പണിയാൻ യേശു കർത്താവ് തയ്യാറാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. ഇനി കുടുംബത്തെക്കുറിച്ചുള്ള ചില കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ നേരത്തെ അത് പറയാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇല്ലെങ്കിലുള്ളൊരു പ്രശ്നം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഈ ഐഡിയൽ ഫാമിലി ലിവിങ്ങിനെ കുറിച്ച് ആദ്യം ക്ലാസ് എടുക്കുന്നത്. വേദപുസ്തക പ്രകാരം ഒരു കുടുംബജീവിതം എങ്ങനെ ആയിരിക്കണം എന്നതിനെക്കുറിച്ച് ക്ലാസ് എടുക്കുമ്പോൾ ചിലപ്പോൾ നമ്മുടെ മനസ്സിലൊക്കെ, എൻ്റെ ദൈവമേ, ഞാൻ അങ്ങനെ അല്ലല്ലോ എന്നൊരു നിരാശ ഉണ്ടാകരുത്. അത് ജീവിതത്തിൽ ഒരു വലിയൊരു പ്രോബ്ലമാണ്. നമ്മൾ മനസ്സിലാക്കണം, പിശാചിൻ്റെ ഒരു വലിയ തന്ത്രമുണ്ട്. നമ്മൾ ചിലപ്പോൾ പറയുമല്ലോ, ഈ നമുക്ക് അത്യാവശ്യമുള്ളൊരു കാര്യമാണ് പാപബോധം എന്ന് പറയുന്നത്, ഇല്ലേ? നമ്മളൊരു പാപം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എന്തുണ്ടാകണം? പാപബോധം ഉണ്ടാകണം. ആ പാപബോധം തരുന്നത് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവ് നമ്മളെ ബോധ്യപ്പെടുത്തുന്നു, നീ ചെയ്ത കാര്യം ശരിയല്ല, അത് തെറ്റാണ്. പരിശുദ്ധാത്മാവ് പാപബോധം തരുമ്പോൾ എന്തായിരിക്കണം നമുക്ക് അതിനോടുള്ള പ്രതികരണം? ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ, വേദപുസ്തകത്തിൽ വി ഗെറ്റ് ദ റെവലേഷൻ ഓഫ് ഗാഡ് ആൻഡ് ഓൾസോ we need to see what should be the response towards the revelation. ദൈവം തന്നെ വെളിപ്പെടുത്തുന്നു, ദൈവം ചില കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നു. അത് വെളിപ്പെടുത്തുമ്പോൾ ദൈവത്തിൻ്റെ വെളിപ്പാട്, ദൈവം എങ്ങനെയുള്ളവനാണെന്ന് നമ്മൾ മനസ്സിലാകുന്നു. പക്ഷേ അതോടൊപ്പം അതിനോടുള്ള നമ്മുടെ പ്രതികരണം എങ്ങനെയായിരിക്കണമെന്ന് നമ്മൾ അറിയണം. ഞാനിത് പറയാൻ കാര്യം, പാപബോധം പരിശുദ്ധാത്മാവ് തരുന്നതാണ്. അതിനോടുള്ള പ്രതികരണം എന്താണ്? നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നിങ്ങളുടെ പാപങ്ങളെ ക്ഷമിച്ച് നിങ്ങളുടെ പാപങ്ങളെ പോക്കി നിങ്ങളെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനാണ്. അതാണ് 1 യോഹന്നാൻ 1:8 നമ്മൾ കാണുന്നത്. അപ്പോൾ പാപബോധം കർത്താവ് തന്നാൽ നമ്മൾ പാപങ്ങളെ ഏറ്റുപറയണം. അതാണ് റെസ്പോൺസ്. എന്നാൽ ഇതിനൊരു മറുപുറമുണ്ട്. ചിലപ്പോൾ പാപബോധമല്ല നമുക്കുണ്ടാകുന്നത്, കുറ്റബോധമാണ്. അപ്പോൾ നമ്മൾ പറയും, ഞാൻ പാപിയാ, ഞാൻ തെറ്റ് ചെയ്തു, എനിക്കിനി രക്ഷയില്ല. എനിക്കിനി രക്ഷയില്ല എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയല്ല, അത് പിശാചിൻ്റെ പ്രവൃത്തിയാണ്. ഇതിന് കൃത്യമായ 2 ഉദാഹരണങ്ങൾ യേശുവിൻ്റെ ശിഷ്യന്മാരിലുണ്ട്. പത്രോസ് പാപം ചെയ്തു. കൊച്ചു പാപമൊന്നുമല്ല ചെയ്തത്. 3.5 വർഷം കൂടെ നടന്ന ഗുരുവിനെ അവൻ എന്ത് ചെയ്തു? തള്ളിപ്പറഞ്ഞു. ഞാനവനെ അറിയുന്നില്ല എന്ന് പറഞ്ഞു. നിങ്ങൾ പറയുന്നത് എനിക്ക് തിരിയുന്നില്ല എന്ന് പറഞ്ഞു. എന്തൊരു വലിയ പാതകമാവൻ ചെയ്തത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവന് പാപബോധം നൽകിയപ്പോൾ അവൻ പൊട്ടിക്കരഞ്ഞു ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് മടങ്ങി വന്നു. ഇനി അടുത്ത ശിഷ്യൻ യൂദായും തെറ്റ് ചെയ്തു. ചെറിയ തെറ്റൊന്നുമല്ല, എന്നാലും പത്രോസ് ചെയ്തതുപോലെയൊക്കെ ഒരു തെറ്റേ ഉള്ളൂ. എന്താണ്? അവൻ ഒറ്റിക്കൊടുത്തു. ചില പൈസാമോഹി ആയതുകൊണ്ട് ഒറ്റിക്കൊടുത്തു. ചിലപ്പോൾ അവൻ ചിന്തിച്ച് കാണും, ഓ, ഇങ്ങനെ രക്ഷപ്പെട്ടോളുമെന്ന്. അങ്ങനെ വേദോസ്തത്തിൽ എഴുതിയിട്ടില്ല, എങ്കിലും ഞാൻ പറയുക, അവന് കുറ്റബോധം ഉണ്ടായി കഴിഞ്ഞപ്പോൾ ദൈവം അവനിൽ നിന്ന് പ്രതീക്ഷിച്ചത് അവൻ മടങ്ങി വരണമെന്നാണ്. അങ്ങനെ മടങ്ങി വന്നാൽ ദൈവം അവനെ സ്വീകരിക്കും. പക്ഷേ അവൻ പറയുന്നത്, ഞാൻ കുറ്റമില്ലാത്ത രക്തത്തെ ഒറ്റിക്കൊടുത്തു, ഇനി എനിക്ക് രക്ഷയില്ല. അത് പറയുന്നത് പരിശുദ്ധാത്മാവല്ല, അത് പറയുന്നത് പിശാചാണ്. അപ്പോൾ ബേസിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ പാപബോധം പരിശുദ്ധാത്മാവ് നൽകുന്നു, കുറ്റബോധം പിശാച് നൽകുന്നു. പിശാച് പറയുന്നത് ഇനി നിനക്ക് രക്ഷയില്ല എന്നാണ്. അത് ദൈവത്തിൽ നിന്നല്ല, അത് പിശാചിൽ നിന്നാണ്. ഇന്നും പിശാച് പലപ്പോഴും പറയുന്ന കാര്യം ഇതാണ്, നീ പാപിയാ, നീ നരകത്തിലേ പോകത്തുള്ളൂ, ഇനി നിനക്ക് രക്ഷയില്ല. പ്രിയമുള്ളവരെ, പാപം ചെയ്തെങ്കിൽ എന്തു വേണം? ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കണം. തൻ്റെ ലംഘനങ്ങളെ മറയ്ക്കുന്നവന്
ശുഭം വരികയില്ല. അവയെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവന് കരുണ ലഭിക്കും. ഏറ്റുപറയുന്നവന് മാത്രമല്ല, ഉപേക്ഷിക്കുന്നവന്. എന്നും വൈകുന്നേരം ഏറ്റു പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമൊന്നുമില്ല. എന്നും പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ ഏറ്റു പറയണം, വേണ്ടെന്നുള്ളതല്ല. പക്ഷേ പിറ്റേ ദിവസം പിന്നെയും അത് ചെയ്യാൻ വേണ്ടി വന്ന് ഏറ്റു പറയരുത്. പണ്ടൊരു വല്യമ്മച്ചി ഉണ്ടായിരുന്നു. പള്ളി വന്നു കഴിഞ്ഞാൽ എപ്പോഴും മുന്നേ ഇരുന്ന് പ്രാർത്ഥിക്കും, കർത്താവേ എൻ്റെ ജീവിതത്തിൽ ഒത്തിരി മാറാലയുണ്ട്, ഈ ചെലന്തി വല, നീ നിൻ്റെ ചൂലുമായി വന്ന് ഇന്ന് അതിനെ തൂത്ത് കളയണമേ കർത്താവ്. എന്നും പ്രാർത്ഥിക്കും. പള്ളി വന്ന് മുന്നേ വന്നിരുന്ന് പ്രാർത്ഥിക്കുന്നത്, കർത്താവേ എൻ്റെ ജീവിതത്തിൽ ഒത്തിരി മാറാലയുണ്ട്, നീ നിൻ്റെ ചൂലുമായി വന്ന് അത് തൂത്ത് കളയണേ കർത്താവേ. ഒരു ദിവസം ശുശ്രൂഷകൻ ഇത് കേട്ടോണ്ടിരുന്നപ്പോൾ പറഞ്ഞു, അതേ കർത്താവേ, നീ നിന്റെ ചൂലുമായി ഇന്ന് വരണമേ. എന്നാൽ ഇന്ന് കർത്താവേ, നീ ആ മാറാല തൂക്കുന്ന കൂട്ടത്തിൽ ചെലന്തിയെ കൂടെ അങ്ങ് തല്ലിക്കൊല്ലണേ. നമ്മുടെ പ്രശ്നം എന്നും മാറാല തൂക്കാൻ യേശുവിനെ വിളിക്കുക. കർത്താവേ, ഇന്ന് ഏതാണ്ടൊക്കെ ചെയ്ത് എന്താന്ന് ഓർക്കുന്നില്ല, ഒത്തിരി പാപമൊക്കെ ചെയ്തെന്നാ തോന്നുന്നത്, നീ അങ്ങ് ക്ഷമിച്ചേര്. അതല്ല, ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കണം. നമ്മുടെ കുടുംബജീവിതത്തിൽ ഒരു പ്രതിസന്ധി ഉണ്ടെങ്കിൽ, അത് നമ്മുടെ കുറവാണെങ്കിൽ, മിക്കപ്പോഴും നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളുടെയൊക്കെ കുറവ് നമ്മൾ തന്നെയാണ്. കുറ്റം പറയരുത്, അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയരുത്, ഞാൻ ഇതിനെക്കുറിച്ച് പറയാം. പക്ഷേ എന്താ ആവശ്യമായിരിക്കുന്നത്? ആ കുറവ് ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കണം. കുടുംബം പണിയാൻ കർത്താവിനെ അനുവദിക്കണം. കാര്യം കുടുംബത്തെ നിർമ്മിച്ചത് കർത്താവാണ്. മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന് യഹോവ കണ്ടു, ഇല്ലേ? ആദ്യമായിട്ടാണ് ദൈവത്തിൻ്റെ വായിൽ നിന്ന് നന്നല്ല എന്നൊരു വാക്ക് വരുന്നത്. ബാക്കിയുള്ള സൃഷ്ടിയെല്ലാം നടത്തിയപ്പോൾ കർത്താവ് പറഞ്ഞെന്താ? നല്ലത്, നല്ലത്, നല്ലത്. എല്ലാ സൃഷ്ടിയുടെയും ഒടുക്കം കർത്താവ് പറഞ്ഞത് നല്ലതെന്ന്. എന്നാൽ മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന് കണ്ടു. അപ്പോൾ കർത്താവ് എന്ത് ചെയ്തു? ആദാമേ, നീ ഇങ്ങനെ ഒറ്റയ്ക്കിരിക്കുന്നതുകൊണ്ട് എനിക്ക് ഭയങ്കര സങ്കടം വരുന്നതാ, പോയി എവിടുന്നെങ്കിലും ഒരു പെണ്ണിനെ കണ്ടുപിടിക്കടാ എന്ന് പറഞ്ഞോ? ഇല്ല. കർത്താവ് പറഞ്ഞു, ഞാൻ അവന് ഒരു തക്ക തുണയെ ഉണ്ടാക്കി കൊടുക്കും. അപ്പോൾ ആരുടെ ജോലിയായത്? ദൈവത്തിൻ്റെ ജോലിയാണ്. പ്രിയമുള്ളവരെ, ഒരു പുരുഷനെയും ഒരു സ്ത്രീയെയും യോജിപ്പിക്കുന്നത് ദൈവമാണ്. നമ്മൾ ചിലപ്പം കണ്ടെന്നിരിക്കും, അട്രാക്ഷൻ ഉണ്ടായിരുന്നിരിക്കും. അത് ഇപ്പം ഈ കാര്യമൊക്കെ ഇപ്പോഴത്തെ പിള്ളേരോട് പറഞ്ഞാൽ അവർക്ക് അംഗീകരിക്കാൻ തയ്യാറല്ലായിരിക്കും അവർ. പക്ഷേ കാലം മാറിയതുകൊണ്ടും സംസ്കാരം മാറിയതുകൊണ്ടും ഇപ്പം ഞാനിപ്പോൾ അമേരിക്കയിലോ ആഫ്രിക്കയിലോ ചെന്ന് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. ഞങ്ങളൊരു മിഷണറി, ഒരു പെങ്കൊച്ചുണ്ട്, അവൾ ലണ്ടനിൽ പഠിച്ചതാണ്, അവിടുത്തെ കാര്യമാണ്, ലോക്കലാണ്. അവളുടെ അപ്പനൊരു ക്യാപ്റ്റനാണ്, റിട്ടയർഡ് ക്യാപ്റ്റനാണ്. അയാളും നമ്മളെ മിഷണറിയാണ്. മോള് ലണ്ടനിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ ഇവർക്ക് ഭയങ്കര മാനസാന്തരം വന്നിട്ട് ഇവൾ ലിപ്സ്റ്റിക്ക് ഇത് പുരട്ടുന്നതും മറ്റേ മുഖത്ത് ഇത് പുരട്ടുന്നതും പെയിൻ്റ് അടിക്കുന്നതും വിഗ് വെക്കുന്നതും എല്ലാം അങ്ങ് നിർത്തി സിമ്പിളായിട്ട് ഡ്രസ്സ് ചെയ്യാൻ തുടങ്ങി. ഷീ കെയിം ബാക്ക് ആൻഡ് ഷീ ബിക്കെയിം എ മിഷണറി. എൻ്റെ ഇപ്പം മിഷണറി ആയിട്ട് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. എൻ്റെ ഭാര്യയ്ക്കാണ് ഇവളെ ഓർത്ത് ഭയങ്കര സങ്കടമാണ്. കാര്യം കല്യാണം നടക്കുന്നില്ല. കാര്യം എല്ലാ കാര്യങ്ങളെല്ലാം ഉണ്ട്. ലണ്ടനിലായിരുന്നെങ്കിൽ ചിലപ്പോൾ കല്യാണം നടന്നെന്നിരിക്കും. ഇവളത് കളഞ്ഞിട്ട് സുവിശേഷ വേലയാണെന്ന് പറഞ്ഞാൽ ആഫ്രിക്ക വന്നിരിക്കുക, ടാൻസാനിയയിൽ. ഓക്കെ, എന്ന് തന്നെയല്ല, ഇവളെ സംബന്ധിച്ചിടത്തോളം ഇവളുടെ സിമ്പിൾ, ഷീ ലിവ് സോ സിമ്പിൾ. അവളെ കർത്താവ് തൊട്ടപ്പോൾ ഒത്തിരി അങ്ങ് തൊട്ടു എന്ന് നമ്മളെ ഭാഷ പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി അങ്ങ് തൊട്ടു. അവളെല്ലാം ഉപേക്ഷിച്ചു. അപ്പം ജെസ്സി എപ്പോഴും അവളുടെ അമ്മയോട് പറയും, മാമയോട് പറയും, നമുക്കൊക്കെ ഒരു കല്യാണം ആലോചിക്കണ്ടേ, എവിടുന്നെങ്കിലും ഒരു ചെറുക്കനെ കണ്ടുപിടിക്കണ്ടേ. അവിടെ അവർ ചോദിക്കുന്ന ചോദ്യം, അതിപ്പോൾ നമ്മളാണോ നോക്കേണ്ടത്, അവളല്ലേ നോക്കേണ്ടത്? കാര്യം ആ അമ്മയ്ക്ക് ഒരിക്കലും, അതായത് അവരുടെ സംസ്കാരം അതാണ്. അവർ ചോദിക്കുന്നത് ഞങ്ങളെങ്ങനെ ഒരാളെ കണ്ടുപിടിക്കുന്നത്, അവൾ കണ്ടുപിടിക്കണ്ടേ. കാര്യം അപ്പനും അമ്മയും ചെറുക്കനെ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് ആഫ്രിക്കയിലെ ആ സമൂഹത്തിന് ആലോചിക്കാൻ പോലും കഴിയുന്നില്ല. അപ്പോൾ സംസ്കാരം മാറി, കാലം മാറി, പക്ഷെ ദൈവത്തിൻ്റെ വചനം മാറിയിട്ടില്ല. സംസ്കാരവും കാലവും മാറിയതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം മാറുന്നില്ല. അവൾ പറഞ്ഞു, God will give me a husband. If God doesn't give me, I'm okay. I will live single. I want to please my God. ഇതാണ് അവളുടെ സ്റ്റാൻഡ്. ഞാൻ പറഞ്ഞതിൻ്റെ വ്യത്യാസം മനസ്സിലാകുന്നുള്ളൂ. വിദ്യാഭ്യാസമുള്ള കൊച്ച, ലണ്ടൻ സ്കൂൾ ഓഫ് കൊമേഴ്സിൽ നിന്ന് പഠിച്ച കൊച്ച, പക്ഷേ അവളുടെ കമ്മിറ്റ്മെൻറ്റ് ഭയങ്കര കമ്മിറ്റ്മെൻറ്റാണ്. അവൾ പറയുന്നത്, എവറിഥിങ് ദാറ്റ് ഹാപ്പൻസ് ഇൻ മൈ ലൈഫ്,
ഇറ്റ് ഷുഡ് ബി ബൈ ഗാഡ്. അത് ദൈവത്തിൽ നിന്നായിരിക്കണം. എനിക്കൊരു ഭർത്താവിനെ വേണം എങ്കിൽ അത് കർത്താവ് വേണം തരാൻ എന്നവൾ പറയുന്നു. ആദമിനോട് ആദം ഒറ്റയ്ക്കിരിക്കുന്ന കണ്ടപ്പോൾ കർത്താവ് പറയാണ്, ഇറ്റ് ഈസ് നോട്ട് ഗുഡ് ഫോർ മാൻ ടു ബി അലോൺ, ഐ വിൽ മേക്ക് ഹിം എ സ്യൂട്ടബിൾ കമ്പാനിയൻ. സ്യൂട്ടബിൾ കമ്പാനിയൻ. ഓ, എന്തൊരു വാക്കാണെന്നറിയാമോ? കമ്പാനിയനാണ്, അടിമയല്ല. കമ്പാനിയൻ, തക്ക തുണയായിരിക്കണം. നമ്മൾ നോക്കിയാൽ ഇണയാകത്തുള്ളൂ. അപ്പം എൻ്റെ ഒരു കൂട്ടുകാരൻ പണ്ട് അവൻ കല്യാണം കഴിക്കാൻ ഇച്ചിരി താമസിച്ചപ്പോൾ അവൻ്റെ അനിയൻ പറഞ്ഞു, ചേട്ടനോട് പറഞ്ഞു, എടാ നീ പെട്ടെന്ന് കെട്ടണം, അല്ലേ പിന്നെ എനിക്ക് കെട്ടാൻ പറ്റത്തില്ല. ഉടനെ അവൻ പറഞ്ഞു, നീ കെട്ടിക്കോ. നടന്ന സംഭവമാണ്. അപ്പോൾ ഇവനൊരു പെണ്ണുമായിട്ട് കമ്പനി അടിച്ച് ഒടുവിൽ പിന്നെ അവളെ കെട്ടണം. എന്നാൽ പിന്നെ ഞാൻ അവളെ കെട്ടാൻ പോകാമെന്ന് പറഞ്ഞു. ശരി, നീ കെട്ടിക്കോ. കുറച്ച് കഴിഞ്ഞപ്പോൾ അവളങ്ങ് ഉപേക്ഷിച്ചു. അല്ല, കുറച്ച് കഴിഞ്ഞപ്പം അവൾ ഉപേക്ഷിച്ചില്ല. ഈ പെണ്ണിനെ കെട്ടാനായിട്ട് തീരുമാനിച്ചപ്പം വേറൊരു പെണ്ണ് ഈ ചേട്ടനെ വിളിച്ചിട്ട് പറഞ്ഞു, അവൻ എന്നോട് കെട്ടാമെന്ന് പറഞ്ഞാണല്ലോ, ഇപ്പോൾ എന്നെ ആ പെണ്ണിൻ്റെ പുറകെ പോകുന്നതെന്ന്. ഉടനെ ഇവനെ കാണാനൊരു പെണ്ണിൻ്റെ വീട്ടുകാർ വേറെ വന്നു. അത് തിരുവനന്തപുരത്ത് വന്നു. ഒന്ന് ഓതറ, ഒന്ന് തിരുവല്ലയിൽ, ഒന്ന് തിരുവനന്തപുരത്ത്. അപ്പോൾ തിരുവനന്തപുരത്തെ വന്നപ്പോൾ എന്നാ പറഞ്ഞു, എന്നാൽ പിന്നെ അവളെ കെട്ടിയേക്കാം. അപ്പോൾ എന്നോടിത് പറഞ്ഞു, അതായത് ഒരു പെണ്ണിനോട് കെട്ടാമെന്ന് പറഞ്ഞു, രണ്ടാമതൊരു പെണ്ണിൻ്റെ പുറകെ പോയി, മൂന്നാമതൊരു പെണ്ണ് കാണാൻ വന്നു. ഇവൻ ഏതിനെയും കെട്ടാൻ തയ്യാറാണ്. അപ്പം ഞാൻ ഈ ചേട്ടനോട് പറഞ്ഞു, എടാ അവനെ സംബന്ധിച്ചിടത്തോളം അവനൊരു പെണ്ണ് മതി, അല്ലാതെ അവന് ഭാര്യയൊന്നും അല്ല വിഷയം. അവനൊരു ഇണ മതി, തുണയല്ല വേണ്ടത്. ഞാൻ പറഞ്ഞ മനസ്സിലാക്കണം. പക്ഷെ നമുക്കുള്ളത് ഇണയല്ല, തുണയാണ്. കർത്താവ് തരുമ്പോൾ അത് തുണയാണ്. നമ്മളതും ഇതുമെല്ലാം നോക്കി കണ്ടുപിടിച്ചൊക്കെ വന്നു കഴിഞ്ഞാലും മിക്കപ്പോഴും ഇണയായി പോകും. ദൈവത്തെ ഏൽപ്പിക്ക്, നമുക്ക് നല്ലൊരു തുണയെ തരും. അല്ലെങ്കിൽ നമ്മൾ നോക്കി കണ്ടുപിടിച്ചാലും ഒരു ഫസ്റ്റ് നൈറ്റിൽ ഒരു പെണ്ണും ചെറുക്കനും കല്യാണമൊക്കെ കഴിഞ്ഞ് വന്ന ദിവസം ഭർത്താവ് ഭാര്യയോട് ചോദിച്ചു, എടി ഞാൻ നിന്നെ കാണാൻ വന്നപ്പോൾ എന്നിൽ ഏറ്റവും അട്രാക്റ്റീവായിട്ട് നിനക്ക് തോന്നിയത് എന്താ? കാരണം ഇവൾ പറഞ്ഞു, നിങ്ങൾ എന്നെ നോക്കി പുഞ്ചിരിച്ചപ്പോൾ ആ പല്ല് കണ്ടപ്പോൾ ഞാൻ ചിന്തിച്ച് കെട്ടുകയാണെങ്കിൽ ഈ മനുഷ്യനെ കിടണം. അപ്പോൾ ഇയാളെ മുഖമൊന്നും മങ്ങി, എന്തും ഒന്നും മിണ്ടിയില്ല. കുറച്ച് കഴിഞ്ഞപ്പം ഇവൾ ചോദിച്ചു, എന്നെ കണ്ടപ്പം നിങ്ങൾക്കെന്താ ഇത്ര അട്രാക്റ്റീവായിട്ട് തോന്നി? ഓ, നിൻ്റെ ആ മുട്ടറ്റം നീളത്തിൽ കിടക്കുന്ന കാർക്കൂന്തൽ കണ്ടപ്പോൾ ഞാൻ ചിന്തിച്ച് കെട്ടുകയാണെങ്കിൽ പെണ്ണിനെ കെട്ടണം. കുറച്ച് കഴിഞ്ഞപ്പോൾ ഭർത്താവ് പറഞ്ഞു, എടി എൻ്റെ പുഞ്ചിരി മനോഹരമാണെങ്കിലും പല്ല് വെപ്പുമല്ല, ഞാനിതങ്ങ് മാറ്റി വെക്കട്ടെ. ഉടനെ പെണ്ണ് പറയാ, എന്നാൽ പിന്നെ എൻ്റെ മുടിയൂടെ ഞാനങ്ങ് മാറ്റി വെച്ചേക്കാവുന്നു. അങ്ങനെ ആ ഇണയെ കണ്ടുപിടിച്ചാലുണ്ടാകുന്ന പ്രത്യേകത. ഇതൊന്നും വെച്ചല്ല നമ്മൾ വിവാഹം കഴിക്കേണ്ടത്. പുറമേയുള്ള കാര്യങ്ങൾ നോക്കിയല്ല വിവാഹം കഴിക്കേണ്ടത്. പുറമേയുള്ള കാര്യങ്ങൾ നോക്കി വിവാഹം കഴിച്ചതാണ് ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. ദൈവത്തിൻ്റെ പുത്രന്മാർ, മനുഷ്യരുടെ പുത്രിമാർ സൗന്ദര്യമുള്ളവരെന്ന് കണ്ട് തങ്ങൾക്ക് ബോധിച്ചവരെ ഭാര്യമാരായി എടുത്തു. തങ്ങൾക്ക് ബോധിച്ചവരെ. അവർ കർത്താവിനോട് ചോദിച്ചില്ല. ദൈവത്തിൻ്റെ പുത്രന്മാരാ. ദൈവത്തിൻ്റെ പുത്രന്മാരെന്ന് പറയുമ്പോഴത്തേക്ക് ദൂതന്മാരെന്നുള്ള അർത്ഥമല്ല അവിടെ ഉള്ളത്. ദൈവികരായി ജീവിക്കുന്ന ശേത്തിൻ്റെ തലമുറയിൽപ്പെട്ടവർ എന്ന അർത്ഥത്തിലാണ്. അവർ ദൈവത്തിൻ്റെ മക്കളാണ്, ദൈവമക്കളാണ്. അവർക്ക് ഭാര്യമാരെ കണ്ടപ്പോൾ, കയ്യിൻ്റെ തലമുറയിൽപ്പെട്ടവരായിരിക്കും മനുഷ്യൻ്റെ പുത്രിമാരെന്ന് ഈ പറയുന്നത്. കയ്യിൻ്റെ തലമുറയിൽപ്പെട്ടവരെ കണ്ടപ്പോൾ സൗന്ദര്യം കൂടുതലുള്ളതായിട്ട് തോന്നി. അത് പലപ്പോഴും അങ്ങനെയാണ്. പുറമേ ഉള്ള സൗന്ദര്യം നോക്കി കിട്ടുന്നത്. ഞാൻ ചിലപ്പോൾ ആലോചിച്ചിട്ടുണ്ട്, ഈ ശലോമോൻ എത്രയോ എണ്ണം ഉണ്ടായിരുന്നു. 700 പത്നിമാരും 300 വെപ്പാട്ടികളും ഒത്തിരി ഉണ്ട്. പക്ഷെ നോക്കിയാൽ നമുക്കറിയാം ഇതൊന്നും യെരുശലേമിലെ പിള്ളേരല്ല. അവൻ കല്യാണം കഴിച്ച ലിസ്റ്റൊക്കെ വായിച്ച് നോക്കിയാൽ നമുക്കറിയാം ഇതെല്ലാം അന്യജാതിക്കാരായ ആളുകളാണ്. എന്താണെന്നറിയാമോ? അത് പെയിൻറ്റും ഒക്കെ അടിച്ച് നടക്കുന്ന കാണുമ്പം സൗന്ദര്യമുള്ളതൊക്കെ തോന്നിപ്പോകും. യെരുശലേമിലെ പിള്ളേർ ചിലപ്പം ആ പെയിൻ്റ് അടിച്ച് നടക്കാത്തത് കൊണ്ട് സൗന്ദര്യം അങ്ങോട്ട് തോന്നുന്നില്ല. സൗന്ദര്യമുള്ളവരെന്ന് കണ്ടു. അതാ ശലോമോൻ്റെ എല്ലാ പതനത്തിൻ്റെയും കാരണം. ഇനി ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിൽ അവർ കർത്താവിനോട് ചോദിക്കുന്നില്ല, കർത്താവെ ഇനി കണ്ടു, സൗന്ദര്യമുള്ളവരെന്ന് കണ്ടു, ബോധിച്ചെന്നൊക്കെ അങ്ങ് വെച്ചു. അപ്പോഴെങ്കിലും യുവമാർക്ക് ചോദിക്കാമായിരുന്നു, കർത്താവെ ആ പെണ്ണിനെ കണ്ടിട്ട് എനിക്ക് നല്ലൊരു അട്രാക്ഷനൊക്കെ ഉണ്ട്, ഇതാണോ എനിക്ക് വെച്ചിരിക്കുന്നത് ഒന്ന് ചോദിക്കാമായിരുന്നല്ലോ യുവമാർക്ക്. ദൈവപുത്രന്മാരല്ലേ? യുവമാർ ചോദിച്ചില്ല.
തങ്ങൾക്ക് ബോധിച്ചവരെ ഭാര്യമാരായി എടുത്തു. അവിടെ താഴെ എഴുതിയിരിക്കുന്നത് ഗാഡ് ഗ്രീവ്ഡ്, യഹോവ അനുതപിച്ചു. താൻ മനുഷ്യനെ സൃഷ്ടിക്കുന്ന നിമിത്തം അവൻ അനുതപിച്ചു. ആദ്യമായിട്ടാണ് ദൈവം ദുഃഖിച്ചു എന്ന് എഴുതിയിരിക്കുന്നത്. ആദം പാപം ചെയ്തപ്പോൾ ദൈവം ദുഃഖിച്ചു. പക്ഷേ വേർഡ് എഴുതിയിരിക്കുന്നത്, ആദ്യമായിട്ട് എഴുതിയിരിക്കുന്നത് ദൈവം ദുഃഖിച്ചു എന്ന് എഴുതിയിരിക്കുന്നത് എപ്പോഴാണ്? മനുഷ്യർ അവരുടെ വിവാഹത്തിൻ്റെ സമയത്ത് ദൈവത്തെ ഇടപെടുത്താതെ സ്വയമായി കണ്ടുപിടിച്ച് വിവാഹം കഴിച്ചപ്പോഴാണ് ദൈവം ദുഃഖിച്ചു എന്നെഴുതിയിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ഏത് കാലഘട്ടമായാലും ഏത് സംസ്കാരമായാലും, നിങ്ങളൊരു ദൈവ പൈതലാണെങ്കിൽ, നിങ്ങളുടെ മക്കളുടെ കാര്യത്തിലാണെങ്കിലും ഞാൻ പറയട്ടെ, ദൈവഹിതം എന്താണെന്നാ നോക്കേണ്ടത്. ദൈവത്തെ കാര്യം ഫലമേൽപ്പിക്കുക. ദൈവം അത് ചെയ്ത് തരും. God will do that. When God gives you a wife, അതിന് മുഖാന്തരം എന്തുമായിക്കോട്ടെ, നിങ്ങൾ M4 മാരിയിലോ എനിക്ക് I don't know, ഇങ്ങനത്തെ എന്തും ആയിക്കോട്ടെ, മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയിക്കോട്ടെ, കാര്യം ഞാൻ അതൊക്കെ ആയിരിക്കും. പക്ഷേ നിങ്ങളുടെ പ്രയോറിറ്റി എന്ന് പറയുന്നത് ദൈവം അനുവദിക്കുന്ന കല്യാണമായിരിക്കണം. നമ്മളൊക്കെ കല്യാണക്കൂടിയിലൊരു കാര്യം എഴുതി വെക്കും, വിച്ച് വിൽ DVB സോളംനൈസ്ഡ്. ദൈവേഷ്ടമായാൽ എൻ്റെ മകൻ്റെ വിവാഹം. ദൈവേഷ്ടം കല്യാണക്കൂടിയിലേ ഉള്ളൂ. അതിനു മുമ്പ് ഇതൊന്നും ആലോചിക്കുന്നില്ല. അതിനു മുമ്പ് സൗന്ദര്യം, വിദ്യാഭ്യാസം, മറ്റ് 100 കൂട്ടം കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് ഒടുവിൽ കല്യാണക്കുള്ളിൽ എഴുതി വെക്കും ദൈവേഷ്ടമായാലാണ്. നോ, വി നീഡ് ടു ആസ്ക് ഗോഡ്. ദൈവവുമായിട്ടുള്ള ആ ദൈവം പറഞ്ഞു, ഐ വിൽ മേക്ക് ഹിം എ സ്യൂട്ടബിൾ കമ്പാനിയൻ. എന്നിട്ട് ആദാമിനൊരു നിദ്ര കൊടുത്തു. അപ്പോൾ ഞാൻ ചില ആളുകളിലേക്ക് ചോദിക്കുന്നുണ്ട്, ആദമിന് ദൈവം ഹവ്വായെ കൊടുത്തപ്പോൾ ആദാം എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു? പറ. ഉറങ്ങുകയായിരുന്നു. അതാ ഏറ്റവും നല്ലത്. അപ്പം ഈ പണിയിൽ ഇവൻ കയറി ഇടപെട്ടില്ല. ഏതാ ഹവ്വായ ഉണ്ടാക്കിയപ്പോൾ അവൻ സജഷൻസ് ഒന്നും പറഞ്ഞില്ലല്ലോ. കർത്താവേ, എനിക്ക് ചുരുണ്ട മുടിയുള്ളതിനെയാണ് വേണ്ടത്, കർത്താവേ എനിക്ക് നീണ്ട നഖമുള്ളതിനെ വേണ്ടത്, ഒന്നും പറഞ്ഞില്ലല്ലോ. പറഞ്ഞില്ല. കാര്യം നിനക്ക് വേണ്ടത് എന്താണെന്നുള്ളത് ആർക്കറിയാം? ദൈവത്തിനറിയാം. ഇപ്പോൾ കുറച്ചെണ്ണം ഇറങ്ങിയിട്ടുണ്ട്, നീ സ്വപ്നം കാണണം, എങ്ങനെയുള്ള പെണ്ണിനെയാണ് വേണ്ടതെന്നുള്ളത് നീ സ്വപ്നം കണ്ട് പ്രാർത്ഥിക്കണം, അത് 3-ാം തല തേർഡ് ഡയമെൻഷനിലേക്ക് കയറിപ്പോണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. പ്ലീസ്, ദൈവവചനത്തെ കോട്ടിമാട്ടരുതേ. വാട്ട് ഈസ് ദ ബെസ്റ്റ് വേ? ആസ്ക് ഗാഡ് ആൻഡ് ഗാഡ് വിൽ ഗിവ് യു ദ ബെസ്റ്റ്. ഒരു സംശയമില്ല. യു ഗെറ്റ് മീ? ദൈവം വാരിയലിൽ നിന്ന് സ്ത്രീയെ എടുത്തു. വാരിയലിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്നറിയാമോ? ചിലപ്പം മാത്യു ഹെൻറി പറഞ്ഞൊരു കാര്യമുണ്ട്, ദൈവം കാലിൻ്റെ എല്ലാം നല്ലായിരുന്നു ഹവ്വായി എടുത്തായിരുന്നെങ്കിൽ അവളെ ചവിട്ടി താഴ്ത്തായിരുന്നു. തലയോട്ടിയും നല്ല എടുത്തതാണെങ്കിൽ തലയെ കയറ്റി വെക്കായിരുന്നു. എവിടുന്നാണ് എടുത്തത്? വാരിയല്. വാരിയലിൻ്റെ പ്രത്യേകത എന്താ? ദാറ്റ് ഈസ് ദ ക്ലോസസ്റ്റ് ബോൺ. റിബ് ഈസ് ദി ക്ലോസസ്റ്റ് ബോൺ ടു യുവർ ഹാർട്ട്. നിന്റെ ഹൃദയത്തോട് ഏറ്റവും അടുത്തിരിക്കുന്ന എല്ലാണ് വാരിയല്. അതിൻ്റെ അർത്ഥം എന്നാ? ഭാര്യ നിന്റെ ഹൃദയത്തോട് ഏറ്റവും അടുത്തിരിക്കണം. അതിനേക്കാൾ അടുപ്പത്തിലൊന്നുമില്ല. ഫാമിലി ലൈഫിൽ ഭാര്യയ്ക്ക് അപ്പുറത്ത് യാതൊരു സ്ഥാനവും. ഭാര്യ ഹൃദയത്തോട് ചേർന്നിരിക്കുന്ന അങ്ങനെയുള്ള കുടുംബങ്ങളാണ് വാസ്തവത്തിൽ ദൈവികമായി ജീവിക്കുന്നത്, ദൈവികമായി കാര്യങ്ങൾ നടക്കുന്നത്. യുവർ വൈഫ് ഷുഡ് ബി ദ ക്ലോസസ്റ്റ് പേഴ്സൺ ടു യു. എനിക്ക് ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ടാവും, ഒക്കെ ശരിയാണ്. പക്ഷേ ക്ലോസസ്റ്റ് ആയിട്ടുള്ളത് ആരാണ്? ഇറ്റ് ഈസ് മൈ വൈഫ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. അങ്ങനെ അല്ലാതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ വെച്ച് തന്നെ അത് തീരുമാനമെടുക്കണം. ആൻഡ് ഗോഡ് ഗേവ് ഈവ് ടു ആഡം. വിവാഹം എന്ന് പറയുന്നത് എപ്പോഴും ഒരു പുരുഷനും ഒരു സ്ത്രീയും തമ്മിലാണ്, പുരുഷനും തമ്മിലല്ല. You understand what I say? Usually we used to say, God did not
God gave Eve to Adam, not Steve. Adam and Steve അല്ല, Adam and Eve ആണ്. You get my point? ഇത് ഇന്ന് ഒത്തിരി പ്രോബ്ലംസ് ഉണ്ടാക്കുന്നുണ്ട്, ഒത്തിരി പ്രോബ്ലംസ്. ഇന്ത്യയെക്കുറിച്ചൊക്കെ ഞാൻ അന്ന് ഹാർവസ്റ്റിൽ ആ സമയത്ത് വി ഹാഡ് എ ഡിസ്കഷൻ ഉണ്ടായിരുന്നു ഈ ഹോമോസെക്ഷുവാലിറ്റിയെക്കുറിച്ചും മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ചുമൊക്കെ. യു സീ, ദൈവത്തിൻ്റെ ഡിസൈൻ. അപ്പോൾ അവരെന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, എവരിബഡി ഈസ് അക്സെപ്റ്റിംഗ് ഇറ്റ്. ഐ സെഡ് ഐ ഡോണ്ട് കെയർ. ഈവൻ പീപ്പിൾ ഹു പ്രീച്ച് ദേ അക്സെപ്റ്റ് ഇറ്റ്. ഐ സെഡ് ഐ ഡോണ്ട് കെയർ. ഐ ലുക്ക് ടു ദ ബൈബിൾ. ഗേ മാരേജ് അക്സെപ്റ്റ് ചെയ്യുന്ന ഒത്തിരി പ്രീച്ചേഴ്സുണ്ട് ഇപ്പോൾ. ഈവൻ എന്നെ തകർത്ത് കളഞ്ഞ ഒരു സംഭവമുണ്ട്, ദി മെസ്സേജ് എന്ന് പറയുന്ന ബൈബിൾ. അതായിരുന്നു ഞാൻ ആരെങ്കിലും നോൺ ക്രിസ്ത്യൻസൊക്കെ വിശ്വാസത്തിലേക്ക് വരുമ്പോൾ ആദ്യം കൊടുത്തിരുന്ന ബൈബിൾ, ദ മെസ്സേജ് എന്ന് പറഞ്ഞ്. ലിവിങ് ബൈബിളിനേക്കാൾ കുറേ കൂടെ മീനിങ് ഫുള്ളായിട്ട് അവർ എഴുതിയിരിക്കുന്ന ആ മെസ്സേജ് എന്ന് പറഞ്ഞ ബൈബിൾ എഴുതിയ വ്യക്തി, ഹി ഡൈഡ് റീസെൻ്റ്ലി. ഹി സെഡ് 15 years ബാക്ക് ആരെങ്കിലും എൻ്റെ അടുത്ത് വന്നൊരു ഗേ മാരേജ് നടത്തി കൊടുക്കാൻ പറഞ്ഞാൽ ഞാൻ ചെയ്യത്തില്ലായിരുന്നു. പക്ഷേ now I will do that because I know there are many gay people who are as spiritual as myself. എന്നെപ്പോലെ തന്നെ സ്പിരിച്വലായിട്ടുള്ള ഒത്തിരി പേരെ ഗേ പീപ്പിളിനെ ഞാൻ കണ്ടിട്ടുണ്ട്. ജോയൽ ഓസ്റ്റിൻ, he is accepting. many preachers are accepting. ഞാൻ ഇടയ്ക്ക് പറഞ്ഞ കാൾ ലെൻസ് ഹിൽ സോങ്സിൻ്റെ, he is accepting gay people. പോപ്പുലറായിട്ടുള്ള പല ആളുകളും ഗേ മാരേജ് അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങി. ദാറ്റ് ഇസ് എ ബിഗ് പ്രോബ്ലം. That's a big problem. But Bible doesn't have an idea of a gay marriage. Nothing. എന്നാൽ അതേസമയം ജോൺ മക്കാർദർ ആണെന്ന് തോന്നുന്നു, അദ്ദേഹത്തോട് ആൾ ചോദിച്ചു, if there is a gay marriage, will you go for a gay marriage? He said no. Why? Because I don't consider it as a marriage. ഗേ മാരേജിന് പോകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പോകത്തില്ല. എന്തുകൊണ്ട് പോകത്തില്ല? കാര്യം ഞാനതിനെ മാരേജായിട്ട് കാണുന്നില്ല. ഞാൻ പണ്ട് ഫാമിലി സെമിനാർ നടത്തിയപ്പോൾ ഇതൊന്നും സംസാരിക്കേണ്ട വലിയ അത്യാവശ്യമൊന്നും ഇല്ലായിരുന്നു. കാര്യം നമ്മുടെ ഇടയ്ക്കൊന്നും അത് കോമൺ അല്ലായിരുന്നു, ഇല്ലേ? പണ്ട് ഡിവോഴ്സ് തന്നെ കോമൺ അല്ലായിരുന്നു. പണ്ടൊക്കെ എന്തെങ്കിലും ഒരു ഡിവോഴ്സ് നടന്നെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പറയും, ഓ അതൊക്കെ അങ്ങ് അമേരിക്കയിൽ, ഇവിടൊന്നും ഇല്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു, അല്ല ഇന്ത്യയിലും ഉണ്ട്. അതൊക്കെ ജാതികളുടെ ഇടയിൽ. എന്നാൽ ജാതികളുടെ ഇടയിലല്ല, ക്രിസ്ത്യാനികളുടെ ഇടയ്ക്ക് ഉണ്ടെന്ന് പറഞ്ഞപ്പം അതൊക്കെ ചിലപ്പം സമുദായക്കാരുടെ ഇടയ്ക്കൊക്കെ കാണും. പക്ഷെ ഇന്ന് നമ്മളെന്താ മനസ്സിലാക്കുന്നത്? എവ്രിവെയർ ഡിവോഴ്സ് ഈസ് എ പ്രോബ്ലം, റൈറ്റ്? എവ്രിവെയർ. അങ്ങനെ തകർച്ചയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമായതുകൊണ്ടാണ് ഗേ മാരേജിനെ കുറിച്ച് പണ്ട് സംസാരിക്കേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു. നമ്മുടെ ചെറിയ പ്രായത്തിലൊക്കെ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് പോലുമില്ല. പക്ഷെ ഇപ്പോൾ എന്താ സംഭവിക്കുന്നത്? അമേരിക്കയിലുണ്ടായിരുന്ന ഒരു ഹിന്ദു ഒരു സ്ത്രീ പറഞ്ഞൊരു കാര്യം. എൻ്റെ ഗ്രാൻഡ് ഫാദറാണ് ആദ്യം അമേരിക്കയ്ക്ക് പോകുന്നത്. എൻ്റെ ഗ്രാൻഡ് ഫാദർ, ഞാൻ ഈ കളർ ഇതിനെക്കുറിച്ച് പറയുന്നതെന്ന് ചിന്തിക്കരുത്, അവർ പറഞ്ഞ ഒരു വാചകം അങ്ങ് പറയുന്നതാണ്. എനിക്കതിനോട് അത്ര യോജിപ്പ് അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. എൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ ഒറ്റ പ്രാർത്ഥന ഉണ്ടായിരുന്നുള്ളൂ, ഹിന്ദുവാണ്. എൻ്റെ ദൈവമേ, എൻ്റെ ചെറുക്കൻ ഒരു മദാമയം കെട്ടിക്കൊണ്ട് വരല്ലേ, ഒരു ഇന്ത്യക്കാരിയെ കെട്ടണേ. കാര്യം അവനവിടെ ജനിച്ചു വളർന്നതാണ്. ഏതാണെങ്കിലും എൻ്റെ അച്ഛൻ ഒരു ഇന്ത്യക്കാരിയെ തന്നെ കെട്ടി. ഞാനുണ്ടായപ്പോൾ, ഞാൻ വളർന്നു വന്നപ്പോൾ എൻ്റെ അപ്പൻ്റെ പ്രാർത്ഥന, എൻ്റെ ദൈവമേ, എൻ്റെ കൊച്ചൊരു നീ ഒരു കടമ്പനയും കെട്ടിക്കൊണ്ട് വരല്ലേ. സായിബ് ആന്നേലും വേണ്ടിയല്ല, കടമ്പനെ കെട്ടി. ഞാൻ പറഞ്ഞു, അങ്ങനത്തെ ഡിഫറൻസ് ഒന്നും എനിക്കില്ല, ഞാൻ അവരുടെ ഇടയ്ക്കല്ല ജീവിക്കുന്നത്. പക്ഷേ കടമ്പനെ കെട്ടിക്കൊണ്ട് വരല്ലേ എന്നായിരുന്നു എൻ്റെ പ്രാർത്ഥന. എന്നിട്ട് ഈ സ്ത്രീ പറഞ്ഞ കാര്യം, ഇന്ന് എൻ്റെ മക്കൾ പ്രായമായി വന്നപ്പോൾ എനിക്ക് ഒറ്റ പ്രാർത്ഥനയേ ഉള്ളൂ, എൻ്റെ ദൈവമേ, എൻ്റെ ചെറുക്കൻ ഒരു പെണ്ണിനെ കൊണ്ടെങ്കിലും വരണമെന്ന്. ഐ എം നോട്ട് ജോക്കിങ്. അവർ പറഞ്ഞൊരു കാര്യമാണ്. നാളെ ഒരു ചെറുക്കനെ കൊണ്ടുവന്നിട്ട് മാം സീ മൈ പാർട്ട്ണർ എന്ന് പറഞ്ഞാൽ ഇവളെന്തോ ചെയ്യും? അങ്ങനെ ഓരോ കാലം കഴിയും തോറും പാപം, പിശാച് മനുഷ്യനെ പാപത്തിൻ്റെ ആഴത്തിലേക്ക് വലിച്ചിഴയ്ക്കുന്നതായതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ സംസാരിക്കേണ്ടി തന്നെ വരുന്നത്. ഓക്കെ, സോ ആഡം ആൻഡ് ഈവ്, ആ
ആഡം ഈവിനെ കാണുമ്പോൾ ആദ്യം പറയുന്ന വാചകം എന്താണ്? ഇവളെൻ്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും മാംസത്തിൽ നിന്ന് മാംസവുമാകുന്നു. ഇവളെ നരനിൽ നിന്ന് എടുത്തിരിക്കാൻ അവൾക്ക് നാരി എന്ന് പേരാകും. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ചെറിയ പ്രായത്തിൽ തന്നെ ഒത്തിരി വായിക്കുന്ന ആളായിരുന്നു. വായിക്കുന്ന ആളെന്നുള്ളതല്ല, ഈ വേൾഡ് ക്ലാസിക്സ് എല്ലാം തലയിൽ പിടിച്ച് കയറ്റിയിട്ടുണ്ട് പഠിച്ച സമയത്ത്. ഫിലോസഫിയും വേൾഡ് ക്ലാസിക്സ് എല്ലാം. അപ്പം ഈ വേൾഡ് ക്ലാസിക്സ് എല്ലാം ഞാൻ വായിച്ചു നോക്കിയിട്ട് ഒരു പുരുഷൻ സ്ത്രീയോട് അവൻ്റെ ആ സ്നേഹത്തിൻ്റെ പ്രകാശനമായി പറയുന്ന ഒത്തിരി വാക്കുകളുണ്ട്. നമ്മുടെ മലയാള ഭാഷ പറഞ്ഞാൽ നീ എൻ്റെ കണ്ണ, കരള, ചങ്ക, തേന, മാങ്ങ, ഒത്തിരി പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ നീ എൻ്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും മാംസത്തിൽ നിന്ന് മാംസവുമാണെന്ന് ഞാൻ ആകെപ്പാടെ ബൈബിളിലെ കണ്ടിട്ടുള്ളൂ. എന്താണ് എൻ്റെ അർത്ഥം? സാധാരണയുള്ള ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമാണത്. അതുകൊണ്ട് പുരുഷൻ അപ്പനെയും അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും. അപ്പോൾ എല്ലായിടത്തും എല്ലാ കാലഘട്ടത്തിലുള്ളൊരു ചോദ്യമുണ്ട്, എടാ ഇതെന്തോന്നാടാ ഈ ചെറുക്കൻ ഒരു പെണ്ണ് വന്ന് കയറിയപ്പോഴത്തേക്ക് രക്തം കൊടുത്ത അപ്പനെയും 10 മാസം ചുമന്ന് പറ്റ അമ്മയും കളഞ്ഞിട്ട് തേടി പെണ്ണിൻ്റെ പുറകെ പോകുന്നു, ഇതെന്തോടാ? രക്തബന്ധം പോലും ഇല്ലാത്തൊരു കൊച്ചൻ. പെണ്ണുമായിട്ട് നമുക്ക് രക്തബന്ധമൊന്നുമില്ലല്ലോ. അതിനുള്ള ഉത്തരം വേദോസം എന്ന് പറഞ്ഞിരിക്കുകയാണ്, ഇതേ രക്തബന്ധമല്ല, അതിനും അപ്പുറത്തുള്ള ബന്ധമാണ്. അസ്ഥിയിൽ നിന്ന് അസ്ഥിയും മാംസത്തിൽ നിന്ന് മാംസവും. So you have that kind of relationship with your wife. ഇൻസെപ്പറബിൾ ആണ്. എന്നാൽ അതിൻ്റെ അർത്ഥം അപ്പനെയും അമ്മയും ഉപേക്ഷിക്കണമെന്നല്ല. അവിടെ എഴുതിയിരിക്കുന്നത് അപ്പനെയും അമ്മയും വിട്ട് എന്നാണ്, അല്ലാതെ ഉപേക്ഷിച്ച് എന്നല്ല. ചില ടീച്ചിങ് ഉണ്ട്, ഇൻക്ലൂഡിങ് സെമിനാരികളിൽ. എൻ്റെ മോള് പഠിച്ച സെമിനാരിയിൽ ഒരിക്കലൊരു വെള്ളക്കാരി പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ ചോദിച്ചു, ഇന്ത്യൻ സ്റ്റുഡൻസാണ്, ചോദിച്ചു, what are you going to do after marriage? Will you stay with your parents? ഉടനെ പിള്ളേർ പറഞ്ഞു, yes, no, that is not biblical pattern. You need to go away from your parents and you need to stay alone, you and your wife. എൻ്റെ മോളും ഒരു മലയാളി, എൻ്റെ മോള് മാത്രമേ പെണ്ണായിട്ടുള്ള സെമിനാരി പഠിക്കുന്നുള്ളൂ. അവൾ എന്നിട്ട് പറഞ്ഞു, മാം യു ആർ റോങ്. വൈ? ഇറ്റ് ഈസ് നോട്ട് അബാൻഡനിങ് യുവർ ഫാദർ ആൻഡ് മദർ, ഇറ്റ് ഈസ് ലീവിങ് യുവർ ഫാദർ ആൻഡ് മദർ. അപ്പനെയും അമ്മയെ ഉപേക്ഷിക്കാനല്ല അവിടെ എഴുതിയിരിക്കുന്നത്. അപ്പനെയും അമ്മയെയും വിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മറ്റൊരു യൂണിറ്റായി, അത്രയേ ഉള്ളൂ അവിടുത്തെ അർത്ഥം. ഇതുവരെ അപ്പനും അമ്മയും ആയിരുന്നു. ഇപ്പം എൻ്റെ പിള്ളേർ കല്യാണം കഴിക്കുന്നത് വരെ എൻ്റെ ഭാര്യ പാപം ചെയ്താൽ അതിൻ്റെ ഉത്തരവാദിത്വം എനിക്കാണ്. ഞാൻ പറഞ്ഞല്ലോ, ഹൗവ പഴം പറിച്ചു തിന്നു, പക്ഷേ ദൈവം ചോദിച്ചത് ആരോടാ? ആദാമിനോടാ. എൻ്റെ ഭാര്യ പാപം ചെയ്യാതിരിക്കാനുള്ള ഉത്തരവാദിത്വം കൂടെ എനിക്കുണ്ട്. എൻ്റെ കുഞ്ഞുങ്ങൾ വിവാഹം കഴിക്കുന്നത് വരെയെങ്കിലും എൻ്റെ ആൺമക്കൾ പോലും അവർ തെറ്റിൽ പെട്ടുപോകാതിരിക്കാനുള്ള ഉത്തരവാദിത്വം എനിക്കുണ്ട്. അവരെന്തെങ്കിലും തെറ്റ് ചെയ്താൽ ദൈവം എന്നോട് ചോദിക്കും, because I am the head of the family. But when you get married, you are becoming a different unit. അന്നേരം മുതൽ നീ കെട്ടിക്കൊണ്ട് വന്ന ഭാര്യയുടെ കംപ്ലീറ്റ് ഉത്തരവാദിത്വം ഈ ചെറുക്കനാണ്. അത്രയേ ഉള്ളൂ ആ വാക്യത്തിൻ്റെ അർത്ഥം. അല്ലാതെ അപ്പനെയും അമ്മയും ഉപേക്ഷിക്കുന്നവൻ്റെ കണ്ണ് കഴുകാൻ കൊത്തിപ്പറിച്ച് കളയുമെന്ന സദൃശവാക്യങ്ങൾ പറയുന്നു. You are not supposed to abandon your father and mother because you got married. No. But you need to leave your father and mother and cleave to your wife. That is emotional attachment. And you shall become one. ഇരുവരും ഒരു ദേഹം ആയിത്തീരും. That speaks about your physical relationship. ഫിസിക്കൽ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഒരു ഡിവൈൻ ബ്ലെസ്സിങ്ങാണ്. ഞാൻ പച്ചയ്ക്ക് പറയാം, അല്ലെന്നൊക്കെ പഠിപ്പിക്കുന്ന ആളുകളുണ്ട്, തെറ്റിപ്പോകരുത്. യു അണ്ടർസ്റ്റാൻഡ്? ഫിസിക്കൽ റിലേഷൻഷിപ്പ് ഒരു ഡിവൈൻ ബ്ലെസ്സിങ് ആണ്. ഭാര്യയും ഭർത്താവും അവരുടെ സെക്ഷുവൽ റിലേഷൻ ഇറ്റ് ഈസ് ഗോഡ്ലി, അത് ദൈവികമാണ്. അല്ലാതെ അത് സാത്താൻ കൊണ്ടുവന്നതല്ല, അത് പാപമല്ല. പക്ഷേ ആരുമായിട്ടേ ആകാവൂ? ഭാര്യയുമായിട്ട് മാത്രം. ഭാര്യയ്ക്കപ്പുറത്ത് ഔട്ട്സൈഡ് യുവർ മാരേജ് യു കനോട്ട് ഹാവ്, നോ ക്വസ്റ്റ്യൻ ഓഫ്
പ്രിമാരിറ്റൽ സെക്സ് ഓർ എക്സ്ട്രാ മാരിറ്റൽ സെക്സ്. വിവാഹത്തിന് മുമ്പുള്ള ലൈംഗികതയോ വിവാഹേതര ലൈംഗികതയോ വേദപുസ്തകം വിഭാവന ചെയ്യുന്നില്ല. ദറ്റ് ഈസ് 100% സിൻ. 100% സിൻ. പുതിയ തലമുറയിൽ ഇത് പറഞ്ഞിട്ട് അർത്ഥമില്ലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ബിക്കോസ് ദാറ്റ്സ് വാട്ട് ദ ബൈബിൾ സേസ്. മൊസാംബിക്കിൽ ഒരു പ്രാവശ്യം അവരുടെ റേഡിയോയിൽ അവരെന്നോട് ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിച്ചപ്പോഴത്തേക്ക് ഇന്ത്യയെക്കുറിച്ചുള്ള ഒരു ഡിസ്കഷനാണ്. അപ്പം ഹൗ അബൌട്ട് യുവർ ഫാമിലി ലൈഫ് ഇൻ ഇന്ത്യ? ഞാൻ പറഞ്ഞ് മെനി തിങ്സ് യു കനോട്ട് ലീവ്. ഞാൻ പറഞ്ഞു വായ്? എന്നിട്ട് ഞാൻ പറഞ്ഞു ഹിയർ ഈവൻ ബിഫോർ മാരേജ് യു ആർ ലിവിങ് ടുഗെദർ. അവിടെ അങ്ങനെയാണ്. അതിന് മുമ്പൊക്കെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് തന്നെ ജീവിക്കും, പിന്നെ എപ്പോഴെങ്കിലും കെട്ടും. ഇതൊക്കെയാണ്. ഞാൻ പറഞ്ഞു വെൻ ഐ ടച്ച് മൈ വൈഫ് ഫോർ ദ ഫസ്റ്റ് ടൈം, ആർ യു റെഡി ടു റിവീൽ ഇറ്റ്? I said yes. When? I said when the pastor gave her hands in my hands, that was my first touch. Really? അവർക്ക് ഇതൊക്കെ ഏതാണ്ട് വലിയ സി. പക്ഷേ ഞാൻ ചോദിക്കുന്ന ചോദ്യം ഇതാണ്. I am following a Bible that is the scripture given to me by God, and because God doesn't change, my scripture doesn't change. ദൈവത്തിന് വ്യത്യാസമില്ലാത്തത് കൊണ്ട് ദൈവത്തിൻ്റെ വചനത്തിനും മാറ്റമില്ല. ഓക്കെ, ഇവൾ എൻ്റെ അസ്ഥിൻ്റെ മാംസത്തിൻ്റെ മാംസവും, അതുകൊണ്ട് അവൻ അപ്പനെയും അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും. അതിൻ്റെ അടുത്ത വാചകം എഴുതിയിരിക്കുന്നത് നിങ്ങൾക്കറിയാവുന്ന ഞാൻ വാക്യങ്ങൾ വായിക്കാത്തത്. മനുഷ്യനും അവൻ്റെ ഭാര്യയും ഇരുവരും നഗ്നരായിരുന്നു, അവർക്ക് നാണം തോന്നിയില്ല താനും. എന്താ അതിൻ്റെ അർത്ഥം? ഇറ്റ് ഡസൻറ്റ് സ്പീക്ക് അബൌട്ട് ഫിസിക്കൽ നേക്കഡ്നെസ്. നമുക്ക് പെട്ടെന്ന് തോന്നും അതാണ് അതിൻ്റെ അർത്ഥമെന്ന്. ഓക്കെ, അങ്ങനെയാണെന്ന് തന്നെ വെച്ചു. പക്ഷേ അവിടുത്തെ അർത്ഥം ഇതാണ്: അവർക്ക് മറയ്ക്കാനൊന്നുമില്ലായിരുന്നു. യു ഗെറ്റ് മൈ പോയിന്റ്? ഭാര്യയും ഭർത്താവിനും ഇടയ്ക്ക് മറയ്ക്കാനൊന്നുമില്ല അവർക്ക്. ദേ ഡിഡ് നോട്ട് ഹാവ് എ പ്രൈവറ്റ് വേൾഡ്. എനിക്കൊരു പ്രൈവറ്റ് ലോകമുള്ളത് കൊണ്ടാണ് ഞാൻ വസ്ത്രം ധരിക്കുന്നത്. ഇപ്പം അല്ലെങ്കിൽ പ്രസൻറ്റബിൾ ആകാനായിട്ട് ഞാൻ നോക്കുന്നത്. വെൻ സംബഡി ഈസ് ഞാൻ വീട്ടിൽ ഒരാൾ ബെല്ലടിച്ച് കഴിഞ്ഞാൽ മേ ബി ഞാനൊരു സാൻഡോ ബെനീനെ വെറുതെ ഒരു ബെനീനെ വിട്ടുകൊണ്ട് ഒരു ഷോർട്ട്സ് വിട്ടുകൊണ്ട് നിൽക്കുകയായിരിക്കും. അപ്പോൾ ഇതാരാ വന്നതെന്ന് എനിക്കറിയത്തില്ല. ഐ എം നോട്ട് ഗോയിങ് ടു ഓപ്പൺ ദ ഡോർ ഓൾ ഓൺ എ സഡൻ. വാട്ട് ഐ ഡു? പെട്ടെന്ന് തന്നെ ഞാൻ ഒരു ഷർട്ട് എടുത്തിട്ടു. നേരെയൊക്കെ ഷർട്ട് എടുത്തിടുന്നതിന് എന്തിനു വേണ്ടിയാണ്? എനിക്ക് വേണ്ടിയല്ല. ആർക്ക് വേണ്ടിയാണ്? എനിക്ക് മറയ്ക്കാനായിട്ടുള്ള ഒരു പ്രൈവറ്റ് പാർട്സ് ഉണ്ട്, എനിക്ക് പ്രൈവറ്റ് വേൾഡുണ്ട്. അതാണ് നഗ്നത. അപ്പോൾ ഭാര്യയും ഭർത്താവും ഇരുവരും നഗ്നരായിരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊരു പ്രൈവറ്റ് ലോകമില്ലായിരുന്നു. ഇതാണ് കുടുംബജീവിതത്തിൽ നമ്മൾ ഓർക്കേണ്ടതായ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വൺസ് യു ആർ മാരീഡ്, യു ആർ വൺ. യു ഷുഡ് നോട്ട് ഹാവ് എനിത്തിങ് ടു ഹൈഡ്. മറയ്ക്കാനൊന്നുമില്ലാത്ത ഒരു ലോകം. പക്ഷേ ഇന്നത്തെ ഒരു വലിയ പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വി ഹാവ് അവർ ഓൺ വേൾഡ്. നിങ്ങളിൽ തന്നെ പലർക്കും ഞാൻ ഈ പറയുന്നത് ഇഷ്ടപ്പെടത്തില്ല, എനിക്കറിയാം. പക്ഷേ ഐ ടെൽ യു, യു ആർ വൺ യൂണിറ്റ്. യു ആർ വൺ യൂണിറ്റ്. ആ ഒരു യൂണിറ്റാണെന്നുള്ള കാഴ്ചപ്പാടില്ലാത്ത സമയങ്ങളിലാണ് കുടുംബങ്ങളിൽ പ്രശ്നം ഉണ്ടാകുന്നത്. നേരത്തെ എന്നൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുരുഷന്മാർ പണിയെടുക്കുന്നു, അധ്വാനിക്കുന്നു, അവരുടെ കയ്യിൽ വരുമാനവും മറ്റുള്ള കാര്യങ്ങൾ വരുന്നു, ഭാര്യമാർ അവരെ അനുസരിച്ച് ജീവിക്കുന്നു. ഇപ്പം അങ്ങനെയല്ല. ഇപ്പം എല്ലാവരും അധ്വാനിക്കുന്നു, എല്ലാവർക്കും ജീവിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്, എല്ലാവർക്കും വിദ്യാഭ്യാസമുണ്ട്, എല്ലാവർക്കും അവരുടെ പ്രൈവറ്റ് ലോകമുണ്ട്. ഇത് തെറ്റാണെന്ന് ചോദിച്ചാൽ തെറ്റല്ല. പക്ഷേ പ്രൈവറ്റ് ലോകം കുടുംബജീവിതത്തിലില്ല. നിങ്ങൾ അധ്വാനിക്കുകയോ എന്ത് വേണേൽ ചെയ്തോ. പക്ഷേ നിങ്ങൾ ആർക്ക് വേണ്ടി അധ്വാനിക്കുന്നത്? നിങ്ങൾക്ക് വേണ്ടിയല്ല. നിങ്ങൾ അധ്വാനിക്കുന്നത് നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടിയാണ്. നിങ്ങളുടെ കുടുംബം എന്ന് പറഞ്ഞാൽ ആരാണ്? നിങ്ങളും നിങ്ങളുടെ ഭാര്യയും ഭർത്താവും കുഞ്ഞുങ്ങളും. ഈ യൂണിറ്റ്, അതിനുവേണ്ടിയാണ് നിങ്ങൾ അധ്വാനിക്കുന്നത്. അതിനുവേണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ സകല അധ്വാനവും സമ്പാദ്യവും എല്ലാം ഈ യൂണിറ്റിൻ്റെ വകയാണ്. ഇത് അക്സെപ്റ്റ് ചെയ്യാൻ ഇന്ന് പല പെണ്ണുങ്ങളും തയ്യാറല്ല, പുരുഷന്മാരും തയ്യാറല്ല. പുരുഷന്മാർ പറയും ഇവളെൻ്റെ പൈസ മുഴുവൻ കളയുക. സ്ത്രീകൾ പറയും
എന്തോർത്തോളം ഞാൻ കിടന്ന് അധ്വാനിക്കുക. ഞാനിത് പച്ചയ്ക്കങ്ങ് പറയുന്നതിൻ്റെ കാര്യം നന്നാകാൻ വേണ്ടി പറയുക, നന്നാകാൻ വേണ്ടി പറയും. ആലോചിച്ച് നോക്കിയേ, പല കുടുംബങ്ങളിലെയും പ്രശ്നം ഈ പ്രൈവറ്റ് ലോകമാണ്. ശരിയല്ലേ? ഒരു യൂണിറ്റ് അല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ബിബ്ലിക്കൽ ലിവിങ് എന്ന് പറഞ്ഞാൽ അത്ര ഈസി ഒന്നുമല്ല. നിങ്ങളുടെ സെൽഫിനെയൊക്കെ തകർത്ത് തരിപ്പണമാക്കിയെങ്കിലേ യേശു ഉദ്ദേശിക്കുന്ന രീതിയിൽ കുടുംബജീവിതം ജീവിക്കാൻ പറ്റുള്ളൂ. അതിന് തയ്യാറല്ലാത്ത ആളുകളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും. ഒരാളും ആമേനും പറയത്തില്ലെന്ന് എനിക്കറിയാം. See, that is the thing. That's the thing. പക്ഷേ that is what the Bible says. You are one unit. ആ യൂണിറ്റിൻ്റെതാണെല്ലാം. അപ്പം പറയും, ബ്രദറെ ഇയാൾ ഇട്ടേച്ച് പോയി കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ ജീവിക്കുന്നത്? കണ്ടോ, ഇപ്പോഴേ വിശ്വാസം ഉണ്ടെങ്കിൽ അങ്ങനെ വരുമോ? വിശ്വാസം ഉണ്ടെങ്കിൽ വരത്തില്ല. അപ്പോൾ എന്താ അതിൻ്റെ അർത്ഥം? യു ആർ നോട്ട് ട്രസ്റ്റിംഗ് ഇൻ ഗോഡ്. നിങ്ങൾ ദൈവത്തിൽ ആശ്രയിക്കുന്നില്ല. എൻ്റെ ഭാര്യ ഞാൻ ഉണ്ടാക്കുന്ന പൈസ എല്ലാം കൂടെ കളയുകയാണെന്നൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ, യു സി, അത് ക്രിസ്തീയ കുടുംബജീവിതമൊന്നുമല്ല. നോ, ഇറ്റ് ഈസ് നോട്ട് ക്രിസ്ത്യൻ ലൈഫ്. ക്രിസ്ത്യൻ ലൈഫിൽ അങ്ങനത്തെ ഒരു സംസാരം ഉണ്ടാകത്തില്ല. കാര്യം മനുഷ്യനും അവൻ്റെ ഭാര്യയും അവർ ഇരുവരും നഗ്നരായിരുന്നു. അവർക്ക് നാണം തോന്നിയില്ല. അവർക്കൊരു പ്രൈവറ്റ് വേൾഡിലില്ലായിരുന്നു. നമുക്കൊന്നൊരു പ്രൈവറ്റ് ലോകം ഉണ്ടാകാൻ പാടില്ല. അത് പണത്തിൻ്റെ കാര്യത്തിലും ഉണ്ടാകാൻ പാടില്ല. ഇത് ഭയങ്കര സെൻസിറ്റീവ് ഇഷ്യൂ ആണെന്ന് എനിക്കറിയാം. ഭയങ്കര സെൻസിറ്റീവ് ഇഷ്യൂ ആണ്, ഇല്ലേ? കാര്യം എന്തുകൊണ്ടാണ്? ദൈവം നിങ്ങൾക്കൊരു ജോലി തന്നുകൊണ്ടല്ലേ നിങ്ങൾ ഈ വലിയ ആനക്കാര്യമൊക്കെ പറയുന്നത്. നാളെ ജോലി പോയാൽ നിങ്ങൾ ആരെങ്കിലും ആശ്രയിച്ചാലല്ലേ പറ്റുള്ളൂ. സമ്പാദ്യമൊന്നും വലിയ അത്യാവശ്യമില്ലെന്ന് ഞാൻ ഒരിക്കൽ പ്രസംഗിച്ചപ്പോൾ, ഇപ്പോഴല്ല, ഒരു 30 കൊല്ലം മുമ്പാണ്, 30 കൊല്ലം മുമ്പ്, ഒരു പെങ്കൊച്ച് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, അച്ഛാ നിങ്ങളൊക്കെ ഉപദേശിമാരാ, നിങ്ങൾക്ക് ആരെങ്കിലും തരും, ഞങ്ങൾക്ക് വല്ലതും സൂക്ഷിച്ച് വെച്ചെങ്കിലേ പറ്റത്തുള്ളൂ, ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് ആരും കാണത്തില്ല. എന്നാൽ ഞാൻ ചോദിച്ചു, മോളെ നീ നിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതും നിൻ്റെ ഭർത്താവിൻ്റെ സമ്പത്തും കൂടെ എത്രയുണ്ട്? 25 കൊല്ലം മുമ്പാണ്. 1 കോടി ഉണ്ടാകുമോ? 1 കോടിയൊന്നും കാണത്തില്ല അച്ഛാ. 25 കൊല്ലം മുമ്പിലത്തെ കാര്യമായി. ഇപ്പം 1 കോടിയൊന്നും അല്ലെന്ന് എനിക്കറിയാം. പിന്നെ എത്ര കാണും? അവരെല്ലാം കൂടെ പറഞ്ഞു, ഇച്ചിരി പൈസക്കാരാ, 50 ലക്ഷം കാണുമായിരിക്കും. ഞാൻ പറഞ്ഞു, പൊന്നു മോളെ, ഇപ്പം നല്ലൊരു അസുഖം വന്നു കഴിഞ്ഞാൽ 50 ലക്ഷം ഒന്നുമല്ല. ചിലപ്പോൾ നിനക്ക് 51 ലക്ഷം വേണ്ടി വന്നാൽ 1 ലക്ഷത്തിന് വേണ്ടി ഒന്നുകിൽ നീ തെണ്ടണം. പക്ഷെ തെണ്ടിയാലും കിട്ടത്തില്ല. എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കാശുള്ളവന് കടം കൊടുക്കാൻ ആളുണ്ട്, കാശില്ലെന്ന് വന്നാൽ കടം കൊടുക്കാൻ ആൾ കാണില്ല. പിന്നൊളിവ് നീ കരഞ്ഞ് പ്രാർത്ഥിച്ചാലേ പറ്റുള്ളൂ, കർത്താവേ എനിക്ക് 1 ലക്ഷം തരണേ, 50 എൻ്റെ കയ്യിലുണ്ട്. എനിക്ക് എന്തെങ്കിലും പറ്റിയാൽ 51 ലക്ഷത്തിന് വേണ്ടി ഞാൻ ദൈവത്തിൽ ആശ്രയിച്ചോളാം. യു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഐ സേ? നമ്മളെയൊക്കെ പ്രശ്നം നമ്മൾ ദൈവത്തിൽ ട്രസ്റ്റ് ചെയ്യുന്നില്ല. ദൈവത്തിൽ ട്രസ്റ്റ് ചെയ്യുന്നവൻ പണത്തിൽ ട്രസ്റ്റ് ചെയ്യത്തില്ല. നമ്മുടെ കുടുംബ തകർച്ചയുടെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആകാൻ പരിശ്രമിക്കുന്നതാണ്. വി വോണ്ട് ടു ബി ഇൻഡിപെൻഡൻറ്റ്. ദറ്റ് ഈസ് ദ ബിഗ്ഗസ്റ്റ് പ്രോബ്ലം. യു ടെൽ മീ മൈ ഫ്രണ്ട്സ്. എൻ്റെ ഭാര്യ അറിയാതെ ഒരു കാര്യം എനിക്ക് വേണ്ട. എൻ്റെ മൊബൈൽ ഫോണിൽ എൻ്റെ ഭാര്യ കാണരുതാത്ത ഒരു കാര്യമില്ല. ഭാര്യയല്ല, ആർക്കും കാണാവുന്ന. ഞാൻ സാധാരണ പിള്ളേരോടൊക്കെ പറയും, മോനെ ഇറ്റ്സ് എ ഗുഡ് ഫോൺ, നല്ല കുഴപ്പമില്ലാത്തൊരു ഫോണാണ്. പക്ഷേ ഇഫ് യു ഫൈൻഡ് എനി അൺഹോളി തിങ്സ് ഇൻ മൈ മൊബൈൽ ഫോൺ, ഇറ്റ് ഈസ് യുവേഴ്സ് ഫ്രീ. എൻ്റെ ഫോണിൽ അശുദ്ധമായ എന്തെങ്കിലും ഒന്ന് കണ്ടാൽ ഫ്രീ ആയിട്ട് എടുത്തു. ഇത് ഇപ്പോഴും ഞാൻ പറയാം. എൻ്റെ ഭാര്യയ്ക്ക് കാണാൻ പറ്റാത്ത ഒന്നുമില്ല. ഇത് ഭാര്യമാരെ ഫോൺ കാണിക്കത്തില്ലല്ലോ. ഈയിടെ ഒരാൾ ഭയങ്കര ഈ ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി, ഭയങ്കര പെയിൻ ഉണ്ടായി കഴിഞ്ഞു. അവിടെ അത് പറഞ്ഞത് ഭയങ്കര പെയിൻ ഉണ്ടായി കഴിഞ്ഞപ്പോഴത്തേക്ക് അയാൾ പെട്ടെന്ന് ഭാര്യ വിളിച്ചടി, തോമസ് കുട്ടി ഒന്ന് വിളിക്കടി, അവനോട് കാറ് കൊണ്ട് വരാൻ പറ, ഞാനിപ്പം ചാകും. ഉടനെ ഭാര്യ പറഞ്ഞു, ഭർത്താവിൻ്റെ ഫോൺ എടുത്ത് പറഞ്ഞു, എന്താണ് നിൻ്റെ പാസ്വേഡ്? ഞാൻ തോമസ് കുട്ടി ഒന്ന് വിളിക്കട്ടെ. നെഞ്ചിന് വേദനയ്ക്ക് അല്പം കുറവുണ്ട്. കാര്യം ചത്താലും എന്ത് ചെയ്യത്തില്ല, പാസ്വേഡ് പറഞ്ഞു കൊടുക്കത്തില്ല. അത് ക്രിസ്തീയ ജീവിതമല്ല.
എൻ്റെ അടുത്ത് കൗൺസിലിങ്ങിന് വരുന്ന പല ആളുകളും പറയുന്നൊരു കാര്യമുണ്ട്, ബ്രദറെ ഞാൻ ഒരു ദിവസം നോക്കിയപ്പോൾ എൻ്റെ ഭർത്താവിൻ്റെ ഫോണിൽ വേറൊരു പെണ്ണിൻ്റെ പടം കണ്ടു. നീ എന്തിനാ നോക്കാൻ പോയേ? ഈ അണ്ടർസ്റ്റാൻഡ്? ഞാൻ പടം കണ്ടതിനെ അനുകൂലിച്ച് പറഞ്ഞതല്ല, കാര്യം നോക്കി നടക്കുക. ഫെയ്ത്ത്, അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള വിശ്വാസം ഇല്ല, ട്രസ്റ്റ് ഇല്ല. ഭാര്യമാരെ ഭർത്താക്കന്മാർക്ക് വിശ്വാസമില്ല, ഭർത്താക്കന്മാരെ ഭാര്യമാർക്ക് വിശ്വാസമില്ല. കാര്യം എന്താ? ഗോഡ് സെൻറ്റേഡ് ലിവിങ് അല്ലാതെ അവർക്ക് പ്രൈവറ്റ് വേൾഡാണ്. പ്രൈവറ്റ് വേൾഡ്. ദാറ്റ് ഈസ് നോട്ട് ക്രിസ്ത്യൻ ലൈഫ്. That is not Christian life. Because it is God who united you. And God said, you shall become one flesh. അത് ദൈവത്തിൻ്റെ കൽപ്പനയാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. അത് നമ്മൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും. ഇപ്പം ഞാനിതിലേക്കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു കഴിഞ്ഞാൽ ആരും ഒന്നും പറയത്തില്ല. പക്ഷേ ഞാൻ ഒരു ടെറസിൻ്റെ മണ്ടയ്ക്ക് നടക്കുകയാണെന്ന് വെച്ചോ, ടെറസിൻ്റെ മണ്ടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ട് പാരപ്പറ്റില്ല. ഞാനതിൻ്റെ കോർണറിൽ വന്നിട്ട് കാലെടുത്ത് വെക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ പറയും, അബദ്ധം കാണിക്കരുത്. നമ്മൾ എന്താ അബദ്ധം? നിങ്ങൾ താഴെ വീഴും. ഞാൻ ഇത്രയും നേരം നടന്നിട്ട് താഴെ വീണില്ലല്ലോ. അത് നിങ്ങൾ ടെറസിൻ്റെ മണ്ടയ്ക്കുള്ളതാണ് നടന്നത്. നിങ്ങൾ ഇവിടെ വായുവിലോട്ട് കാലെടുത്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ താഴെ വീഴും. അതെന്താ? അതാണ് ഗുരുത്വാകർഷണ നിയമമെന്ന് ഇയാൾ കേട്ടിട്ടുണ്ടോ? ഞാൻ കേട്ടിട്ടില്ല. ഭൂമി ഭാരമുള്ള വസ്തുക്കളെ ആകർഷിക്കും, ഇയാൾ താഴെ വീഴും. ഞാൻ ഇന്നുവരെ അത് കേട്ടിട്ടുമില്ല, ഞാനത് വിശ്വസിക്കുന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് കാലെടുത്ത് വെച്ചാൽ ആകാശത്ത് നിൽക്കുമോ? ഇല്ല. അപ്പോൾ അതുകൊണ്ട് വേദപുസ്തകം അംഗീകരിച്ചാലും അംഗീകരിച്ചില്ലെങ്കിലും കുടുംബത്തെ സൃഷ്ടിച്ചത് ദൈവമായതുകൊണ്ട് ആ ദൈവത്തിൻ്റെ നിയമങ്ങൾ അനുസരിച്ച് പോകുന്ന കുടുംബമേ നിലനിൽക്കത്തുള്ളൂ, അല്ലെങ്കിൽ തകർന്നു പോകും. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞല്ലോ, കുടുംബജീവിതത്തിലെ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്, ഒത്തിരി കാര്യങ്ങൾ. എന്നാൽ ഏറ്റവും കുടുംബജീവിതം അത്യാവശ്യമാണ്. ആ കുടുംബജീവിതത്തിൽ നിലനിൽക്കേണ്ടതായ ഓർത്തിരിക്കേണ്ടതായ പലവിധമായ കാര്യങ്ങളുണ്ട്. സഭാപ്രസംഗികളുടെ പുസ്തകം വായിക്കുമ്പോൾ അതിൻ്റെ 4-ാമത്തെ അധ്യായത്തിൽ പെട്ടെന്ന് ഞാൻ 1-2 കാര്യങ്ങൾ പറയാം. 9 മുതലുള്ള വാക്യങ്ങൾ. ഇറ്റ് സ്പീക്സ് അബൌട്ട് മാരേജ്. ഒരുവനേക്കാൾ ഇരുവർ നല്ലത്, അവർക്ക് തങ്ങളുടെ പ്രയത്നത്താൽ നല്ല പ്രതിഫലം കിട്ടുന്നു. ഒരാൾ തന്നെ അധ്വാനിക്കുന്നത് പോലെ അല്ല 2 പേർ അധ്വാനിച്ചാൽ. 2 പേർ അധ്വാനിക്കുമ്പോൾ, ഇത് ജോലി ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച് മാത്രമല്ല, അവരുടെ പ്രയത്ന ഫലത്താൽ. അപ്പോൾ ഒരു മേശ ഞാൻ തന്നെ എടുക്കാൻ നോക്കിയാൽ നടക്കത്തില്ല, നിങ്ങൾ തന്നെ എടുക്കാനും നോക്കി നടക്കത്തില്ല. പക്ഷേ 2 പേര് കൂടി പിടിക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് ഈസി. പക്ഷേ ഒരു മനസ്സോടെ വേണം പിടിക്കാൻ. പണ്ടൊരാളൊരു മേശ പുറത്തോട്ട് കൊണ്ടുപോകാനായിട്ട് ഇങ്ങനെ പിടിച്ച് പകുതിയായി അവിടെ നിൽക്കുക. ഇത് അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല ഇയാൾക്ക്. അപ്പം വഴിയിൽ വെച്ച് ഒരാൾ നോക്കിയപ്പോഴത്തേക്ക് എൻ്റെ കൂട്ടുകാരനാ എന്ന് വെച്ചു. കൂട്ടുകാരൻ വന്നിട്ട് ചോദിച്ചു, എന്തോളൂ ഈ മേശ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാതെ ഇങ്ങനെ നിൽക്കുക, ഞാൻ സഹായിക്കാമെന്ന് പറഞ്ഞ് പിടിച്ചു. ഞങ്ങൾ 2 കൂടെ അരമണിക്കൂർ പിടിച്ചു. മേശ അകത്തോട്ട് കയറ്റാൻ പുറത്തോട്ട് കൊണ്ടുപോകാൻ പറ്റിയില്ല. ഉടനെ ഞാൻ പറഞ്ഞു, നമ്മൾ 2 പേരും അധ്വാനിച്ചിട്ട് മേശ പുറത്തോട്ട് കൊണ്ടുപോകാൻ പറ്റിയില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ അയാൾ പറയാം, ആഹാ ഇയാളിത് പുറത്തോട്ട് കൊണ്ടുപോകാൻ നോക്കുമായിരുന്നു, ഞാനിത് അകത്തോട്ട് കയറ്റാൻ നോക്കുമായിരുന്നു. അപ്പോൾ 2 പേര് അധ്വാനിക്കുന്നെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അധ്വാനിക്കുന്നത് ഒരു മനസ്സോടെ വേണം. ഭാര്യയും ഭർത്താവും ഒരു മനസ്സോടെ പ്രവർത്തിക്കണം, ഒരു മനസ്സോടെ. അപ്പോഴാണ് അവരുടെ പ്രവർത്തനത്തിന് പ്രതിഫലം ലഭിക്കുന്നത്. വീണാൽ ഒരുവൻ മറ്റവനെ എഴുന്നേൽപ്പിക്കും. ഏകാകി വീണാലും അവനെ എഴുന്നേൽപ്പിപ്പാൻ ആരുമില്ലായ്ക കൊണ്ട് അവർക്ക് അയ്യോ കഷ്ടം. വീണാൽ ഒരുവൻ മറ്റവനെ എഴുന്നേൽപ്പിക്കും. എൻ്റെ പ്രിയമുള്ളവരെ, കുടുംബജീവിതത്തിൽ ഒരു പാർട്ട്ണർക്ക് പറ്റുന്ന പാളിച്ച എന്തെങ്കിലും ഉണ്ടായെന്ന് വെച്ചാൽ, അയാൾ വീണെന്നിരിക്കട്ടെ, അല്ലെങ്കിൽ അവൾ വീണെന്നിരിക്കട്ടെ, ഒരു പാപം ചെയ്തെന്നിരിക്കട്ടെ, തെറ്റിയെന്നിരിക്കട്ടെ, എന്തുമായിക്കോട്ടെ, ഇറ്റ് ഈസ് എ റെസ്പോൺസിബിലിറ്റി ഓഫ് ദ പാർട്ട്ണർ ടു ഗിവ് എ ഹാൻഡ് ഫോർ ഹെർ. ആ പാർട്ട്ണറുടെ ചുമതലയാണ് താഴെ വീണയാളെ പൊക്കിക്കൊണ്ടുവരിക എന്ന് പറയുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കണം. എൻ്റെ ഭാര്യ പെർഫെക്റ്റ് അല്ല, ഞാനും പെർഫെക്റ്റ് അല്ല, ആരും പെർഫെക്റ്റ് ആയിട്ടൊന്നുമല്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഒരു കാരണവശാലും എല്ലായ്പ്പോഴും എന്തെങ്കിലും ഒരു പാളിച്ച് ആർക്കെങ്കിലും പറ്റിയാൽ അത് മറ്റേ ആളത് തീർത്തു കൊടുക്കണം. ദാറ്റ് ഈസ് ദെയർ. അത് നിങ്ങൾ മനസ്സിലാക്കണം. അല്ലാതെ കുറ്റം പറയുകയല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ ചെയ്യല്ല. ഇപ്പം ഞാൻ ഈ FSC ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 21 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമല്ലോ, അറിയാമല്ലോ. അവിടെ ഭാര്യാഭർത്താക്കന്മാരുടെ ചുമതലകൾ പറയുമ്പോൾ
ഭാര്യമാരെ നിങ്ങൾ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരിപ്പിൻ. താഴെ പറയുന്നു, ഭർത്താക്കന്മാരെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പിൻ. അപ്പം ഞാൻ ഇത് പഠിപ്പിക്കുമ്പം പലപ്പോഴും ആളുകൾ ചോദിക്കും, എൻ്റെ പൊന്ന് സാറേ, ഇയാൾക്ക് എങ്ങനെയാണ് കീഴടങ്ങിയിരിക്കുന്നത്? അയാൾ എന്നെ ഒന്ന് ഒരു തുള്ളി പോലും സ്നേഹിക്കുന്നില്ല, പിന്നെ എങ്ങനെ ഞാൻ കീഴടങ്ങിയിരിക്കുന്നത്? ഭർത്താക്കന്മാരോട് ചോദിക്കാൻ പറയും, എൻ്റെ പൊന്ന് സാറേ, ഇവളെ സ്നേഹിക്കാനോ? എൻ്റെ തലേ കയറാൻ വരുന്ന ഇവളെ ഞാനെങ്ങനെയാണ് സ്നേഹിക്കുന്നത്? അവർ രണ്ടും പറയുന്നത് കറക്റ്റാണ്. അപ്പോൾ എന്താ ഇതിൻ്റെ റിമഡി? ഞാൻ അവരോട് പറയും, ദൈവം നിങ്ങളോട് പറഞ്ഞ കാര്യം നിങ്ങൾ ചെയ്യുക. നിങ്ങളുടെ ഭർത്താവ് നിങ്ങളെ സ്നേഹിച്ചാലും സ്നേഹിച്ചില്ലെങ്കിലും ദൈവം പറഞ്ഞിരിക്കുന്നു, നീ കീഴടങ്ങിയിരിക്കണം. നിന്റെ ഭാര്യ നിനക്ക് കീഴടങ്ങിയാലും കീഴടങ്ങിയില്ലെങ്കിലും ദൈവം നിന്നോട് പറഞ്ഞിരിക്കുന്നു, നീ സ്നേഹിക്കണം. നിന്നോട് പറഞ്ഞ കാര്യം നീ അങ്ങ് ചെയ്യുക. യു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഐ സേ? ഇതൊക്കെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിട്ട് തോന്നും, പക്ഷേ അത് ദൈവത്തിൻ്റെ വചനമാണ്. ദൈവത്തിൻ്റെ വചനമാണ്. സ്നേഹിക്കുന്ന ഭർത്താവിന് മാത്രം കീഴടങ്ങിയിരിക്കണമെന്ന് അവിടെ പറഞ്ഞിട്ടില്ല. കീഴടങ്ങുന്ന ഭാര്യയെ മാത്രം സ്നേഹിക്കണമെന്നും പറഞ്ഞിട്ടില്ല. ഒരാൾക്ക് പാളിച്ച ഉണ്ടായാൽ മറ്റേ ആൾ ആ പാളിച്ച തീർക്കണം. പാർട്ട്നേഴ്സിനെ സഹിക്കണം, പാർട്ട്നേഴ്സിനെ വഹിക്കണം. ഭാര്യ ഭർത്താവിനെയും ഭർത്താവ് ഭാര്യയെയും വഹിക്കണം. കാര്യം ദൈവം നിങ്ങൾക്ക് തന്നതാണ് നിങ്ങളുടെ ഭർത്താവ്, ദൈവം നിങ്ങൾക്ക് തന്നതാണ് നിങ്ങളുടെ ഭാര്യ. അതിന് യാതൊരു സംശയമില്ല. ഒരുവൻ വീണാൽ മറ്റവനെ എഴുന്നേൽപ്പിക്കും. ഒരുവൻ വീണാൽ ഒരുവൻ മറ്റവനെ എഴുന്നേൽപ്പിക്കും. ഏകാകി വീണാലും അവനെ എഴുന്നേൽപ്പിപ്പാൻ ആരുമില്ലായ്ക കൊണ്ട് അവൻ അയ്യോ കഷ്ടം. ജീവിതത്തിന് പാളിച്ചകളൊക്കെ ഉണ്ട്, പ്രശ്നങ്ങളുണ്ട്, പ്രതിസന്ധികളുണ്ട്. ചിലപ്പോൾ എന്തെങ്കിലും കാര്യത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പാളിച്ച ഉണ്ടായാൽ പാർട്ട്ണറുടെ ചുമതല അതിനെ കവർ ചെയ്ത് പോകുക എന്നുള്ളതാണ്. അടുത്ത പറഞ്ഞിരിക്കുന്നത്, രണ്ടുപേർ ഒന്നിച്ച് കിടന്നാൽ അവർക്ക് കുളിർ മാറും, ഒരുത്തൻ തന്നെ ആയാലോ എങ്ങനെ കുളിർ മാറും? അതായത് കംഫർട്ടാണ്, എസൻഷ്യൽ കംഫർട്ട്. എൻ്റെ ചുമതലയാണ് എൻ്റെ ഭാര്യയെ കംഫർട്ട് ചെയ്യുക എന്ന് പറയുന്നത്. എൻ്റെ ഭാര്യയെ ഞാൻ വഴക്ക് പറയും, പക്ഷേ വേറൊരാൾ വഴക്ക് പറയാൻ ഞാൻ സമ്മതിക്കത്തില്ല. ഞാൻ പറഞ്ഞതിൻ്റെ വ്യത്യാസം മനസ്സിലാക്കണം. എൻ്റെ ഭാര്യയെ ഞാൻ വഴക്ക് പറയുന്നത് അവളുടെ ചുമതല ദൈവം എന്നെ ഏൽപ്പിച്ചിരിക്കുന്നതുകൊണ്ടാണ്. വഴക്ക് പറയുന്നത് ദേഷ്യം കൊണ്ടല്ല. അവളെ എനിക്ക് സ്വർഗത്തിൽ കൊണ്ടുപോകണം. ഞങ്ങളുടെ മിഷൻ, മിഷൻ എന്ന് പറയുന്നത് ജീസസ് മിഷൻ്റെ കാര്യമൊന്നുമല്ല ഞാൻ പറയുന്നത്. ഞങ്ങളെക്കുറിച്ചുള്ള ദൈവോദ്ദേശം എന്താണോ അത് നിർവഹിക്കാനായിട്ട് ദൈവം എനിക്ക് തന്ന എൻ്റെ പാർട്ട്ണറാണ് എൻ്റെ വൈഫ്. ആ ബോധ്യം എനിക്കുണ്ട്. 30 വർഷം കഴിഞ്ഞ് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് അങ്ങനെ തൻ്റെ ഇടത്തോടെ പറയാനും കൂടെ കഴിയുന്നത് കൊണ്ടാണ് ഇവിടെ നിൽക്കുന്നത്. 30 years ഞങ്ങൾ ദൈവവചന പ്രകാരം തന്നെ ജീവിക്കുന്നത് കൊണ്ടാണ് ഞങ്ങൾക്കിത് പറയാൻ പറ്റുന്നത്. ഓക്കെ, ഈ കംഫർട്ട് എന്ന് പറയുന്നത് വലിയൊരു അത്യാവശ്യം. അത് പുരുഷനും വേണം, സ്ത്രീക്കും വേണം. ഒരു പരിധി വരെ ഞാൻ പറയാം. നമ്മളൊക്കെ പറയാറുണ്ട് സ്ത്രീക്കാണ് കംഫർട്ട് വേണ്ടത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പുരുഷനാണ് കംഫർട്ട് വേണ്ടത്. പുരുഷന്മാർ ഇത്ര വലിയ സ്ട്രോങ് ഒന്നുമല്ല. സ്ത്രീകൾ ഇച്ചിരി പെട്ടെന്ന് കരയുമെന്നൊക്കെ ഉള്ളൂ. അവർ നല്ല സ്ട്രോങ് ആണ്. അത് നല്ലൊരു ക്വാളിറ്റിയാണ്. അവരുടെ ചുമതലയാണ് പലപ്പോഴും ഭർത്താക്കന്മാരെ പരിരക്ഷിക്കുക എന്ന് പറയുന്നത്. ഇപ്പം ഭർത്താവ് ഓഫീസിൽ പോയി പ്രശ്നങ്ങളെല്ലാം അവിടെ ഭയങ്കര പ്രോബ്ലമായിരുന്നു, ബോസ് ചീത്ത വിളിച്ചു, എല്ലാം കഴിഞ്ഞിട്ട് തിരിച്ചു വന്ന് വീട്ടിൽ വന്ന് വരുമ്പോഴത്തേക്ക് നിങ്ങളൊരു ചായയൊക്കെ ഇട്ട് കൊടുത്തൊരു ചോദ്യം, എന്ത് പറ്റിയ ചാ? ഉടനെ പറഞ്ഞ്, ഇന്നും ബോസ് ചീത്ത വിളിച്ചടി. ആ, നിങ്ങളെ പിന്നെ ആരാ ചീത്ത വിളിക്കാത്തത്? എവിടെയാണ് കംഫർട്ട്? പകരം എന്ത് പറയണം? അയാൾക്ക് വിവരമുണ്ടോ വെച്ചാൽ എനിക്കറിയാമല്ലോ. അയാൾക്ക് വിവരമില്ലെന്നേ. ഇതുപോലൊരു സാധനം ആരാ? ബോസിനെ അവൾ കണ്ടിട്ടുമില്ല, ഒന്നുമില്ല. എന്നാലും ഒരു കംഫർട്ടാണ് ഭർത്താവിന്. യു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഐ സേ? ഹി നീഡ്സ് കംഫർട്ട്. ഒരു പക്ഷേ ഭാര്യയുടെ വീട്ടുകാരോ എന്തെങ്കിലും കാര്യങ്ങൾ, അല്ലെങ്കിൽ ഭർത്താവിൻ്റെ വീട്ടുകാരെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ഇവളെ പറഞ്ഞ് ഇവളങ്ങ് ഡെസ്പായിരിക്കുന്ന സമയത്ത് ഭർത്താവ് വന്നിട്ട് പറയാം, മോളെ വി ആർ ടുഗദർ. നീ എന്തിനാ അത്ര പേടിക്കുന്നേ? നീ എന്തിനാ അത്രയ്ക്ക് വിഷമിക്കുന്നത്? ഞാനല്ലേ നിന്നെ കെട്ടിയത് എന്നൊന്ന് ചോദിച്ചാൽ എന്തൊരു കംഫർട്ടായിരിക്കും. പ്രായോഗികമായ പല കാര്യങ്ങളും ഞാൻ പറയുന്നത്. സോ യു ആർ ടുഗദർ. ഇനി അടുത്തത് പെട്ടെന്ന് ഞാൻ പറയാണ്, ഒരുത്തനെ ആരെങ്കിലും ആക്രമിച്ചാൽ രണ്ടുപേർക്കും അവനോട് എതിർത്ത് നിൽക്കാം. അതാ ഞാൻ പറഞ്ഞത്. എൻ്റെ ഭാര്യ ഒരു തെറ്റ് ചെയ്താൽ ഞാൻ അവളെ കറക്റ്റ് ചെയ്യാൻ നോക്കും. പക്ഷേ എൻ്റെ ഭാര്യ തെറ്റ് ചെയ്താൽ പോലും വേറൊരാൾ കറക്റ്റ് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ ഞാൻ സമ്മതിക്കത്തില്ല. ഒരുത്തനെ ആരെങ്കിലും ആക്രമിച്ചാൽ
രണ്ടു പേർക്കും അവനോട് എതിർത്ത് നിൽക്കാം. എൻ്റെ ഭാര്യയുടെ കുറ്റം വന്ന് പറയുമ്പം അവൻ്റെ കൂടെ നിന്ന് ഞാനും കുറ്റം പറയത്തില്ല. അവൻ പോയി കഴിയുമ്പോൾ ഞാൻ പറയും, എടി പറഞ്ഞത് ശരിയാ കേട്ടോ, നമ്മൾ ശ്രദ്ധിക്കണം. അതെനിക്ക് എൻ്റെ ഭാര്യയെ പറഞ്ഞ് മനസ്സിലാക്കാം. പക്ഷേ വല്ലോനും വന്ന് പറയുമ്പോൾ ഒരുത്തനെ ആരെങ്കിലും ആക്രമിച്ചാൽ രണ്ടുപേർക്കും അവനോട് എതിർത്ത് നിൽക്കാം. ഇതൊക്കെ വളരെ പ്രായോഗികമായി കുടുംബജീവിതത്തിൽ നടക്കേണ്ട കാര്യങ്ങളാണ്. എന്നിട്ട് പറയാണ്, മുപ്പിരിച്ചരട് വേഗത്തിൽ അറ്റുപോകില്ല. ഇത്രയും നേരം രണ്ടുപേരുടെ കാര്യം പറഞ്ഞിട്ട് ഉടി പറയാ മുപ്പിരിച്ചരട് വേഗത്തിൽ അറ്റുപോകയില്ലെന്ന്. എന്താ അതിൻ്റെ അർത്ഥം? റിലേഷൻ രണ്ടുപേര് തമ്മിൽ മാത്രമല്ല, 3 പേര് തമ്മിലാണ്. മൂന്നാമത്തെ ചരടായി യേശുണ്ട്. ഞാനെപ്പോഴും പറയും, ഞാനും എൻ്റെ ഭാര്യയും 30 വർഷമായി പിണങ്ങി കിടന്നുറങ്ങിയിട്ടില്ല. അത് ഞങ്ങൾ രണ്ടും ആകാശത്തുനിന്ന് പൊട്ടി വീണുകൊണ്ടൊന്നും അല്ല, ഞങ്ങൾ തമ്മിൽ പിണങ്ങിയിട്ടൊക്കെ ഉണ്ട്. ഞങ്ങൾക്ക് പല കാര്യങ്ങളിൽ ആശയവ്യത്യാസമുണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. പക്ഷേ വേറെ കാര്യമുണ്ട്, there is a third strand, that is Jesus. ഈ മുപ്പിരിച്ചരടെന്ന് പറയുമ്പോൾ നമ്മളിപ്പം സ്ത്രീകൾ തലമുടി പിന്നുമ്പോഴും 2 പിണിയിട്ടല്ലല്ലോ പിന്നുന്നത്, 3 പിണിയല്ലേ. എന്തുകൊണ്ടാണ്? 2 പിണിയിട്ടാൽ മുകളിലും താഴെ അത് എപ്പോൾ പെട്ടെന്ന് അഴിഞ്ഞു പോകും. എന്നാൽ മുപ്പിരിച്ചരടാകുമ്പോഴത്തേക്ക് ഓരോ പിണിയും, മൂന്നാമത്തെ പിണി ഓരോ പിരിച്ചിലും ഇടയ്ക്കൂടെ കയറി ഇറങ്ങി വരുന്നത് പോലെ. യു ഗെറ്റ് മൈ പോയിന്റ്? കർത്താവ് നമ്മുടെ ജീവിതത്തിൽ, അതാണ് പറഞ്ഞത്, ഗോഡ് സെൻറ്റേഡ് ആയിരിക്കണം നമ്മുടെ ഫാമിലി ലൈഫ്. ഗോഡ് സെൻറ്റേഡ് ആയിരിക്കണം. കർത്താവ് മൂന്നാമത്തെ പിണിയായിട്ട് നമ്മുടെ കൂടെ ഉണ്ടായിരിക്കണം. ഇപ്പോൾ എഫ്.എസ്.സി ലേഖനം 5-ാം അധ്യായത്തിൽ തന്നെ നമ്മൾ വായിക്കുമ്പോൾ, ഞാൻ അതുകൂടെ പെട്ടെന്ന് 1-2 വാക്കുകൾ കൊണ്ട് പറയുകയാണ്. എഫ്.എസ്.സി ലേഖനം 5-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ സാധാരണ രീതിയിൽ പള്ളിയിൽ വായിക്കുമ്പോഴത്തേക്ക് അതിൻ്റെ 22 മുതലാണ് വായിക്കുന്നത്. ഭാര്യമാരെ കർത്താവിന് എന്നതുപോലെ ഭർത്താക്കന്മാർ കീഴടങ്ങി. പക്ഷേ അത് 21 മുതൽ വായിക്കണം. ക്രിസ്തുവിൻ്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടിരിപ്പീൻ, ഭാര്യമാരെ കർത്താവിന് എന്നതുപോലെ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങുവീൻ. അപ്പോൾ ഭാര്യമാർ കീഴടങ്ങുന്നതിന് മുമ്പേ പറഞ്ഞിട്ടുണ്ട്, ക്രിസ്തുവിൻ്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടിരിപ്പീൻ. യു അണ്ടർസ്റ്റാൻഡ്? അപ്പോൾ എന്തുകൊണ്ടാണ് കീഴടങ്ങിയിരിക്കുന്നത്? ക്രിസ്തുവിൻ്റെ ഭയത്തിൽ. എന്താ അതിൻ്റെ അർത്ഥം? ക്രിസ്തുവിനെയാണ് നമ്മൾ ഭയപ്പെടേണ്ടത്, അല്ലാതെ ഭാര്യ ഭർത്താവിനെയോ ഭർത്താവ് ഭാര്യയോ. ഭാര്യ ഭർത്താവിനെ ബഹുമാനിക്കണം, സ്നേഹിക്കണം, ആദരിക്കണം, കീഴടങ്ങിയിരിക്കണം, പേടിക്കരുത്. ഒരു വീട്ടിൽ ഭാര്യ ഭർത്താവിനെയോ ഭർത്താവ് ഭാര്യയോ പേടിക്കരുത്. യു ഗെറ്റ് മൈ പോയിന്റ്? പക്ഷെ ആരെ പേടിക്കണം? കർത്താവിനെ. കർത്താവിനെ മാത്രമേ പേടിക്കാവൂ. ഇതിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പേടിയാ. ഭർത്താവിന് ഭാര്യയെ പേടി, ഭാര്യയ്ക്ക് ഭർത്താവിനെ പേടി. പണ്ടൊക്കെ ഭാര്യമാർക്ക് പേടിയായിരുന്നു, ഇപ്പം ഭർത്താക്കന്മാർക്കാണ് പേടി. പലപ്പോഴും ഒരു വീട്ടിൽ രാവിലെ ഭർത്താവ് പറഞ്ഞു, ഇന്ന് അവധിയല്ലേ, എന്നാൽ പിന്നെ നമുക്ക് സൂ കാണാൻ പോകാമെന്ന്. ഉടനെ അടുക്കളയിൽ നിന്നൊരു ശബ്ദം, ഇവിടെ ആരും പോകുന്നില്ല. ഞാൻ വരുന്നില്ലെന്നല്ല, ഇവിടെ ആരും പോകുന്നില്ല. കാര്യം തീരുമാനം ഇങ്ങനെ വന്നു കഴിഞ്ഞു. അപ്പോൾ ഭർത്താവ് പറഞ്ഞു, എന്നാ പോകുന്നില്ല, കാര്യം അതേ നടക്കുള്ളൂ എന്നുള്ളത് അങ്ങേർക്ക് അറിയാം. ഉടനെ കൊച്ചു വന്നിട്ട് ചോദിച്ചു, ഇളയ കൊച്ച്, ഡാഡിക്ക് സൂവിൽ പോയി കഴിഞ്ഞാൽ മൃഗങ്ങളെ ഒന്നും പേടിയില്ലേ? മൃഗങ്ങളെ എന്തിനാ പേടിക്കുന്നത്? ആനയെ പേടിയില്ലേ? ഇല്ല. കലുവായയോ? ഇല്ല. സിംഹത്തിനെയോ? ഇല്ല. അപ്പോൾ ഡാഡിക്ക് മമ്മിയെ മാത്രമേ ഉള്ളൂ പേടി. എൻ്റെ പ്രിയമുള്ളവരെ, പേടിയില്ലാതെ ജീവിക്കാൻ പഠിക്കണം. ഒരു CEO മാനേജേഴ്സിനെ എല്ലാം കൂടെ വിളിച്ചൊരു ലഞ്ച് മീറ്റിങ്ങാണ്. അപ്പോൾ ആദ്യം അവരുടെ കമ്പനികളെ കാര്യങ്ങളെല്ലാം സംസാരിച്ചു. ലഞ്ചിന് കുറച്ച് സമയം കൂടെ ഉണ്ട്. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, ഞാനൊരു ചെറിയ പ്ലേ, ഇപ്പം നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ഭാര്യമാരെ വിളിക്കണം. വിളിച്ചിട്ട് ഇപ്പോൾ 11:30 ആയല്ലോ, ഞങ്ങളൊരു 1 മണിയാകുമ്പോൾ ഞാൻ എൻ്റെ ഒരു 5 കൂട്ടുകാരെയും കൊണ്ട് വീട്ടിലോട്ട് വരുന്നുണ്ട്, അവർക്ക് ഫുഡ് കൊടുക്കണം എന്ന് പറയണം. എന്നിട്ട് മറുപടി സ്പീക്കർ ഫോണിലിടണം. കണ്ടോ, എല്ലാവരും ചിരിക്കുന്നു. കാര്യം മറുപടി എന്തായിരിക്കും എന്നുള്ളത് മിക്കവാറും എല്ലാവർക്കും അറിയാം, അല്ലേ? ഒരു സ്ത്രീ മാത്രം പറഞ്ഞു, അതിനെന്താ, നിങ്ങളുടെ കൂട്ടുകാർ, നമ്മുടെ വീട്, നമുക്കുള്ളത് കൊടുക്കാം. ബാക്കിയുള്ളവരൊക്കെ എന്താ പറഞ്ഞു എന്നുള്ളത് എനിക്കിപ്പോൾ പബ്ലിക്കായിട്ട് പറയാൻ പറ്റുമോ? ഭവനത്തിൽ ഭീതി ഉണ്ടാകാനായിട്ട് പാടില്ല. ആരെ മാത്രമേ പേടിക്കാവൂ? കർത്താവിനെ. കർത്താവിൻ്റെ ഭയത്തിൽ. കാര്യം
കർത്താവ് മുപ്പിരിച്ചരടായിട്ട് നമ്മുടെ കൂടെ ഉണ്ട്. നമ്മുടെ ഭവനത്തിൽ യേശു ഉണ്ട്. ഒരു കാര്യം ഞാൻ പറയാം, നമ്മൾക്ക് എഴുതി വച്ചിരിക്കുന്നൊരു വാചകമുണ്ട്, ക്രിസ്തു ഈ വീടിൻ്റെ നായകൻ, ഭക്ഷണമേശയിലെ അദൃശ്യനായ അതിഥി. നോ, കർത്താവ് അതിഥി അല്ല. അതിഥിയാണെങ്കിൽ അവൻ ഡ്രോയിങ് റൂമിൽ ഇരുന്നോളും, പക്ഷെ അവൻ അതിഥിയല്ല. അവൻ വീട്ടിൽ എല്ലായിടത്തും കയറി ഇറങ്ങി നടക്കുന്ന ആളാണ്. അവൻ അടുക്കളയിലും കയറി വരും, ബെഡ്റൂമിലും കയറി വരും, ഡ്രോയിങ് റൂമിലും ഇരിക്കും. നിങ്ങളുടെ ടി വി അവൻ ഓണാക്കി നോക്കും, ഏത് ചാനലാണ് നിങ്ങൾ നേരത്തെ കണ്ടതെന്ന്. നിങ്ങളുടെ ലാപ്ടോപ്പ് തുറന്ന് നോക്കും, ഏത് സൈറ്റൊക്കെയാണ് വിസിറ്റ് ചെയ്തതെന്ന്. നിങ്ങളുടെ പിള്ളേരുടെ മൊബൈൽ ഫോൺ എടുത്ത് നോക്കും. അവന് പാസ്കോഡൊന്നും വിഷയമല്ല. അതാണ് ക്രിസ്തു. ആ ക്രിസ്തു എൻ്റെ കുടുംബത്തിൽ എന്നെ നയിക്കുന്നതായുണ്ടെങ്കിൽ, ഞങ്ങളുടെ കുടുംബത്തിലെ എല്ലാവരും ആ ക്രിസ്തുവിൻ്റെ ഭയത്തിൽ അന്യോന്യം കീഴടങ്ങിയിരിക്കുകയാണ്. ദാറ്റ് ഈസ് വാട്ട് ഈസ് നീഡഡ്. അന്യോന്യമുള്ള ബഹുമാനം എപ്പോഴും ഉണ്ടാകണം. ഓഫ് കോഴ്സ് ഭാര്യ ഭർത്താവിനെയും ബഹുമാനിക്കണം, ഭർത്താവ് ഭാര്യയെയും ബഹുമാനിക്കണം, ഭാര്യ ഭർത്താവിന് കീഴടങ്ങിയിരിക്കണം. എങ്ങനെ? എല്ലാ കാര്യത്തിലും, എവറിത്തിങ്. അവിടെ എഴുതിയിരിക്കുന്നത് അങ്ങനെയാണ്. ക്രിസ്തുവിൻ്റെ ഭയത്തിന് ഭാര്യമാരെ കർത്താവിനെന്നതുപോലെ സ്വന്തം ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരിപ്പിൻ. കർത്താവിനെന്നതുപോലെ. അത് പെർഫെക്റ്റ് സബ്മിഷനാണ്. പെർഫെക്റ്റ് സബ്മിഷൻ. ചോദ്യം പറച്ചിലൊന്നുമില്ല. അതാണ് ബിബ്ലിക്കൽ പ്രിൻസിപ്പിൾ. എത്ര പറഞ്ഞാലും അതിൻ്റെ താഴെ ക്രിസ്തു ശരീരത്തിൻ്റെ രക്ഷിതാവായി സഭയ്ക്ക് തലയാകുന്നത് പോലെ ഭർത്താവ് ഭാര്യയ്ക്ക് തലയാകുന്നു. അവിടെ തലയാകുന്ന പറയുമ്പോഴത്തേക്ക് ഭരിച്ചു നടത്താനുള്ള തല എന്ന അർത്ഥത്തിൽ മാത്രമല്ല. അവിടെ ഉപയോഗിച്ചിരിക്കുന്നൊരു വാക്കുണ്ട്. എന്താണ്? ക്രിസ്തു ശരീരത്തിൻ്റെ രക്ഷിതാവായി സഭയ്ക്ക് തലയാകുന്നത് പോലെ. അപ്പോൾ തലയുടെ ചുമതല ഭരിക്കുക എന്ന് മാത്രമല്ല, തലയുടെ ചുമതല എന്തുകൂടെയാണ്? രക്ഷിക്കുക എന്നുള്ളതാണ്. അപ്പം ഞാൻ എൻ്റെ വീട്ടിലെ തലയാണ്, പക്ഷേ തലയാണ് ഞാൻ പറയുന്നത് അനുസരിച്ചോണം എന്ന് പറഞ്ഞ് ഭരിക്കാൻ മാത്രമല്ല പുരുഷൻ തലയായിരിക്കേണ്ടത്, രക്ഷിക്കാനാണ്. എന്ന് തന്നെയല്ല സ്ത്രീയുടെ തല പുരുഷൻ. പക്ഷേ 1 Corinthians 11-ാം അധ്യായം വായിക്കുമ്പോൾ നമ്മൾ വായിക്കുന്നു, സ്ത്രീയുടെ തല പുരുഷൻ, പുരുഷൻ്റെ തല ക്രിസ്തു, ക്രിസ്തുവിൻ്റെ തല ദൈവം. അപ്പോൾ മാറി ഇതൊരു ഹൈറാർക്കിയാണ്. ഞാൻ എൻ്റെ ഭാര്യയുടെ തലയാണ്, അത് ശരിയാ, പക്ഷെ എനിക്കൊരു തലയുണ്ട്. ആര്? ക്രിസ്തു. ക്രിസ്തുവിനൊരു തലയുണ്ട്, ദൈവം. ഈ ക്രിസ്തു ദൈവത്തെ എല്ലാ കാര്യത്തിലും അനുസരിച്ചതുപോലെ ഞാൻ ക്രിസ്തുവിനെ എല്ലാ കാര്യത്തിലും അനുസരിക്കുമ്പോൾ എൻ്റെ ഭാര്യ എല്ലാ കാര്യത്തിലും എന്നെ അനുസരിക്കും. മാറി നിന്നിട്ട് ഞാൻ തലയാവുള്ള കാര്യം പറഞ്ഞേക്കാം, നീ അനുസരിച്ചോണം, അതാ വേദോസം പറയുന്നു പറഞ്ഞിട്ട് കാര്യമില്ല. തിരിച്ചു വേണമെങ്കിൽ അങ്ങ് പറഞ്ഞു, അല്ല നിങ്ങളുടെ തല ഒരാളുണ്ടല്ലോ, അനുസരിക്കുക. അതും വേണം, അതും വേണം. അപ്പോൾ ക്രിസ്തുവാണ് കേന്ദ്രം. അതുകൊണ്ടാണ് ക്രിസ്തുവിൻ്റെ ഭയത്തിൽ അന്യോന്യം കീഴടങ്ങിയിരിപ്പീൻ. എന്നാൽ സഭ ക്രിസ്തുവിന് കീഴടങ്ങിയിരിക്കുന്ന പോലെ ഭാര്യമാരും ഭർത്താക്കന്മാർക്ക് സഭത്തിന് കീഴടങ്ങിയിരിപ്പീൻ. ഭർത്താക്കന്മാരെ ക്രിസ്തുവും സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പീൻ. ക്രിസ്തു സഭയെ എങ്ങനെ സ്നേഹിച്ചു? അവൻ അവളെ വചനത്തോടു കൂടിയ ജലസ്നാനത്താൽ വെളിപ്പാക്കി വിശുദ്ധീകരിക്കേണ്ടതിന് കറ മുതലായ ഒന്നുമില്ലാതെ സഭയെ ശുദ്ധയും നിഷ്കളങ്കയുമായി തനിക്ക് തന്നെ തേജസ്സോടെ നിർത്തേണ്ടതിന് തന്നെത്താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. ക്രിസ്തു സഭയെ സ്നേഹിച്ചപ്പോൾ ക്രിസ്തു എന്ത് ചെയ്തു? സഭയ്ക്ക് വേണ്ടി മരിച്ചു. ഇതുപോലെ ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കുമ്പോൾ ഭാര്യയ്ക്കും കുടുംബത്തിനും വേണ്ടി ജീവൻ കൊടുക്കാൻ ഭർത്താവ് തയ്യാറായിരിക്കണം. അതാണ് സ്നേഹം. ഇവിടെ ഈ സ്നേഹത്തെക്കുറിച്ച് പറയുമ്പോൾ 3 തരത്തിലുള്ള സ്നേഹം പറയുന്നുണ്ട്. ഒന്ന്, കർത്താവ് സഭയെ ശുദ്ധീകരിക്കുന്നു. ഇതുപോലെ ഭർത്താവ് ഭാര്യയെ ശുദ്ധീകരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം മിഷൻ ഭരമേൽപ്പിക്കുന്നത് പുരുഷനെയാണ്. ആ മിഷൻ, കുടുംബത്തിൻ്റെ മിഷൻ, കുടുംബത്തെക്കുറിച്ചുള്ള ദൈവോദ്ദേശ്യം ദൈവം ഭരമേൽപ്പിച്ചിരിക്കുന്നത് പുരുഷനെയാണ്. അത് നിർവഹിക്കേണ്ടതിന് ഭാര്യയെ ഒരുക്കുക എന്ന ചുമതല ഭർത്താവിനുണ്ട്. അതാണ് ഇറ്റ് ഈസ് എ സാങ്ക്ടിഫയിങ് ലവ്. അതാണ് ക്രിസ്തു ചെയ്തത്. ക്രിസ്തു സഭയെ എന്ത് ചെയ്തു? വചനത്തോടു കൂടിയ ജലസ്നാനത്താൽ വെളിപ്പാക്കി വിശുദ്ധീകരിക്കേണ്ടതിന് സാങ്ക്ടിഫൈ ചെയ്തു. 2,
ചുളുക്കം വാട്ടം ഒന്നുമില്ലാതെ സഭയെ ശുദ്ധയും നിഷ്കളങ്കമായി തനിക്ക് തന്നെ തേജസ്സോടെ മുൻ നിർത്തേണ്ടതിന് തന്നെ ഏൽപ്പിച്ചു കൊടുത്തു. സാക്രിഫിഷ്യൽ ലവ്. അപ്പോൾ ഭർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ പ്രത്യേകത അത് സാങ്ക്ടിഫയിങ് ആണ്. സാങ്ക്ടിഫയിങ് മാത്രമല്ല, സാക്രിഫിഷ്യലാണ്. ഏൽപ്പിച്ചു കൊടുത്തു. ഭാര്യയെ വെളിപ്പാക്കുന്നത് തല്ലിയും അടിച്ചും പിടിച്ചുമൊന്നുമല്ല. ഭാര്യയെ വെളിപ്പാക്കുന്നത് തന്നെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ടാണ്. അടുത്തത്, ഔവണ്ണം ഭർത്താക്കന്മാരും തങ്ങളുടെ ഭാര്യമാരെ സ്വന്തം ശരീരങ്ങളെപ്പോലെ സ്നേഹിക്കേണ്ടതാകുന്നു. ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെത്താൻ സ്നേഹിക്കുന്നു. ആരും തൻ്റെ ജഡത്തെ ഒരു നാളും പകച്ചിട്ടില്ലല്ലോ. ക്രിസ്തുവും സഭയെ ചെയ്യുന്നത് പോലെ അതിനെ പോറ്റി പുലർത്തുകയത്രേ വേണ്ടത്. അപ്പോൾ ആദ്യത്തേത് സാങ്ക്ടിഫയിങ് ആണ്, 2 സാക്രിഫിഷ്യലാണ്, 3-ാമത്തേത് സാറ്റിസ്ഫയിങ് ആണ്. ഞാൻ എൻ്റെ ഭാര്യയെ സാറ്റിസ്ഫൈ ചെയ്യണം, അവളെ പോറ്റി പുലർത്തണം. അതെൻ്റെ ചുമതലയാണ്, എൻ്റെ ചുമതലയാണ്. ആരധ്വാനിക്കുന്നു എന്നുള്ളത് മാത്രമല്ല ഇവിടുത്തെ വിഷയം. ചിലപ്പോൾ ഭാര്യ ജോലി ചെയ്യുന്നുണ്ടായിരിക്കും, ഭർത്താവിന് ചിലപ്പോൾ അത്രയും വലിയ ജോലി അല്ലായിരിക്കും, ഒക്കെ ശരിയാണ്. പക്ഷെ ഭർത്താവാണ് പോറ്റി പുലർത്തുന്നത്. ഞാൻ അധ്വാനിച്ച് കാശുണ്ടാക്കുമെന്ന് പറയേണ്ട കാര്യമൊന്നുമില്ല. അത് ആരുടേതാണ്? കുടുംബത്തിൻ്റേതാണ്. ആരത് കൈകാര്യം ചെയ്യുന്നത്? ഭർത്താവ്. പക്ഷെ ആ ഭർത്താവ് എങ്ങനെ ആയിരിക്കണം? സാക്രിഫിഷ്യൽ ആയിരിക്കണം, തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുക്കുന്നതായിരിക്കണം. ഓക്കെ, എനിക്കറിയാം ഇതിനകത്ത് നിങ്ങൾക്ക് 100 കൂട്ടം ചോദ്യങ്ങളുണ്ടെന്നുള്ളത് എനിക്കറിയാം. ഓക്കെ, ഇനി ഞാൻ പെട്ടെന്ന് കുഞ്ഞുങ്ങളെ വളർത്തുന്ന കാര്യവുമായിട്ട് ബന്ധപ്പെടുത്തി ചില കാര്യങ്ങൾ പറയട്ടെ. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ദൈവം കുടുംബത്തെ ഉണ്ടാക്കിയപ്പോൾ ദൈവത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത് നമ്മിലൂടെ ഒരു തലമുറ വളർന്നു വരിക എന്നുള്ളതാണ്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ ആദമിനെ സൃഷ്ടിച്ചു കഴിഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞത്, നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറയുവീൻ. ദാറ്റ് ഈസ് എ ഫസ്റ്റ് ബ്ലെസ്സിങ്. അതാണ് ആദ്യത്തെ അനുഗ്രഹം. അപ്പോൾ കുഞ്ഞുങ്ങളൊരു അനുഗ്രഹമാണ്, കുഞ്ഞുങ്ങളൊരു ശാപമല്ല. കുഞ്ഞുങ്ങൾ അനുഗ്രഹമാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. ആ കുഞ്ഞുങ്ങളെ കഴുതേ എന്നൊന്നും വിളിച്ചേക്കല്ലേ. കുഞ്ഞുങ്ങൾ കഴുതയൊന്നുമല്ല, കുഞ്ഞുങ്ങളൊരു ശല്യമാണെന്ന് ചിന്തിക്കരുത്. ഇറ്റ് ഈസ് എ ബ്ലെസ്സിങ്. അതിനെ ജനിക്കുന്നതിന് മുമ്പേ കൊന്നു കളയരുത്. നിങ്ങളുടെ സൗകര്യത്തിന് വേണ്ടി അബോർട്ട് ചെയ്യരുത്. ദാറ്റ് ഈസ് എ സിൻ. യു ആർ കില്ലിങ് യുവർ ചൈൽഡ്. ഞാൻ അതിലേക്ക് പോകുന്നില്ല. ദീസ് ആർ ഓൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. അതൊന്നും ബിബ്ലിക്കൽ അല്ല. എന്നാൽ കുഞ്ഞുങ്ങൾ ലഭിക്കുമ്പോൾ we need to understand that children are a blessing and an inheritance from God. ദൈവത്തിൽ നിന്നുള്ള ദൈവത്തിൻ്റെ ഇൻഹെറിറ്റൻസ് ആണെന്നാണ് പറയുന്നത്. മക്കൾ യഹോവ നൽകുന്ന അവകാശം, ദാനം എന്നുള്ളതിനേക്കാൾ ഉപരി ഇൻഹെറിറ്റൻസ്, അവകാശം. അവകാശം എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണെന്നറിയാം അതിൻ്റെ അർത്ഥം? യഹൂദന്മാരുടെ നിയമമനുസരിച്ച് ഇൻഹെറിറ്റൻസ് വിൽക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് നാബോത്ത് വന്ന് ആഹാബ് വന്ന് നാബോത്തിൻ്റെ മുന്തിരിത്തോട്ടം വിലയ്ക്ക് ചോദിച്ചപ്പോൾ എൻ്റെ പിതാക്കന്മാരുടെ അവകാശം എനിക്ക് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. കാര്യം അത് കൈമാറ്റം ചെയ്യപ്പെടേണ്ടതാണ്, വിൽക്കാൻ പറ്റുന്നതല്ല. ഇതുപോലെ കുഞ്ഞുങ്ങൾ എനിക്ക് ദൈവം തന്നത് ദൈവത്തിൻ്റെ വകയാണ്. ഇറ്റ് ബിലോങ്സ് ടു ഗാഡ്. ദേ ആർ ഗാഡ്സ് ചിൽഡ്രൻ, ഇറ്റ് ഈസ് നോട്ട് മൈൻ. എന്നെ ഒന്ന് ഭരമേൽപ്പിച്ചിരിക്കുകയാണ്. ഒരു വിശുദ്ധ പ്രജയായി ഈ കുഞ്ഞിനെ വളർത്തി ദൈവത്തിന് മടക്കി കൊടുക്കുക എന്നുള്ളത് ആണ് ദൈവം എന്നെക്കുറിച്ച് ഉദ്ദേശിച്ചിരിക്കുന്നത്. അതിനാണ് കുടുംബജീവിതം. ദ പ്രൈമറി responsibility of a family is to see that we are raising our children and giving back them to the Lord as a holy offspring. മലാക്കിയുടെ പ്രവചനം 2-ാം അധ്യായത്തിൽ, ഞാൻ വാക്യം പെട്ടെന്ന് വായിക്കുന്നില്ല, അവിടെ പറയുന്നുണ്ട്, അവൻ എന്താണ് അന്വേഷിച്ചത്? നിങ്ങളുടെ വിവാഹത്തിന് ഞാൻ സാക്ഷിയായിരുന്നു. മലയാളം അത്ര ക്ലാരിറ്റി ഇല്ല. I was a witness in your marriage. And what did I expect? എന്താണ് ഞാൻ പ്രതീക്ഷിച്ചത്? എ ഹോളി ഓഫ് സ്പ്രിങ്. അവൻ എന്തന്വേഷിച്ചു? ഒരു വിശുദ്ധ പ്രജയെ. You get my point? What is God's desire when God was being a witness, or God made you husband and wife? What was his desire?
ഇറ്റ് വാസ് എ ഹോളി ഓഫ് സ്പ്രിങ്. സോ എൻ്റെ കുഞ്ഞുങ്ങളെ വിശുദ്ധ പ്രജകളായി എനിക്ക് മടക്കി കൊടുക്കണം. അതിനുവേണ്ടിയാണ് ഞാൻ ഈ കുഞ്ഞുങ്ങളെ വളർത്തുന്നത്. അല്ലാതെ ബാക്കിയൊന്നും എനിക്കൊരു വിഷയമേ അല്ല. അത് ഏറ്റവും ചെറിയ പ്രായം മുതൽ ഞാൻ കുഞ്ഞുങ്ങളെ ബിബ്ലിക്കലായിട്ട് വളർത്തിക്കൊണ്ടു പോകണം. അങ്ങനെ വേദപുസ്തക പ്രകാരം വളർത്തുമ്പോൾ വിശുദ്ധ പ്രജയായിട്ട് ഇവരെ മടക്കി കൊടുക്കാനായിട്ട് എനിക്ക് പറ്റും. അതിനാണ് ദൈവം. അത് പക്ഷേ എപ്പോഴും എൻ്റെ കൺസേൺ അതാണ്. ഞാൻ ചിലപ്പോൾ യേശുവിൻ്റെ വളർച്ചയെക്കുറിച്ച് വേദപുസ്തകം പറയുന്നതായ വേദഭാഗങ്ങൾ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് വലിയ ഒരു കാര്യമുണ്ട്. അതായത് നമ്മൾ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുമ്പോഴത്തേക്ക് അതിൻ്റെ വേഴ്സ് 39 നമ്മൾ വായിക്കുമ്പോൾ, ആൻഡ് ദ ചൈൽഡ് ഗ്രൂ and became strong and filled with wisdom and the favor of God was upon him. പൈതൽ വളർന്നു, ജ്ഞാനം നിറഞ്ഞു, ആത്മാവിൽ ബലപ്പെട്ടു പോന്നു, ദൈവകൃപയും അവനോട് കൂടെ ഉണ്ടായിരുന്നു. ഒരു പൈതലിൻ്റെ വളർച്ചയുടെ ഇത്രയും ക്ലാരിറ്റിയിൽ ഒരു പുസ്തകത്തിൽ ഞാൻ വായിച്ചിട്ടില്ല. എന്താണ് പൈതൽ വളർന്നു? ഇറ്റ് സ്പീക്സ് അബൌട്ട് ഫിസിക്കൽ ഗ്രോത്ത്. ജ്ഞാനം നിറഞ്ഞു, അവൻ്റെ വിസ്ഡം, അവൻ്റെ സോൾ, അവൻ്റെ ദേഹിയുടെ വളർച്ച, അവൻ്റെ ശരീരത്തിൻ്റെ വളർച്ച, അവൻ്റെ ദേഹിയുടെ വളർച്ച, ആത്മാവിൽ ബലപ്പെട്ടു പോകുന്നു. ഹിസ് സ്പിരിച്വൽ ഗ്രോത്ത്, ബോഡി, സോൾ ആൻഡ് സ്പിരിറ്റ്. ഇത് മൂന്നും എൻ്റെ കുഞ്ഞിൻ്റെ വളർച്ചയിൽ ഞാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. നമ്മുടെയൊക്കെ പ്രശ്നം കൊച്ചു കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ അതിൻ്റെ ശാരീരിക വളർച്ചയാണ് നമ്മുടെ ഏറ്റവും വലിയ കൺസേൺ. കുറച്ച് കഴിയുമ്പോൾ പിന്നെ പിള്ളേരുടെ പഠിത്തം. ശാരീരിക വളർച്ചയും അങ്ങ് വളരുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു കൺസെപ്റ്റ് ഉണ്ട്. ചിലപ്പോൾ ആളുകൾ എൻ്റെ ബ്രദറെ പ്രത്യേകം പ്രാർത്ഥിക്കണം, കുഞ്ഞൊന്നും അവന് വിശപ്പേ ഇല്ല, അവൻ കുഞ്ഞൊന്നും കഴിക്കുന്നില്ല, വിശപ്പില്ല. ഞാൻ പറഞ്ഞു, അവന് വിശപ്പുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ നിങ്ങളൊരു അവസരം കൊടുത്തിട്ടുണ്ടോ? 2 മണിക്കൂർ കൂടുമ്പോൾ വായിലോട്ട് ഓരോന്നോരോന്ന് കുത്തി കയറ്റി കഴിഞ്ഞാൽ പിന്നെ ഇവനെപ്പോഴാണ് വിശക്കുന്നത്? അപ്പം പറഞ്ഞു, അവന് 2 ദിവസം ഒന്നും കൊടുത്തില്ലെങ്കിലും അവനങ്ങ് നടന്നോളൂ. നിങ്ങൾ നോക്കിയിട്ടുണ്ടോ? ഇല്ലല്ലോ. അങ്ങനൊന്നും നടക്കത്തൊന്നുമില്ല. കൊച്ചിന് വിശക്കുമ്പോൾ കൊച്ചു കഴിക്കും. അത് നിങ്ങൾ മനസ്സിലാക്കണം. നമ്മളെയൊക്കെ അങ്ങനെയൊക്കെയാണോ വളർത്തിയത്? ഒന്നുമല്ലല്ലോ. വി വർ ഫ്രീ അല്ലേ? വിശക്കുമ്പോൾ കഴിക്കും. ആവശ്യമില്ലാതെ ഇതിനെയൊന്നും കുത്തിക്കയറേണ്ട കാര്യമൊന്നുമില്ല. അതിന് ആരോഗ്യത്തിന് വേണ്ടി ആവശ്യത്തിനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണം, ചെയ്യേണ്ടെന്നല്ല. പക്ഷേ ഫിസിക്കൽ ഗ്രോത്ത് ഈസ് ഓൺലി വൺ തിങ്. ആൻഡ് നോളജ്, we need to give the children knowledge. Knowledge എന്ന് പറയുന്നത് it is not just education. നമ്മുടെ ചിന്ത നോളജ് എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ ആണെന്നാണ്. അതുകൊണ്ടാണ് we are more giving much importance for education. ആദ്യം നമ്മൾ ആദ്യത്തെ ഒരു 2-3 വയസ്സ് വരെയൊക്കെ 3-4 വയസ്സ് വരെയൊക്കെ നമ്മൾ നോക്കുന്നതെല്ലാം എന്താണ്? കൊച്ചിൻ്റെ ഫിസിക്കൽ ഗ്രോത്ത്. അത് കഴിയുമ്പോഴത്തേക്ക് എഡ്യൂക്കേഷൻ. എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യം മാത്രമാണ്. ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, എനിക്ക് 3 സ്ട്രാൻഡ്സിൽ ഡിഗ്രി ഉണ്ട്, പക്ഷേ എനിക്ക് മരത്തെ കയറാൻ അറിയത്തില്ല. അപ്പം ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എഡ്യൂക്കേഷൻ അല്ല, അതിൻ്റെ അപ്പുറത്താണ് പ്രായോഗികമായ ജ്ഞാനം എന്ന് നമ്മൾ പറയുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കണം. കുഞ്ഞിനെ നമ്മൾ വളർത്തുമ്പോഴത്തേക്ക് അതിന് വിസ്ഡം ഉണ്ടാകണം. അത് കാര്യങ്ങളെല്ലാം ആവശ്യമുണ്ട്. നമുക്ക് ദാറ്റ് ഈസ് എസെൻഷ്യൽ, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ എഡ്യൂക്കേഷന് മാത്രം നമ്മൾ പ്രാധാന്യം കൊടുക്കുമ്പോൾ, ഞാൻ പെട്ടെന്ന് സമയം കൊണ്ട് പറയുക, ഞാൻ ചോദിച്ചോട്ടെ, എന്തിനാണ് നിങ്ങൾ ഈ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നത്? പഠിപ്പിക്കാനെന്ന് ഞാൻ പറഞ്ഞില്ല. എന്തിനു വേണ്ടിയാണ്? യു വാണ്ട് ടു മേക്ക് ദ ചൈൽഡ് ആൻ എഞ്ചിനീയർ ഓർ എ ഡോക്ടർ. ഓക്കെ. പലപ്പോഴും പറ്റുന്ന പ്രശ്നം എന്നറിയാമോ? നിങ്ങൾ ഈ കൊച്ചിന് ആവശ്യമില്ലാതെ ട്യൂഷനൊക്കെ കൊടുക്കുമ്പോഴത്തേക്ക് റിയലി സ്പീക്കിംഗ് ഈ കൊച്ചിന് പഠിക്കാനുള്ള സമയം കിട്ടുന്നില്ല. എന്തെങ്കിലും അറിയാൻ വയ്യായെങ്കിൽ നിങ്ങൾ പറഞ്ഞു കൊടുക്കുക, അല്ലെങ്കിൽ അറിയാവുന്ന കാര്യങ്ങളൊന്ന് പറഞ്ഞു കൊടുക്കുന്നതിനകത്ത് തെറ്റൊന്നുമില്ല. പക്ഷേ ഇത് സ്കൂളിലെ പഠിത്തം, അത് കഴിയുമ്പം ട്യൂഷൻ, അത് കഴിയുമ്പോഴത്തേക്ക് പിന്നെ നിങ്ങളുടെ ഇത് കൊച്ചിനെ അങ്ങ് സപ്രസ് ചെയ്യുകയാണ്. നിങ്ങൾ സപ്രസ് ചെയ്യുക. ഈ കൊച്ചിൻ്റെ സോളൊന്നും ഡെവലപ്പ് ചെയ്യത്തൊന്നുമില്ല ഇങ്ങനെ. പിന്നെ ബ്രദറെ അങ്ങനെ പഠിച്ചില്ലെങ്കിൽ മാർക്ക് കിട്ടുമോ? ചിലപ്പോൾ മാർക്ക് ഇച്ചിരി കുറയുമായിരിക്കും. അങ്ങനെയൊന്നും കുറയത്തൊന്നുമില്ല. നമ്മളെ ഒരു തെറ്റിദ്ധാരണയാണ്. ഫ്രീ ആയിട്ട് വിട്ടാൽ പിള്ളേർ നന്നായിട്ട് പഠിച്ചോളൂ. ഫ്രീ ആയിട്ട് വിട്ടാൽ. ഞങ്ങളുടെ വീട്ടിൽ ഞാനിത് പ്രാക്ടീസ് ചെയ്തില്ല. 3 പിള്ളേരെ വളർത്തിയിട്ടാണ് പറയുന്നത്.
ഞങ്ങളുടെ വീട്ടിൽ പിള്ളേരെ പോയിരുന്നു പടിയടി എന്നൊന്നും ഞങ്ങൾ പറഞ്ഞിട്ടേ ഇല്ല. നമ്മുടെ പ്രശ്നം എന്താണെന്നറിയാമോ? നിങ്ങൾ അങ്ങനെ പറഞ്ഞു പഠിപ്പിച്ചാൽ പിന്നെ ഇത് കേട്ടില്ലെങ്കിൽ കൊച്ചു പഠിക്കത്തില്ല. നമ്മൾ ഈ പട്ടിയൊക്കെ വളർത്തുമ്പോൾ ചിലപ്പം ചില പട്ടിയൊക്കെ ഒരു പ്രശ്നമുണ്ട്. ആഹാരം വിളമ്പി വെച്ചാലും ടൈഗർ ഈറ്റ് ഇറ്റ് എന്ന് പറഞ്ഞാലേ തിന്നത്തുള്ളൂ എന്ന് പറഞ്ഞതുപോലെ ഇപ്പോൾ കൊച്ചു വന്ന് പോയിരുന്ന് പഠിക്കണം എന്ന് കേട്ടാൽ മാത്രമേ പഠിക്കത്തുള്ളൂ. ഇല്ലെങ്കിൽ അവന് പഠിക്കണമെന്നൊന്നും ഇല്ല. ആർക്ക് വേണ്ടിയാണ് പഠിക്കുന്നത്? ഞാൻ ഞങ്ങളെ കുഞ്ഞുങ്ങളോട് പറഞ്ഞ കാര്യമുണ്ട്, മക്കളെ നിങ്ങൾ പഠിക്കുന്നത് പഠിക്കുന്നതല്ല കഴിക്കുന്നത്. തിന്നാലും കുടിച്ചാലും എന്ത് ചെയ്താലും കർത്താവിന് എന്ന വണ്ണം ചെയ്യുവിൻ. അതുകൊണ്ട് നിങ്ങൾ പഠിക്കുന്നത് എനിക്ക് വേണ്ടിയല്ല, നിങ്ങൾക്ക് വേണ്ടിയുമല്ല, കർത്താവിന് വേണ്ടി. അത് നിങ്ങൾ ചെയ്യുമ്പോൾ നന്നായിട്ട് ചെയ്യണം. ഇത്രയും പറഞ്ഞിട്ടുണ്ട്. എൻ്റെ രണ്ടാമത്തെ മോള് ഇപ്പോൾ കല്യാണം കഴിച്ച മോളാണ്. അവൾ കൊച്ചായിരുന്നു. അവൾ ഭയങ്കരമായിട്ട് വായിക്കും. അവൾ ഫിലോസഫിയിൽ കഴിഞ്ഞു, കല്യാണം കഴിഞ്ഞു. അവൾ നന്നായിട്ട് എഴുതുകയൊക്കെ ചെയ്യും, എല്ലാം ഉണ്ട്. അപ്പോൾ ഇവക്കങ്ങ് വായിക്കണം. അപ്പം 2ാം ക്ലാസ്സിലും 3ാം ക്ലാസ്സിലും ഒക്കെ പഠിക്കുമ്പോൾ ഇവളുള്ള പുസ്തകങ്ങളെല്ലാം വായിക്കും. അപ്പോൾ അമ്മയോട് ചെന്നിട്ട് പറയും, അമ്മ ഞാൻ രാത്രി ഇരുന്ന് വായിച്ചോട്ടെ. അമ്മ പറയും, പോയി കിടക്കടി. പിന്നെ അവൾ IAS-നല്ലേ പഠിക്കുന്നത്. എന്തിനാ ഈ പിള്ളേരെ ഇങ്ങനെ വെറുതെ കഷ്ടപ്പെടുത്തി പഠിപ്പിക്കുന്നത്? എനിക്ക് മനസ്സിലാകത്തില്ല. ബ്രദറെ, എൻ്റെ ഒരു സ്വപ്നമാണ് എൻ്റെ മോനൊരു ഡോക്ടറാകണമെന്ന്. ഡോക്ടറാണെന്ന് അത്ര വലിയ മോശം കാര്യമൊന്നുമല്ല. പക്ഷേ മറ്റാരും ജീവിക്കുന്നില്ലേ? ദാറ്റ് ഈസ് മൈ ക്വസ്റ്റ്യൻ. എടാ, ഈ ലോകത്തിൽ എല്ലാ തൊഴിലും ചെയ്യുന്ന ആളുകളുണ്ട്. നമ്മളൊരു പ്രശ്നം, പലപ്പോഴും നമ്മുടെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ചെയ്യാൻ കഴിയാത്തതല്ല ഈ പിള്ളേരെ കൊണ്ട് ചെയ്യണമെന്നാണ് നമ്മുടെ ഇത്. അതായത് എനിക്ക് IIT പഠിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ ITI പഠിക്കാൻ പറ്റുള്ളൂ. എന്നാൽ എൻ്റെ മോനെ IIT തന്നെ പഠിപ്പിച്ചിട്ടുള്ളതാണ് നമ്മുടെ പ്രശ്നം. അല്ല, അവന് പഠിക്കാൻ കഴിയുമെങ്കിൽ പഠിക്കട്ടെ, അതിനൊന്നും ഞാൻ എതിരല്ല. പിന്നെ ഡോക്ടർ മാത്രമൊന്നുമല്ല ജീവിക്കുന്നത്, ഡോക്ടറെക്കാളും മാന്യമായിട്ട് നന്നായിട്ട് ജീവിക്കുന്ന ഇഷ്ടം പോലെ ഉണ്ട്. അമേരിക്കയിൽ ഞാൻ ഇയാളെ കേട്ട ഒരു സ്റ്റോറിയാണ്. അമേരിക്കയിൽ ഒരു ഡോക്ടറുടെ വീട്ടിലെ പൈപ്പ് കേടായപ്പോൾ ഒരു പ്ലംബറെ വിളിച്ച് 1 മണിക്കൂർ പണിയെടുത്ത് കാണും. അവൻ $200 ചോദിച്ചു. അങ്ങനെ ഡോക്ടർ പറഞ്ഞു, ഇടോ താൻ എന്തോ ചാർജാണോ ഈ ചെയ്യുന്നത്? ഒരു ഡോക്ടറായിട്ട് പോലും എനിക്ക് $100 ഒരു അവറിൽ കിട്ടുന്നത്. അവിടെ അയാൾ പറയുക, ഞാൻ ഡോക്ടറായിരുന്നപ്പോഴും എനിക്ക് അത്രേ കിട്ടുന്നുള്ളായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഈ പണിക്ക് പോയെന്ന്. എൻ്റെ പ്രിയമുള്ളവരെ, ഡോക്ടർമാരെക്കാളും നന്നായിട്ട് പ്ലംബർമാർ ജീവിക്കുന്ന കാലമായത്. അത് നിങ്ങൾ മനസ്സിലാക്കുക. അങ്ങനെ അങ്ങ് ചാകേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെ നിങ്ങൾ ഫ്രീ ആക്കി വിട്ടാൽ പിള്ളേർ പഠിക്കാതിരിക്കത്തൊന്നുമില്ല. എൻ്റെ പിള്ളേരെല്ലാം ഇന്ത്യയിലെ, ഞാൻ പൊങ്ങച്ചം പറയാണെന്ന് ചിന്തിക്കരുത്, ഞാൻ ഈ പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ആ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്, എൻ്റെ പിള്ളേരെല്ലാം ക്യാപിറ്റേഷൻ ഫീ കൊടുക്കാതെ ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് കോളേജസിൽ പഠിച്ച് റാങ്ക് വാങ്ങിച്ച് പാസ്സായിട്ടുള്ള പിള്ളേരാണ്. യൂണിവേഴ്സിറ്റി റാങ്ക് വാങ്ങിച്ച് തന്നെ പാസ്സായിട്ടുള്ള പിള്ളേരാണ്. ഒരിക്കൽ പോലും റാങ്ക് വാങ്ങിച്ചുകൊണ്ട് വരുമ്പോൾ എൻ്റെ ഇളയ കൊച്ചുമ്മ പറയുമായിരുന്നു, എന്തിനാണ് റാങ്ക് വാങ്ങിക്കുന്നത്? അപ്പനും അമ്മയും നോക്കത്ത് പോലുമില്ല. ഇവരുടെ റാങ്കിനെ കുറിച്ച്, നമുക്ക് റാങ്കാണല്ലോ പ്രശ്നം. വന്നു കഴിയുമ്പോഴത്തേക്ക് ചോദിക്കുന്നത്, എത്രാമത്തെ റാങ്ക് ആടി? 7ാമത്തെ. സൂസിയുടെ കൊച്ചിൽ എത്രാമത്തെ റാങ്ക് ആടി? 10ാമത്തെ. എന്നാൽ കുഴപ്പമില്ല, 7ാമത്തെ റാങ്ക് ആണെങ്കിലും കുഴപ്പമില്ല, പക്ഷേ സൂസിയുടെ റാങ്കിൻ്റെ മുകളിലായിരിക്കണം. എൻ്റെ പ്രിയമുള്ളവരെ, ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ. നിങ്ങളുടെ പൊങ്ങച്ചങ്ങൾക്ക് വേണ്ടി ഈ പിള്ളേരെ വെറുതെ നിങ്ങൾ ഉപയോഗിക്കരുത്. ലെറ്റ് ചിൽഡ്രൻ ഗ്രോ ഫിസിക്കലി ആൻഡ് പൈതൽ വളർന്നു, ജ്ഞാനം നിറഞ്ഞു. പക്ഷേ ഹൗ അബൌട്ട് ദ സ്പിരിച്വൽ ഗ്രോത്ത്? ആത്മാവിൽ ബലപ്പെട്ടു പോന്നു. എൻ്റെ കുഞ്ഞുങ്ങളെക്കുറിച്ച് എനിക്ക് അത്രേ ഉണ്ടായിരുന്നുള്ളൂ ആഗ്രഹം, വേറെ ഒന്നുമില്ല. എൻ്റെ കുഞ്ഞുങ്ങളുടെ സുവിശേഷ വരെയാണെന്ന് എനിക്ക് നിർബന്ധമല്ല. ദാറ്റ് വാസ് മൈ ഡിസയർ. എനിക്ക് വേറെ ഒന്നും ആകാൻ ആഗ്രഹം ഉണ്ടായിരുന്നില്ലെന്ന് തന്നെയല്ല, ഇപ്പോഴും ഇല്ല. ദാറ്റ് ഈസ് ദി ഓൺലി പ്രയർ. മറ്റൊന്നുമല്ല, 2007 പവർ വിഷനിൽ നിന്ന് എൻ്റെ വീട്ടിൽ വന്നിട്ട് ഒരു ഇൻ്റർവ്യൂ. അപ്പോൾ അവരെന്നോട് ചോദിച്ചു, ആങ്കർ ചെയ്യുന്ന കൊച്ചനോട് ചോദിച്ചു, കുഞ്ഞുങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു? എന്നാൽ ഞാൻ പറഞ്ഞു, എല്ലാവരും പഠിക്കുന്നു. അവരൊക്കെ ആരാകാൻ ആഗ്രഹം? എന്നാൽ ഞാൻ പറഞ്ഞു, എല്ലാവരും മിഷണറിമാരാകണം. അതെന്താ അങ്ങനെ പറയാൻ കാര്യം? ഞാൻ പറഞ്ഞു, അതെല്ലാം ചോദിച്ചേ. അല്ല, അവരൊക്കെ നന്നായിട്ട് പഠിക്കുന്ന പിള്ളേരല്ലേ? ഞാൻ ചോദിച്ചു, വാട്ട് യു മീൻ? നന്നായിട്ട് പഠിക്കുന്ന പിള്ളേരാണെങ്കിൽ ഡോക്ടറാകണം, നന്നായിട്ട് പഠിക്കുന്ന അല്ലെങ്കിൽ മിഷണറി ആകണമെന്നോ? എന്താ ഇവള് ചോദിച്ചതിൻ്റെ അർത്ഥം? എടി, നന്നായിട്ട് അവൾ ആങ്കർ ചെയ്ത കൊച്ചു ചോദിച്ചതാണ്, അവരൊക്കെ നന്നായിട്ട് പഠിക്കുന്ന പിള്ളേരല്ലേ, പിന്നെന്താ അവർ മിഷണറിമാരാകണമെന്ന് പറയുന്നത്? ഞാൻ പറഞ്ഞു, മിഷണറി എന്ന് പറയുന്നത്
ഏറ്റവും വലിയ ഡോക്ടറെക്കാളും എഞ്ചിനീയറിനേക്കാളും ഒക്കെ കൂടിയതായതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. ഞാൻ പറഞ്ഞു ഞാനിത് ചൂസ് ചെയ്തതാണ്, പണി കിട്ടാത്തപ്പം വന്നതൊന്നുമല്ല. ഒരാളൊരു ജോലി ചൂസ് ചെയ്യണമെങ്കിൽ അത് ഏറ്റവും ബെസ്റ്റാണെന്ന് തോന്നുന്നതുകൊണ്ടല്ലേ അയാൾ ചൂസ് ചെയ്യുന്നത്, വേറെ കിട്ടാത്തത് കൊണ്ടല്ലാതെ ചൂസ് ചെയ്യുന്നെങ്കിൽ ഞാൻ വേറെ എല്ലാത്തിനേക്കാളും ഉപരിയായിട്ട് മിഷനറി എന്ന് പറയുന്ന ഈ ജോലി ഞാൻ ചൂസ് ചെയ്തതാണ്. എന്നിട്ട് ഞാൻ പറഞ്ഞു, അന്ന് 2007 അബ്ദുൽ കലാം, APJ അബ്ദുൽ കലാം മാഷ് അവിടെ പ്രസിഡൻ്റായിട്ട് മത്സരിക്കുന്ന സമയമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്നോട് പറയുകയാണ് ഡോക്ടർ APJ അബ്ദുൽ കലാം പ്രസിഡൻ്റ് ആയല്ലോ, ഒരു പ്രാവശ്യം ആയല്ലോ, അപ്പം അദ്ദേഹത്തെ മാറ്റി ഞങ്ങൾ സാജുവിനെ ഇന്ത്യയിലെ പ്രസിഡൻ്റ് ആക്കാനായിട്ട് നോക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഞാൻ പറയും, ഐ എം സോറി, ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ്, ഐ കനോട്ട് ഗോ ഫോർ എ ലെസർ ജോബ്. എനിക്കിപ്പോൾ ചെയ്യുന്ന ജോലിയേക്കാൾ ഒരു കുറഞ്ഞ ജോലിക്ക് പോകാൻ എനിക്ക് താല്പര്യമില്ല. ട്രൂ, എനിക്ക് ആ ബോധ്യമുണ്ട്. അതുകൊണ്ട് ദൈവകൃപയാൽ മൂത്ത 2 പിള്ളേരുടെയും കല്യാണം കഴിഞ്ഞ് അവർ 2 പേരും സുവിശേഷകരാണ്. ഇനി ഒരുത്തിയുണ്ട്, അവളെയും ആകെ ഒരു പ്രാർത്ഥനയുള്ളൂ, ഒരു ഉപദേശയുടെ കയ്യിലുള്ള കൈ ഒന്ന് പിടിച്ചു കൊടുക്കണം, ഒന്നിന് മോഹമേ ഉള്ളൂ. ഐ ജസ്റ്റ് വാണ്ട് ടു സീ ദാറ്റ് ഓൾ മൈ ചിൽഡ്രൻ ആർ ഡൂയിങ് മിഷൻ വർക്ക് എന്ന് വെച്ചുകൊണ്ട് ലോകത്തിലുള്ള എല്ലാ പിള്ളേരും മിഷൻ വർക്ക് ചെയ്യണമെന്നല്ല ഞാൻ പറഞ്ഞത്. അതും ചിന്തിക്കരുത്, ഇത് മാത്രമേ ഉള്ള ജോലി. ഡോക്ടറാകുന്ന മോശമല്ല, എഞ്ചിനീയർ ആകുന്ന മോശമല്ല, ഇതൊന്നും മോശമല്ല, IAS എടുക്കുന്നത് മോശമൊന്നുമല്ല. സി, എല്ലാ കാര്യങ്ങളും. പക്ഷേ നമ്മളുടെ കൺസേൺ എന്താണ്? ഞാൻ ചിലപ്പോൾ പറയും, IIT MTech കഴിഞ്ഞിട്ട് ജർമ്മനി പോയി PhD ചെയ്ത് സ്വിറ്റ്സർലൻഡിൽ പോയി പണിയെടുത്ത് കോടീശ്വരനായിട്ട് നരകത്തിൽ പോകുന്നതിനേക്കാളും നല്ലതാണ് മീൻകൊട്ടയെടുത്ത് ചുമന്ന് നടന്നിട്ട് സ്വർഗത്തിൽ പോകുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കണം. എൻ്റെ കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള കൺസേൺ എനിക്കതാണ്. അതിനുവേണ്ടിയാണ് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്. കർത്താവ് പറഞ്ഞു, യെരൂശലേം പുത്രിമാരെ, നിങ്ങൾ എന്നെ ചൊല്ലി കരയേണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലി കരവിൻ. പോയി കര. അവരുടെ പിള്ളേരുടെ റാങ്കിൻ്റെ കാര്യത്തെക്കുറിച്ച് ആലോചിക്കാതെ അവർ പഠിക്കുന്നെങ്കിൽ പഠിച്ചോട്ടെ. നിങ്ങൾ ഇവരെ ഫ്രീ ആക്കി വിട്ടാൽ അവർ റാങ്ക് വാങ്ങിക്കും. അതാ ആവശ്യം. അല്ലാതെ നിങ്ങൾ ഈ പറയുന്നത് പോലെ ഒന്നുമല്ല. ഈ കുഞ്ഞുങ്ങളൊക്കെ പഠിക്കാൻ നല്ല കപ്പാസിറ്റി ഉണ്ട്, പക്ഷേ നിങ്ങളുടെ പ്രഷർ ഇവർക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ദാറ്റ് ഈസ് എ ബിഗസ്റ്റ് പ്രോബ്ലം. എഡ്യൂക്കേഷനിൽ പറ്റുന്നൊരു വലിയ പ്രശ്നമാണ് ഇത്. ഞാൻ ആത്മീയം മാത്രമൊന്നുമല്ല പറഞ്ഞത്, സെക്യുലറായിട്ട് തന്നെ ആലോചിച്ചാലും ദാറ്റ് ഈസ് എ തിങ്. കുഞ്ഞുങ്ങളെ ഒന്ന് ഫ്രീ ആക്കി വിട്ട് നോക്കി, അവർ കൂളായിട്ട് പഠിച്ചോളും. അല്പമെങ്കിലും കുറച്ച് ചിലപ്പോൾ സമയമെടുക്കും. കാര്യം നിങ്ങൾ ആവശ്യമില്ലാത്ത പ്രഷറെല്ലാം കൊടുത്തത് കൊണ്ട്. നിങ്ങളൊന്ന് ഫ്രീ ആയാൽ നാച്ചുറലി കുഞ്ഞുങ്ങൾ ആ കാര്യത്തിലേക്ക് വരും. കുഞ്ഞുങ്ങളുടെ ആത്മീക വളർച്ചയാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. റാങ്ക് വാങ്ങിക്കാൻ വേണ്ടി ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കുന്ന ആളുകളുണ്ട്. ഒരു സ്ത്രീ ഒരു വീട്ടിൽ ചെന്നപ്പോഴത്തേക്ക് ചോദിച്ചു, കഴിക്കാൻ പാ. അയ്യോ ഇല്ല, ഞാൻ ഉപവാസം. എന്ത് പറ്റി? കുഞ്ഞിൻ്റെ പരീക്ഷയാണ്. കുഞ്ഞിൻ്റെ പരീക്ഷ അത് മാർച്ചിട്ടല്ലേ, ഇതിപ്പോൾ സെപ്റ്റംബറല്ലേ ആയുള്ളൂ. അല്ല, ക്ലാസ് പരീക്ഷയാണ്. ക്ലാസ് പരീക്ഷയ്ക്ക് ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കുക തള്ള. ഇന്ന് വരെ ഈ കൊച്ച് ആത്മനിർഭർ പ്രാപിക്കണമെന്ന് പറഞ്ഞ് ഈ തള്ള ഉപവാസം എടുത്തിട്ടുണ്ടോ? ഇല്ല. എങ്ങനെ ഈ കൊച്ച് രക്ഷപ്പെടുന്നത്? സ്പിരിച്വൽ ലിവിങ് ആണ് ഏറ്റവും പ്രധാനം. പൈതൽ വളർന്നു, ജ്ഞാനം നിറഞ്ഞു, ആത്മാവിൽ ബലപ്പെട്ടു വന്നു, ദൈവകൃപയും അവനോട് കൂടെ ഉണ്ടായിരുന്നു. ദൈവകൃപ. എന്നിട്ട് നമ്മൾ വീണ്ടും ഒരു കാര്യം കൂടെ പെട്ടെന്ന് ഞാൻ പറഞ്ഞോട്ടെ. അവിടെ 52 52 വാക്യത്തിൽ, ആൻഡ് ജീസസ് ഇൻക്രീസ്ഡ് ഇൻ വിസ്ഡം ആൻഡ് സ്റ്റേച്ചർ ആൻഡ് ഇൻ ദ ഫേവർ വിത്ത് ഗാഡ് ആൻഡ് മാൻ. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പറയാം. അതായത് യേശുവോ ജ്ഞാനത്തിലും വളർച്ചയും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും കൃപയിലും മുതിർന്നു വന്നു. യു അണ്ടർസ്റ്റാൻഡ്? അത് യേശുവിൻ്റെ ടീനേജിൻ്റെ വളർച്ചയായി പറയുന്നത്. ആദ്യത്തേത് ഇൻഫൻറ്റ് ജീസസ് ആണെങ്കിൽ ഇത് ടീനേജിൻ്റെ വളർച്ചയാണ്. ടീനേജിൻ്റെ വളർച്ചയുടെ പ്രത്യേകത, നമ്മുടെ കുഞ്ഞുങ്ങൾ ദൈവത്തിൻ്റെ കൃപയിൽ മുതിർന്നു വന്നത് നേരത്തെ കണ്ടു. ദൈവത്തിൻ്റെ കൃപയിൽ മാത്രമല്ല, മനുഷ്യൻ്റെ കൃപയിലും മുതിർന്നു വരണം. എന്നറിയാമോ? ഒന്നാമത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, God wants us to live not as independent. We need to be dependent ആയിട്ട് വേണം ജീവിക്കാൻ. നമ്മൾ ദൈവത്തെയും മനുഷ്യനെയും ഡിപ്പെൻഡ് ചെയ്ത് വേണം ജീവിക്കാൻ. ദൈവത്തെ മാത്രമല്ല, മനുഷ്യനെയും. മനുഷ്യൻ്റെ കൃപയിൽ മുതിർന്നു വരണം. ഇന്നത്തെ പിള്ളേരുടെ ഒരു വലിയ പ്രശ്നം, നമ്മൾ പിള്ളേരെ ഇൻഡിപെൻഡൻ്റ് ആക്കി. അത് തന്നെ ബിബ്ലിക്കൽ അല്ല. വേദപുസ്തകം പറയുന്നത് നീ മറ്റുള്ളവരുടെ കൃപയിൽ ജീവിക്കണമെന്നാണ്.
സെക്യുലറിസമാണ് നമ്മളെ ഇൻഡിപെൻഡൻ്റ് ആക്കുന്നത്. ബൈബിൾ ഒരിക്കലും നമ്മളെ ഇൻഡിപെൻഡൻ്റ് ആക്കുന്നില്ല. അതൊക്കെയാണ് സഭയുടെ കൂട്ടായ്മ എന്നൊക്കെ പറയുന്നത്. നമ്മൾ ഇൻഡിപെൻഡൻ്റ്. ഇപ്പോഴത്തെ പിള്ളേർ ഒരു കാരണം, ഞാനൊക്കെ ചിലപ്പോൾ എന്തെങ്കിലും ഒരു കാര്യത്തിനൊരു വീട്ടിലോട്ട് കയറി ചെല്ലാന്ന് വെച്ചോ, സഭ ഹോളി വെച്ച് ഈ ചെറുക്കനെ കണ്ടു വല്ല പരിചയം കാണും. അപ്പനെ കാണാനായിരിക്കും ഞാൻ അങ്ങോട്ട് ചെല്ലുന്നത്. ബെല്ലടിക്കുമ്പോഴത്തേക്ക് ഹൂ ഇസ് ദാറ്റ് എന്ന് പറഞ്ഞ് ഒരു വര കൊണ്ടുവരും. ഹൈ അങ്കിൾ, ഓ ഐ ഡിഡ്ന്റ് നോ ദാറ്റ്, അങ്കിൾ സിറ്റ് ഡൗൺ, ഐ വിൽ കോൾ ദാറ്റ്, ഓക്കേ എന്ന് പറഞ്ഞ് ഒറ്റ മുങ്ങ. പിന്നെ അവനെ കാണാനേ കിട്ടത്തില്ല. നിങ്ങളുടെ വീട്ടിൽ വരുന്ന പിള്ളേരോട്, നിങ്ങളുടെ വീട്ടിൽ വരുന്ന ആളുകളോട് നിങ്ങളുടെ പിള്ളേർ സംസാരിക്കത്തില്ലെങ്കിൽ നിങ്ങൾ കാണിക്കുന്ന മഹാപാതകമാണ്. നിങ്ങളുടെ വീട്ടിൽ വരുന്ന പിള്ളേർക്ക് ഒരു ചായ ഉണ്ടാക്കി കൊടുക്കാൻ നിങ്ങളുടെ പെൺപിള്ളേർക്ക് അറിയത്തില്ലെങ്കിൽ നിങ്ങൾ വേറെ വല്ല പണി നോക്ക്. വഴക്ക് പറയാനാണോ ഇയാൾ വന്നതെന്ന് ചോദിക്കാം. പിന്നെ ആരാ പറയുന്നത്? സി, യേശുവിൻ്റെ വളർച്ചയുടെ കാര്യം പറയുമ്പോഴേ അവൻ ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും കൃപയിൽ മുതിർന്നു വന്നെന്ന്. മനുഷ്യനെ ആശ്രയിച്ച് വേണം നമ്മൾ ജീവിക്കാൻ. ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ജീവിക്കാനല്ല ദൈവം നമ്മളെ ആക്കിയിരിക്കുന്നത്, ഡിപ്പെൻഡൻ്റ് ആയിട്ട് ജീവിക്കാനാണ്. ഒരു കുഞ്ഞ് ഭൂമിയിലേക്ക് ജനിക്കുമ്പോൾ എന്തുകൊണ്ടാണ് കുഞ്ഞായിട്ട് വരുന്നത്? ഞാൻ ചിലപ്പോൾ ആലോചിച്ചിട്ടുണ്ട്. എടാ, ഒരു 18-20 വയസ്സുള്ള ഒരു പുരുഷനായിട്ട് ഒരു തനിക്ക് വന്നായിരുന്നെങ്കിൽ ആരെയും ഡിപ്പെൻഡ് ചെയ്യണ്ടായിരുന്നല്ലോ. ഈ ശൈശവത്തിൽ ദൈവം എന്തിനാ ശൈശവം തന്നെന്നറിയാമോ? ഡിപ്പെൻഡൻസ് പഠിക്കാനാ, അഹങ്കാരിയായിട്ട് ജീവിക്കാനല്ല, മറ്റുള്ളവരെ ആശ്രയിച്ച് ജീവിക്കാനാണ് ദൈവം ശൈശവം ഡിസൈൻ ചെയ്തത്. ഈ അണ്ടർസ്റ്റാൻഡ് വാട്ട് ഐ സേ? കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആകും. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇൻഡിപെൻഡൻ്റ് ആയി കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് മക്കളാകും. പിന്നെ നമ്മുടെ മക്കൾ വളരുമ്പോൾ നമ്മൾ വാർദ്ധക്യത്തിലേക്ക് പ്രവേശിക്കുന്നു. ദൈവം എന്തിനായി വാർദ്ധക്യം ഡിസൈൻ ചെയ്തത്? റിട്ടയർമെൻറ്റ് കഴിയുന്നതിന് പിറ്റേ ദിവസം അങ്ങ് നേരെ ഉടലോടെ പോയായിരുന്നെങ്കിൽ വല്ല പ്രശ്നം ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ മരിച്ചു പോയാൽ. അത് കഴിയുമ്പം വലുവായി, പ്രയാസമായി. ഇന്നലെ വരെ ചെറുക്കന് ഞാൻ അങ്ങോട്ട് കാശ് കൊടുത്തു, അവൻ എനിക്ക് കാശ് തരുന്നു. അവൻ ചോദിക്കുന്നു, പപ്പാ കഴിഞ്ഞ മാസം ഇല്ലയോ ഞാൻ 5000 അയച്ചു തന്നത്? ഇപ്പം പിന്നെ എന്തോ രൂപ, എന്തോ ആവശ്യം? ഇതെല്ലാം കേട്ട് ഞാൻ ജീവിക്കണ്ടായോ? എന്തിനാ ദൈവം എനിക്ക് വാർദ്ധക്യം തന്നത്? ഞാൻ ഡിപ്പെൻഡൻസ് പഠിക്കാനാ. കാര്യം ഇൻഡിപെൻഡൻ്റായിട്ട് കുറച്ച് വർഷങ്ങൾ ജീവിച്ച് മറ്റുള്ളവരെയൊക്കെ ഭരിച്ച് ഞാനൊരു അഹങ്കാരിയാകുമ്പോൾ അങ്ങ് ചെല്ലുന്നതിന് മുമ്പ് ഡിപ്പെൻഡൻസ് പഠിച്ചു വേണം അങ്ങോട്ട് ചെല്ലാൻ. അതിന് ദൈവം ഡിസൈൻ ചെയ്തതാണ് വാർദ്ധക്യം. ചിലപ്പോൾ ആളുകളോട് ആരെയും ബുദ്ധിമുട്ടിക്കാതൊക്കെ പോയാൽ മതിയായിരുന്നു. എൻ്റെ ആഗ്രഹം അതേ അല്ല. 10 പേരെ ബുദ്ധിമുട്ടിച്ച് എങ്ങനെങ്കിലും അങ്ങ് പോകണമെന്ന് എൻ്റെ ആഗ്രഹം. കാര്യം അതാണ് ദൈവത്തിൻ്റെ ഡിസൈൻ. മറ്റുള്ളവരിൽ നിന്ന് റിസീവ് ചെയ്യാൻ നമ്മൾ പഠിക്കണം. മറ്റുള്ളവരുടെ കരുണയിൽ ജീവിക്കാൻ നമ്മൾ പഠിക്കണം. അതാണ് വിനയം. യേശു വളർന്നത് എങ്ങനെയാണ്? ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും കൃപയിൽ. ദിസ് is biblical and we are following a non-Christian policy in our life. We are asking children to be independent. ആരെ ആശ്രയിച്ച് ജീവിക്കരുതെന്ന് നമ്മൾ പഠിപ്പിക്കുന്നത്. അത് ലോകമാണ് പഠിപ്പിക്കുന്നത്, ദൈവമല്ല, ബൈബിളല്ല. നമ്മൾ ഡിപ്പെൻഡൻ്റ് ആയിരിക്കണം. നമ്മുടെ സഹോദരങ്ങൾ, മറ്റുള്ളവരെ, ലോകത്തിലുള്ളവരെ. അതൊക്കെയല്ലേ ഗ്രാമത്തിൻ്റെ പ്രത്യേകത. നമ്മൾ ഗ്രാമത്തിൽ നിന്ന് പോയതുകൊണ്ട് ഗ്രാമത്തിൽ വളർന്നവർക്കൊക്കെ അറിയാമല്ലോ. വൈകുന്നേരം ഒരു 6-6:30 ആകുമ്പോഴത്തേക്ക് ഏതെങ്കിലും നമ്മുടെ പിള്ളേർ ഒരു മുറുക്കാൻകടയിൽ നിൽക്കുകയാണെങ്കിൽ അയൽവക്കത്തെ നായർ വന്നിട്ട് ചോദിക്കും, എന്തിനാണ് അവിടെ നിൽക്കുന്നത്? കയറി പോടാ വീട്ടിൽ. അയൽവക്കത്തെ നായരാ. പക്ഷേ ആ സ്വാതന്ത്ര്യമായി കൊണ്ടായിരുന്നു. കാര്യം അയക്കും ഞാൻ തെറ്റിപ്പോകുന്നത് ഇഷ്ടമല്ല. അതാണ് ഗ്രാമം. അതിൻ്റെ വേർഷന്. ഇപ്പം ഞാൻ ചോദിച്ചോട്ടെ, സൺഡേ സ്കൂളിൽ ഒരു ചെറുക്കൻ എന്തെങ്കിലും വർത്തമാനം പറഞ്ഞ് വഴക്കുണ്ടാക്കിയാൽ വഴക്ക് പറയാൻ സൺഡേ സ്കൂൾ ടീച്ചർക്ക് പോലും പേടിയായിരുന്നു. ശരിയല്ലേ? കാര്യം അപ്പനും അമ്മയും കൂടെ ചെല്ലും, എൻ്റെ കൊച്ചിനെ വഴക്ക് പറയാം, നിങ്ങളാരാ? എന്നറിയാമോ? അഹങ്കാരം. ഇൻഡിപെൻഡൻ്റായിട്ട് പിള്ളേരെ വളർത്തുന്നത് അല്ല ദൈവം വിഭാവന ചെയ്യുന്നത്. എ ലോട്ട് ഓഫ് തിങ്സ് ടു സേ, ബട്ട് ഐ സേ, യേശു എന്ത് ചെയ്തു? അവൻ ജ്ഞാനത്തിൽ വളർന്നു. ജീസസ് ഇൻക്രീസ്ഡ് ഇൻ വിസ്ഡം ആൻഡ് സ്റ്റേച്ചർ ആൻഡ് ഇൻ ഫേവർ വിത്ത് ഗാഡ് ആൻഡ് മാൻ. പ്രിയമുള്ളവരെ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ സ്പിരിച്വാലിറ്റിയാണ് നമ്മുടെ ഏറ്റവും വലിയ വിഷയം. ഇറ്റ് ഈസ് നോട്ട് ഫിസിക്കൽ
ഓഫ് കോഴ്സ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എല്ലാം കഴിക്കാനും കുടിക്കാനും ഒക്കെ കൊടുക്കണം. അതിനൊക്കെ ഒരു 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 വഴിയുണ്ട്. പക്ഷെ അതിനപ്പുറത്തേതാണ് എന്ത്? സ്പിരിച്വാലിറ്റി. എഡ്യൂക്കേഷൻ ഈസ് നോട്ട് ദ ബിഗസ്റ്റ് തിങ്. യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ്. എഡ്യൂക്കേഷൻ കൊടുക്കണം, വേണ്ടെന്നല്ല. പക്ഷേ കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. സ്വർഗമാണ് വലുത്, നിത്യതയാണ് വലുത്. നിത്യതയുടെ ദർശനത്തിൽ വേണം കുഞ്ഞുങ്ങളെ നയിക്കാൻ. ഭവനത്തിൽ നമ്മൾ കേൾക്കേണ്ട വാക്കുകൾ യേശുവിൻ്റെ വാക്കുകൾ. ആവർത്തന പുസ്തകത്തിൽ നിന്ന് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത്, ഇടയ്ക്ക് ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്നത്? ഇത് നിങ്ങൾ നിങ്ങളുടെ മക്കളെ ഉപദേശിച്ചു കൊടുക്കണം. എപ്പോഴൊക്കെ? നിങ്ങൾ വീട്ടിലിരിക്കുമ്പോഴും. ആവർത്തന പുസ്തകം 6-ാം അധ്യായം വായിച്ചുകൊണ്ട് വരണമെന്നൊക്കെ ഞാൻ പറഞ്ഞു. എത്ര പേര് വായിച്ചെന്ന് എനിക്കറിയില്ല. നിങ്ങൾ വീട്ടിലിരിക്കുമ്പോഴും വഴി നടക്കുമ്പോഴും എന്തുപദേശിച്ചു കൊടുക്കണം? ദൈവത്തിൻ്റെ വചനം. വീട്ടിലിരിക്കുമ്പോൾ, വഴി നടക്കുമ്പോൾ, പിന്നെന്താണ്? നിങ്ങൾ കിടക്കുമ്പോൾ, നിങ്ങൾ എഴുന്നേൽക്കുമ്പോൾ. പിന്നെ എപ്പോഴാ സമയം? വേറെ എന്താ സമയം? എന്താ അതിൻ്റെ അർത്ഥം? നമ്മുടെ ഭവനത്തിൽ വേറെ ഒരു സംസാരവും ഉണ്ടാകാൻ പാടില്ല. ഒരു സംസാരവും. ലൗകികമായി വളരുന്നതല്ല പ്രധാനം. കുഞ്ഞുങ്ങൾ നിത്യതയുടെ ദർശനത്തിൽ ജീവിക്കണം. നിത്യതയുടെ ദർശനത്തിൽ. വേദപുസ്തകത്തിൻ്റെ കാര്യങ്ങളായിരിക്കണം അവർ കേൾക്കുന്നതും വായിക്കുന്നതും കാണുന്നതും. എൻ്റെ പിള്ളേർ വളർന്നപ്പോഴത്തേക്ക് ഐ എം എ ജേർണലിസ്റ്റ് ബൈ പ്രൊഫഷൻ. ഞാൻ നിശ്ചയിച്ചു എൻ്റെ വീട്ടിൽ ഞാൻ TV വെക്കത്തില്ലെന്ന്. TV വാങ്ങിക്കാൻ കാശിലാഞ്ഞിട്ടൊന്നുമില്ല. 100 TV വാങ്ങിക്കാനുള്ള കാശൊന്നും എനിക്കുണ്ട്. അപ്പോൾ എൻ്റെ കൂട്ടുകാരെല്ലാം പറഞ്ഞു, എടാ നീ എല്ലാം മണ്ടത്തരം കാണിക്കുന്നത്, പിള്ളേർക്ക് ജനറൽ നോളജ് ഉണ്ടാകത്തില്ല. ശരിയാ, എൻ്റെ പിള്ളേർക്ക് ജനറൽ നോളജ് ഇച്ചിരി കുറവാണ്. ഇപ്പം ട്രംപിൻ്റെ ഫിനാൻസ് മിനിസ്റ്റർ ആരാന്ന് ചോദിച്ചാൽ എൻ്റെ പിള്ളേർക്ക് അറിയത്തില്ല. പിന്നെ TV ഉള്ള വീട്ടിലെ പിള്ളേർക്കും അറിയത്തില്ല. ഇതൊക്കെ വെറുതെ പറയുന്നതാണ്. ഇതില്ലെന്ന് പറഞ്ഞൊന്നും സംഭവിക്കാനില്ല. പകരം അന്ന് 4 കമ്പ്യൂട്ടർ എൻ്റെ വീട്ടിൽ ഇരിപ്പുണ്ട്. അന്ന് ലാപ്ടോപ്പ് ഒന്നും തുടങ്ങിയിട്ടില്ല. 4 കമ്പ്യൂട്ടർ എൻ്റെ വീട്ടിൽ ഇരിപ്പുണ്ട്. ഞാനെന്ത് ചെയ്യുന്നറിയാമോ? എവിടെ പോയാലും മിഷണറിമാരുടെ ജീവചരിത്രങ്ങളും ബൈബിൾ സീരീസും ഞങ്ങളുടെ പിള്ളേർ അതൊക്കെ കണ്ടാണ് വളർന്നത്. അതുകൊണ്ടാണ് ഞങ്ങളുടെ പിള്ളേർ വളർന്നത്. യു അണ്ടർസ്റ്റാൻഡ്? എൻ്റെ പിള്ളേരൊക്കെ അങ്ങനത്തെ പുസ്തകങ്ങൾ വായിച്ചാൽ, മിഷണറിമാരുടെ സ്റ്റോറീസ് വായിച്ചും, മിഷണറിമാരുടെ ജിമലിറ്റിൻ്റെയും വില്യംറ്റിൻ്റെയും അന്ന് കിട്ടാവുന്ന, ഞാൻ വേറെ ലോകത്തിൽ എവിടെ ഞാൻ യാത്ര ചെയ്താലും ഞാൻ അന്ന് നോക്കുന്നൊരു കാര്യമുണ്ട്, പിള്ളേർക്ക് പറ്റുന്ന ബൈബിൾ സീരീസ് എന്തെങ്കിലും അവൈലബിൾ ആണോ. ഇതൊക്കെ കണ്ട എൻ്റെ പിള്ളേർ വളർന്നത്. എൻ്റെ പിള്ളേർക്ക് ജനറൽ നോളജ് ഇച്ചിരി കുറവായിരിക്കുമെന്ന് വെച്ചു. പക്ഷേ അവർ നിത്യതയിലുണ്ടെന്നുള്ളത് എനിക്ക് ബോധ്യമുണ്ട്. ആൻഡ് വി വർ ഇൻസിസ്റ്റിംഗ് ഓൺ ഫാമിലി പ്രയർ. അത് ഞാൻ ഇടയ്ക്ക് പറഞ്ഞൊരു കാര്യമാണ്. വി മെയ്ഡ് ഷുവർ ദാറ്റ് വി ഹാവ് എ ഫാമിലി പ്രയർ. ആ ഫാമിലി പ്രയറിൽ എല്ലായ്പ്പോഴും ഞങ്ങൾ ദൈവവചനം കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചു. അതുകൊണ്ടെന്താ, ഞങ്ങളുടെ 3 കുഞ്ഞുങ്ങളും രക്ഷിക്കപ്പെട്ടത് ഞങ്ങളുടെ ഫാമിലി പ്രയറിൽ വെച്ചാണ്. യു ഗെറ്റ് മൈ പോയിന്റ്? 30 കൊല്ലത്തെ വിവാഹ ജീവിതത്തിന് ശേഷം ഞാൻ പറയുന്ന കാര്യമാണ്. ദൈവം ഞങ്ങൾക്ക് തന്ന 3 കുഞ്ഞുങ്ങളെ ദൈവസന്നിധിയിൽ എത്തിക്കുക എന്നുള്ളതാണ്. ആഫ്രിക്കയിൽ ഞാൻ സുവിശേഷ വേല ചെയ്യുന്നുള്ളത് ശരിയാണ്. പക്ഷേ ആഫ്രിക്കയിൽ സുവിശേഷ വേല ചെയ്യുന്നതിനേക്കാൾ വലിയ വേലയാണ് എൻ്റെ 3 പിള്ളേരെ സ്വർഗത്തിൽ കൊണ്ടുപോകുന്നത്. കണ്ണുകളടയ്ക്കാൻ ഒരു നിമിഷം. ഓടിച്ച് പല കാര്യങ്ങളാണ് പറഞ്ഞത്. പക്ഷേ കുടുംബജീവിതത്തിൽ ദൈവത്തിൻ്റെ നിയമം അനുസരിച്ച് ജീവിക്കാൻ നമ്മളെ തന്നെ ഒന്ന് സമർപ്പിക്കാം. മനുഷ്യനും ഭാര്യയും അവർ ഇരുവരും നഗ്നരായിരുന്നു. പക്ഷെ എന്നാണെന്ന് തോന്നിയില്ല. ദേ ഡിഡ് നോട്ട് ഹാവ് എ പ്രൈവറ്റ് വേൾഡ്. നമ്മുടെ ജീവിതത്തിൽ നമ്മളിന്ന് തീരുമാനിക്കണം, ഒരു പ്രൈവറ്റ് വേൾഡ് ഇല്ലാതെ ജീവിക്കണം. ആൻഡ് ഓൾസോ മേക്ക് ഷുവർ that wives are submitting themselves to the husband and husbands are loving their wives. That is godly principle. And also when you are raising up children, എന്താ നമ്മുടെ ലക്ഷ്യം? അവരെ സ്വർഗത്തിലെത്തിക്കണം. അതിനുവേണ്ടി അവരെ ഒരുക്കണം. അവർ പഠിക്കുന്നെങ്കിൽ പഠിച്ചോട്ടെ, വലിയ സ്ട്രെസ്സൊന്നും അവർക്ക് കൊടുക്കേണ്ട കാര്യമില്ല. വേദോസം വായിക്കാതെ ട്യൂഷന് വിട്ടിട്ടോ സഭായോഗത്തിന് പോകുന്നതിന് പകരം പള്ളിയിൽ പോകാതെ ട്യൂഷൻ പഠിച്ചിട്ടൊന്നും ഒന്നും നേടാനില്ല. നിങ്ങൾ മനസ്സിലാക്കുക, ദൈവത്തിൽ ആശ്രയിക്കുക. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടു പോകരുത്. ഒരു നിമിഷം പ്രാർത്ഥിക്കുക. ഒരു ആത്മീയ ജീവിതം നിങ്ങൾ കുടുംബജീവിതത്തിൽ ആഗ്രഹിക്കുന്നെങ്കിൽ, എന്തെങ്കിലും പാളിച്ചകൾ കുടുംബജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇന്ന് കർത്താവിനുള്ളത് സമ്മതിക്കുക. കർത്താവ് നിങ്ങളെ പണിയും. ഞാൻ പറഞ്ഞല്ലോ,
കണ്ടം ചെയ്തിട്ട് പോകാനല്ല ഞാൻ വന്നത്. നിങ്ങളെ കുറ്റം വിധിച്ചിട്ടും ശിക്ഷ വിധിച്ചിട്ടും പോകാനല്ല ഞാൻ വന്നത്. നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞ നാളുകളിൽ അത് പറ്റിയില്ലെങ്കിൽ കർത്താവിനോട് പറ, കർത്താവേ, എൻ്റെ ജീവിതത്തിൽ പാളിച്ചകളുണ്ട്. ഇനി നിൻ്റെ വചനത്തിനനുസരിച്ച് ഒരു കുടുംബജീവിതം ജീവിക്കുവാൻ, നീ ആവശ്യപ്പെടുന്നത് പോലെ എൻ്റെ കുഞ്ഞുങ്ങളെ ആത്മീകരായി വളർത്തുവാൻ ഞാൻ തീരുമാനമെടുക്കുന്നു എന്ന് നിങ്ങൾ ചിന്തിക്കുന്നെങ്കിൽ കരങ്ങളെ ഉയർത്തി ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരു നിമിഷം സമർപ്പിക്കുക. കർത്താവേ,